അതിന് പറ്റാത്തെന്താണ്? നൂതനമായൊരാശയം അവരും പറയുന്നു. ഇവരുടെ പോസ്റ്റ് ട്രിപ്പ് കെ ഇബ്രാഹിം സാറിൻ്റെ പോസ്റ്റ് ട്രിപ്പല്ല, പ്രീ ട്രിപ്പല്ല. ഇവർ പറയുന്ന പ്രീ ട്രിപ്പ് PN സക്കറിയ പഠിപ്പിച്ചതല്ല. ഇവർ പറയുന്നത് ആ നിരയിലെ ഇന്നത്തെ ഒരു പ്രഭാഷകനും പറയുന്നില്ല. പാസ്റ്റർ രാജു മേത്ര അടക്കമുള്ള എസ്കറ്റോളജി പ്രസംഗിക്കുന്ന ആരും പറയുന്ന പ്രീ ട്രിബുലേഷൻ അല്ല. കാരണം 1919 റീഗാദറിംഗ് ഓഫീസർ റൈസ്, 1948 ഇസ്രയേൽസിൻ്റെ രാജ്യത്തിൻ്റെ അവർക്ക് സോവറിറ്റി കിട്ടുന്നത്, ഇതൊക്കെ ഇവരുടെ വീക്ഷണഗതിയിൽ ദൈവം ഇടപെട്ട് സംഭവിക്കുന്നതല്ല. അടയാളങ്ങളൊന്നുമില്ല. യേശുവിൻ്റെ വരവിന് മുമ്പ് അടയാളങ്ങളൊന്നുമില്ല. ഏത് വരവാ? അപ്പോൾ ഇവർ പെട്ടെന്ന് അവിടെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഏത് വരവാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ ഇനി ഒരു വരവൂടെ യേശുവിനുള്ളൂ. അപ്പോൾ തന്നെ പോസിറ്റീവ് ആക്കും, അതിന് കുഴപ്പമില്ല. ഒറ്റ വരവേ ഇനി യേശുവിനുള്ളൂ, പലതരം വരവില്ല. അപ്പോൾ ആ വരവിന് മുമ്പ് നമ്മൾ കാത്തിരിക്കുന്ന, സഭ കാത്തിരിക്കുന്ന ആ വരവിന് മുമ്പ് അടയാളങ്ങൾ, എന്തെങ്കിലും സയൻസ് ഇതുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നതോളം ഇത് പുതുതലമുറയിലെ ചില കുട്ടികൾ, സഹോദരന്മാർ, അവരറിവുള്ളവരൊക്കെ തന്നെ, അല്ലെ പിന്നെ ഇതുപോലെ മൂവ്മെൻറ്റുമായിട്ട് വരില്ലല്ലോ, പ്രായം കൊണ്ട് കുട്ടികളെന്ന് വിളിച്ചാണ് ഇവർ ക്രിയേറ്റ് ചെയ്തൊരു വാദമാണ്. അതിനു മുമ്പുള്ള പ്രീ ട്രിബുകാർ ആരും വിശ്വസിക്കാത്ത കാര്യമാണെന്ന് മാത്രമല്ല, ഇനി വേറൊരു കാര്യം, ക്ലാസിക്കൽ പ്രീ ട്രിബുകാരനോട് ഒരു 10-20 മിനിറ്റ് സംസാരിച്ച് വന്നാൽ അവൻ പോസ്റ്റായി പോകും. ഞാൻ ആക്കി കാണിക്കാം, നല്ല ഉറപ്പാണ്. കാരണം പക്ഷേ അവരുടെ ഉള്ളിലും അതല്ലിരിക്കുന്നത്, അതുകൊണ്ടാണ്. കാരണം അവിടെ കൊണ്ടെത്തിക്കാൻ പറ്റും. ക്ലാസിക്കൽ പോസിറ്റീവുകാർ പറഞ്ഞിങ്ങോട്ട് വരുന്ന വഴിക്ക് പെട്ടെന്ന് മാറിപ്പോകും. ഇതൊക്കെ സ്ഥിതി. അത് നമ്മുടെ കണ്ണന വേദിയിലും ഒക്കെ നമുക്ക് സംസാരിക്കാൻ അവസരമുണ്ട്. അല്ല, ഈ പറഞ്ഞ വാദത്തിൽ ബ്രദർ പ്രിൻസ് പഠിപ്പിച്ച ഒരു കാര്യം, അത് മറ്റ് ന്യൂജനൻ പ്രീ ട്രിബുകാരുടെ വാദമാണോ എന്ന് കൂടി സമ്മതിക്കണം. ആണെന്ന് പറയാനുണ്ട്. മൈലപ്രസംവാദത്തിൽ പറഞ്ഞത് ഈ ഇസബേലിനോടുകൂടെ അഡൾട്ടറി കമ്മിറ്റ് ചെയ്ത ആളുകൾ മഹാകഷ്ടത്തിൽ കൂടെ കടക്കും. അപ്പം അവർക്ക് മഹാകഷ്ടം ഉണ്ടെങ്കിൽ ചർച്ചിലൊരു ഭാഗം കൈവിടപ്പെടുന്നു. ചർച്ച് മെമ്പേഴ്സ്, ശരിയാകാത്ത വിശ്വാസി, അത് അവർ സഹിച്ച വലിയ പ്രയാസമാണ്. കാരണം അതിൽ ചെന്ന് കൊള്ളുന്നത് ബ്രദറുകാരുടെ രക്ഷാഭദ്രവാദത്തിനെതിരാണ്. അവിടെ കൊള്ളൂ. പക്ഷേ ബ്രദറുകാർ അത് കേട്ടിരുന്നവരെ അത്രയും നല്ല അറിവുള്ളവരല്ലായിരുന്നത് കൊണ്ടായിരിക്കണം അവരത് മിണ്ടുന്നില്ല, അല്ലെ അത് തമസ്കരിച്ചു. അപ്പോൾ ആ ആളുകൾ ചെല്ലുക എന്ന് പറഞ്ഞാൽ പാർഷ്യൽ റാപ്ചറാണ്. കുറേ പേര് എടുക്കപ്പെടും, കുറേ പേര് കൈവിടപ്പെടും എന്ന് പറയുന്ന വാദമാണ്. കല്ലുമല്ല കുഞ്ഞു സാറും ഒക്കെ ഇതേ വാദമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഉള്ളതാണ്. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത്തരം വാദങ്ങൾ പഠിപ്പിക്കുന്ന പെന്തക്കോസ്തസഭയുണ്ട്. നിങ്ങൾ ഈ കൾട്ടെന്ന് വിളിച്ചിട്ട് എന്തിനാ അവരുടെ അടുത്ത് കല്യാണത്തിന് പോകുന്നതും അവരുടെ കല്യാണക്കുറി മേടിക്കുന്നതും അവിടുന്ന് വെണിനെ എടുത്തിട്ട് ഈ കൾട്ടുകാരെ സ്ഥാനപ്പെടുത്താത്ത എന്താ? അവരും കൾട്ടല്ലേ എന്നെ പോലെ? അതെന്താ ചെയ്യാത്തത്? അപ്പോൾ കൾട്ടെന്നുള്ളത് ഒരു ആത്മീയ ഭാഷയിലെ ചീത്തവിളി പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതൊക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞു പേഴ്സണലായതുകൊണ്ട്. ആൽക്കൂടത്ത് എന്തുകൊണ്ടാണ് ഈ കണ്ണിലെ കരടാകുന്നത്? ആരുടെ കണ്ണിലെ കരട? ചിലർ ഈ കരട് വാരി എറിഞ്ഞിട്ടാൽ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല, അത് ശ്രദ്ധിക്കാറില്ല. അവരൊരു പ്രീതിയിലല്ല നമ്മളെ നിലവിൽ. ഇപ്പോൾ ഭൂരിപക്ഷം എന്ത് പറയും? ഏതായാലും ഈ ചിന്തകളെല്ലാം പേഴ്സണലായതുകൊണ്ട് അത് അത്രയും പറഞ്ഞു നിർത്തുന്നു. ഞാനീ പറഞ്ഞതിൽ അംഗീകരിക്കുന്ന കാര്യങ്ങളുണ്ട്. പുൻസാറ് സഹോദരൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ കൃപായുഗം നിഷേധിക്കാറുണ്ട്. ഞാൻ 70 ആഴ്ചവട്ടം തീർന്നു പോയി എന്ന് പഠിപ്പിക്കാറുണ്ട്. ഞാൻ ഡിസ്പെൻസേഷണലിസത്തെ ബിബ്ലിക്കലായിട്ട് അംഗീകരിക്കുന്നില്ല. ഞാൻ എതിർ ക്രിസ്തുവിനെ ന്യായീകരിച്ചിട്ടില്ല. ഞാൻ അങ്ങ് ഒരു പദം പോലും എന്നത് പറഞ്ഞോന്ന് എനിക്ക് സംശയമാണ്. അടുത്തത്, സ്വർഗത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചു എന്ന വാദം തെറ്റ്. പിതാവിൻ്റെ ഭവൻ ഒലിവുമലയിൽ എന്ന് പറഞ്ഞത് തെറ്റ്. അടുത്തത്, വെളിപ്പാടിൽ ആരും പറയുന്ന കുതിരകളെ ബ്രിട്ടനും കമ്മ്യൂണിസ്റ്റുമാക്കുക. ആരും പറയുന്ന കുതിരകളിൽ രണ്ടെണ്ണത്തെയാണ്. അത് മൊത്തം വന്നില്ല. തന്നെയല്ല, ഞാൻ കോർപ്പറേറ്റ് എന്നൊരു വാക്കേ ഉദ്ദേശിച്ചിട്ടില്ല. മൂന്നാമത്തെ കുതിര കോർപ്പറേറ്റാന്നല്ല ഞാൻ പറഞ്ഞു. അങ്ങനെയാണ്. ഒരളവ് വരെ ഒരാളെ കണ്ണിക്കുമ്പോൾ അദ്ദേഹം എന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ള ഒരു സന്മനസ്സുണ്ടാകണം. ആ വാദത്തെയാണ് കണ്ണിക്കേണ്ടത്. ആ വാദത്തെ കണ്ണിക്കാതെ തങ്ങൾക്കുള്ളൊരു വാദത്തെ കണ്ണിച്ചാൽ അതിന് മറുപടി കിട്ടൂല. അതുകൊണ്ടാണ് പലപ്പോഴും പ്രിൻസ് ടാഗ് ചെയ്തിട്ട് ഞാൻ ചെല്ലാത്തെന്താ, എൻ്റെ കാര്യമല്ല പറയുന്നത്, കൺസേൺ ചെയ്യുന്ന ഇതല്ല, പിന്നെ ഞാനിതിന് അനുഭവി മറുപടി പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ്. മറ്റൊന്നുകൂടി, എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരൻ പ്രിൻസ് അടക്കം, എൻ്റെ ഒരു മുൻകാല സ്നേഹിതനായ ഹല്ലേലിയ സാങ്കുട്ടി സഹോദരനടക്കം 5 ആർട്ടിക്കിളാണ് ഹല്ലേലിയയുടെ ലീഡ് ന്യൂസായിട്ട് കൊടുത്ത് എന്നെ പോസ്റ്റർ ബാക്കി ചിത്രീകരിച്ചത്. അത് കൺവെൻഷൻ സീസണിലായിരുന്നു. പക്ഷെ ഞാൻ ഈ ശനിയാഴ്ച പോകുന്ന IPCയുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ആദ്യത്തെ ഒരു 3-4 പേരിൽ ഒരാളെന്ന് കൂട്ടിക്കും.
അവരുടെ സെൻട്രലിലെ പാസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കാനാണ് ഈ ആഴ്ച പോകുന്നത്, ഈ ശനിയാഴ്ച. അപ്പോൾ ഇനി എന്നെ ഇത് ബാധിച്ചിട്ടില്ല. ബാധിക്കാത്തതിൻ്റെ കാരണം 20 കൊല്ലമായി ഞാൻ ഈ ഫീൽഡിലുണ്ട്. അതൊരു സുപ്രഭാതത്തിൽ ഡിബേറ്റ് വഴി നേരെ ഇറങ്ങി വന്ന് ഞാൻ പെന്തക്കോസ്തുകാർക്കിടയിൽ പ്രവർത്തിച്ചു വന്ന മനുഷ്യനല്ല. സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് പണിയെടുത്തും കഷ്ടപ്പെട്ടും ചെളിവാരി എറിയൽ അനുഭവിച്ചും ഒക്കെ തന്നെ വന്ന ഒരു സാധുവായ മനുഷ്യനാണ്, സാധാരണക്കാരനൊരു മനുഷ്യനാണ്. അപ്പം അങ്ങനെ എന്നെ ഉൾക്കൊണ്ട് ഈ പറയുന്ന വാദങ്ങൾ ചിലപ്പോൾ ഈ പോസിറ്റീവുകാർ ചോദിക്കാറുണ്ട്, സാർ ഈ പോസിറ്റീവ് ആണല്ലോ, എന്നിട്ട് എന്താ അത് തുറന്നു പറയാൻ പേടിയാണോ? ഞാൻ പോസിറ്റീവ് അല്ല, നിങ്ങളുടെ ആര് പറഞ്ഞു? നിങ്ങളാക്കിക്കോ, മുമ്പ് അതിനെ കമ്മ്യൂണിസ്റ്റ് ആക്കിയോ ആക്കിക്കോ, എനിക്ക് വിരോധമില്ല, എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ബൈബിളാണ് ആധികാരികമായിട്ട് വെക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പലരെയും ഇങ്ങനെ ഇരുന്നൊരു ചർച്ച ചെയ്യുക, എന്നിട്ട് എന്നെ ഒന്ന് ബോധിപ്പിച്ചതാണ്. നിങ്ങളൊന്ന് ബോധിപ്പിക്കുന്നത് ഇന്ന കാര്യം, അത് ബഹളമൊന്നും വെക്കാൻ ഡിബേറ്റ് അല്ല. രണ്ട് ദൈവാസന്മാർ, അത് ഞാൻ ബിജോൺ ഫിലിപ്പ് ബൈബിളിക്കലി സൗണ്ടഡായ നോളജുള്ള ഒരാളാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് പേഴ്സണലി ഇരിക്കുക, എന്നെ കൺവിൻസ് ചെയ്തിട്ട് പോകും. അല്ല, പ്രിൻസിപ്പൽ പാസ്റ്റർക്ക് കൺവിൻസ് ചെയ്യിക്കാം, ഇത് കഴിഞ്ഞിട്ട് ലൈവ് ഒന്നും ചെയ്യണ്ട. എന്നെ കൺവിൻസ് ചെയ്യിച്ചാൽ ഞാനിവർ പറയുന്ന പുതിയ ഫ്രീ ആവും. ഒരു ബുദ്ധിമുട്ടും എനിക്ക് ആ കാര്യത്തിലില്ല. ഇവിടെ വെച്ചാകുക, അതിനകത്ത് മാറ്റമൊന്നുമില്ല, ഒരു മാറ്റവും ആ കാര്യത്തിലില്ല. ഇവിടെ വെച്ച് ഈ സമയത്താവും. പക്ഷേ ഇത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയ കാര്യമല്ല, മൂന്നും കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയ കാര്യമല്ല. ലൂപ്പ് ഹോളുകളില്ലാത്ത ഒറ്റ വാദമില്ല. ലൂപ്പ് ഹോളുകൾ വരുമ്പോഴേക്ക് മറ്റു പലതും പറഞ്ഞ് രക്ഷപ്പെടുക അവിടെ ചെയ്യുന്നത്. ലൂപ്പ് ഹോളുകളില്ലാത്ത വാദമല്ല ഇത് മൂന്നും. കാരണം തിങ്സ് ടു കം ആണ്, അത് മനസ്സിലാക്കുക. ഉദാഹരണം, 4 കുതിരയെപ്പറ്റി ഞാനൊരു വ്യാഖ്യാനം പറയുമ്പോൾ, ഒന്നാമത്തെ കുതിരയെപ്പറ്റി ക്ലാസിക്കൽ പീറ്റർബുകാരന് 2 അഭിപ്രായം. എതിർ ക്രിസ്തുവാന്ന് പറയുന്നവരുമുണ്ട്, യേശു ക്രിസ്തുവാന്ന് പറയുന്നവരുമുണ്ട്. ഞാൻ ഗ്രന്ഥങ്ങളുടെ പേരും തരാം. 2 കൂട്ടരും ഒരേ സമയം കൂടുന്നുണ്ട് ഒരേ പ്രസ്ഥാനത്തിൽ. നടപടിയൊന്നും ആർക്കെതിരെ ഉണ്ടായില്ലല്ലോ. ഒരുത്തൻ നേരം പറയുക, എൻ്റെ യേശുവിനേതാ ഇവൻ എതിർ ക്രിസ്തു ആക്കുന്ന വികാരപരിതനായിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ യേശു അത്, മറ്റവൻ്റെ എതിർ ക്രിസ്തുവാ. മറ്റവൻ പറയുക, എൻ്റെ എതിർ ക്രിസ്തുവിനെ നിങ്ങൾ കൊണ്ടുപോയി യേശു ആക്കരുത് പ്ലീസ്. ആദ്യം മനസ്സിലാക്കിയതൊക്കെ വാദങ്ങളാണ്. അത് പഠനങ്ങൾ കൂടുതൽ വരുമ്പോൾ, വ്യത്യാസങ്ങൾ വരുമ്പോൾ മനുഷ്യൻ വ്യത്യസ്തതകൾ വരുത്തും. അത് അവരുടെ നിലപാടുകൾ എന്നുള്ള ചാഞ്ചാട്ടമല്ല, പഠിക്കാനുള്ള വ്യഗ്രതയാണ്. ഈ പുസ്തകത്തിൽ ആരും സ്കോളറൊന്നുമല്ല. പഴയ സ്കോളേഴ്സ് എഴുതി വെച്ച കാര്യങ്ങളുണ്ടല്ലോ, ലാർക്കനൊക്കെ എഴുതി വെച്ച വലിയ വിഡിത്തങ്ങളുണ്ട് ഇതിനകത്ത്. ഞാൻ ആ പുസ്തകം എല്ലാം കൊണ്ടാവുന്നില്ല, ലാർക്കൻ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വന്നത്. എൻ്റെ ചോദ്യം, എൻ്റെ പ്രതികരണം ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഞാനീ പറഞ്ഞവയിൽ നിലനിൽക്കുന്നു, ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറയാത്തവ പറഞ്ഞത് ദയവായി പിൻവലിക്കണം. ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശനം നിഷേധിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, പിതാവിൻ്റെ പോലം ഒലിവുമലയിലാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ എതിർ ക്രിസ്തുവിനെ ന്യായീകരിച്ചിട്ടില്ല. ബാക്കിയൊക്കെ ശരിയാണ്, പക്കാ ശരിയാണ്. ഇതിട്ട് കേൾപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ തന്നെ അതിവിടെ കിടക്കല്ലേ. ഞാൻ പറഞ്ഞ തന്നെ, ഒരു മാറ്റവും അക്കാര്യത്തിലില്ല. ശരി, താങ്ക് യു, ദാറ്റ്സ് ഓൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആദ്യത്തെ 30 മിനിറ്റ് പ്രിൻസ് നിലമ്പൂർ പ്രിയ അനിൽ കുടിത്തോട്ടം പാസ്റ്റർക്കെതിരെ ഉന്നയിച്ച 7 കാര്യങ്ങൾ സവിസ്തരമായി വിശദീകരിക്കുകയുണ്ടായി. തുടർന്ന് ബഹുമാന്യനായ ശ്രീ അനിൽ കുടിത്തോട്ടം പാസ്റ്റർ ഈ വിഷയത്തെ അനുബന്ധിച്ച് വിഷയ അവതരണങ്ങൾ നടത്തി. തുടർന്ന് ഈ വിഷയത്തെ ഖണ്ഡിക്കുകയാണ്. പ്രിൻസ് നിലമ്പൂർ പാസ്റ്റർ പറഞ്ഞ ആ അവതരണത്തെ ബഹുമാനായ അനിൽ കുടിത്തോട്ടം പാസ്റ്റർ ഖണ്ഡിക്കുകയും അനിൽ കുടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞ വിഷയ അവതരണത്തെ പ്രിൻസ് നിലമ്പൂർ പാസ്റ്ററും ഖണ്ഡിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ്. അത് 10 മിനിറ്റാണ് ഇരുവർക്കും ഇവിടെ നൽകിയിട്ടുള്ളത്. ആദ്യമേ പ്രിയപ്പെട്ട പ്രിൻസ് നിലമ്പൂർ പാസ്റ്റർ ഇപ്പോൾ കേട്ടതായ അനിൽ കുടിത്തോട്ടം സാർ പറഞ്ഞതായ ആ വിഷയ അവതരണത്തിലെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖണ്ഡന പ്രസംഗമാണ് നടത്തേണ്ടത്. അതിനുള്ള സമയം വേർതിരിക്കുന്നു. തുടർന്ന് പ്രിയപ്പെട്ട അനിൽ കുടിത്തോട്ടം പാസ്റ്ററും പ്രിൻസ് നിലമ്പൂർ പറഞ്ഞ വിഷയത്തെ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കും. ബഹുമാന്യ അനിൽ കുടിത്തോട്ടം സാറ്, ഞാൻ ഉന്നയിച്ച കാര്യങ്ങളിൽ പലതും ഇവിടെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ ഇതിന് കൂടുതൽ തെളിവുകളൊന്നും വയ്ക്കേണ്ട കാര്യം ഇല്ല.
പല കാര്യങ്ങളും അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം ചിലത് നിരസിച്ചിട്ടുണ്ട്, അതിൻ്റെ വ്യക്തത ഞാൻ വരുത്താം. അദ്ദേഹം ഇവിടെ പറഞ്ഞ വസ്തുതകളോട് കൂടി പറഞ്ഞ ചില കാര്യങ്ങൾ, ചില പ്രയോഗങ്ങൾക്കുള്ള മറുപടി ആദ്യം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, അദ്ദേഹം പറയുന്നത് ഞാൻ ഒരു പാർഷ്യൽ റാപ്ചർ വാദമാണ് ഉന്നയിക്കുന്നത്, ക്ലാസിക്കൽ പ്രീ പറയുന്ന ആളല്ല ഞാൻ. അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനിയ പിതാക്കന്മാരായിട്ടുള്ളവർ മുൻപോട്ട് വെച്ചിട്ടുള്ള പ്രീ ട്രിബ് വാദമല്ല ഞങ്ങൾ പറയുന്നത് എന്നൊരു ആരോപണം അദ്ദേഹം ഇവിടെ പറഞ്ഞു. അതിൻ്റെ മറുപടി പറയാം. തന്നെയല്ല, അനിൽ കൊടുത്തോട്ടെ സാർ ഇവിടെ വേറൊരു വാക്കൂടെ പറഞ്ഞു, ഉൽപ്രാവണം എന്ന് പറയുന്നൊരു പദം വേദപുസ്തകത്തിൽ ഇല്ലെന്ന്. അപ്പം എത്രത്തോളം വിഭിന്നമായി പോയി കാര്യങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഉൽപ്രാവണം എന്ന് പറയുന്ന ഒരു പദം വേദപുസ്തകത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇല്ലായിരിക്കും, ഉൽപ്രാവണം എന്നില്ലായിരിക്കും. പക്ഷേ ആ പദം വന്നിരിക്കുന്ന റാപ്ചർ, ഹർപാസോ എന്ന പദം വ്യക്തമായി അർത്ഥം നൽകുന്നത് ഫസ്റ്റ് തെസ്സലോനിയൻസ് 4:16-17 അവിടെ കൊടുത്തിരിക്കുന്ന ഹർപാസോ എന്ന പദത്തിന്റെ അർത്ഥം ഹാവ് ബീൻ കോട്ട് അപ്പ്, സ്നാച്ചസ് അവേ, ടു ടേക്ക് ബൈ ഫോഴ്സ്, വിൽ ബി കോട്ട് അവേ എന്നീ അർത്ഥങ്ങൾ എടുക്കപ്പെടും എന്നുള്ളതിന്റെ അർത്ഥമാണ്. ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞായിരുന്നു, എടുത്തിട്ട് അങ്ങോട്ട് വെക്കും എന്ന അർത്ഥമല്ല, എടുക്കപ്പെടും, ക്രിസ്തുവിനോട് കൂടെ എടുക്കപ്പെടും, ഇതാണ് അർത്ഥം. അദ്ദേഹം പല കാര്യങ്ങളോട് അംഗീകരിച്ചു കഴിഞ്ഞു. കൃപായുഗത്തെ നിഷേധിക്കുന്നു. അപ്പം അതിന്റെ അർത്ഥം തിരിച്ചറിയാമല്ലോ. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം മുതൽ സഭയുടെ ഉൽപ്രാപണം വരെയുള്ള വസ്തുതയെ ദൈവമക്കൾ കൃപയാലുള്ള രക്ഷയുടെ അടിസ്ഥാനത്തിൽ വിളിക്കുന്ന കൃപായുഗം അദ്ദേഹം നിഷേധിക്കുക. പിന്നെ ഡിസ്പെൻസേഷൻ ടീച്ചിങ്സ് നിഷേധിക്കുക എന്ന് പറഞ്ഞു. യുഗപരമായ പഠനങ്ങളോട് ബന്ധപ്പെട്ട് 70-ാം ആഴ്ചവട്ടം അത് നിഷേധിക്കുക എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും 70-ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്ന വസ്തുതയെ നിഷേധിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ അബദ്ധമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതിന് ഏത് പണ്ഡിതൻ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് അതിന്റെ വസ്തുത അറിയാം. ഒന്ന്. രണ്ടാമതേം പറഞ്ഞു ഉൽപ്രാവണം എന്ന് പറയുന്ന പദവില്ല. അതിന്റെ മറുപടി ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഇനി വേറൊരു കാര്യം കേട്ടോണം. അദ്ദേഹം പറയുന്നു ഞാൻ പറയുന്നത് ക്ലാസിക്കൽ പ്രിയ അല്ലെന്ന്. ഇതിന്റെ വ്യക്തമായ മറുപടി പറയാം. ഉൽപ്രാവണം എന്ന് പറയുന്ന പദം വേദോസത്തിൽ ഇല്ലെന്ന് പറഞ്ഞ ആൾക്ക് റാപ്ചർ അഥവാ അർപ്പാസോ എന്ന് പറയുന്ന പദം ഉണ്ടെന്നുള്ളത് കണ്ടിട്ടില്ല. എന്നാൽ ക്ലാസിക്കൽ പ്രീ എന്ന് പറയുന്ന പദം അനിൽ കൊടുത്തോട്ടൻ സാറിന് എവിടെ നിന്ന് കിട്ടി? ഇവിടെ കെ എബ്രഹാം അപ്പച്ചനോ ടി ജി ഉമ്മച്ചൻ പാസോ ഇങ്ങനെയുള്ള ദൈവദാസന്മാരാരും ക്ലാസിക്കൽ പ്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം എഴുതി വെച്ചിട്ടില്ല. പ്രീ ട്രിബുലേഷൻ എന്ന് പറയുന്ന ഒരു പഠനം മാത്രമേ ഉള്ളൂ. അതിൽ ചില ആളുകൾ നിഴലും പൊരുളും സംബന്ധിച്ചൊക്കെ നടത്തിയ ചില വസ്തുക്കളുണ്ട്. സാർ അത് ബോസുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. ഞാൻ പറഞ്ഞതിനെ മാത്രമേ സാറ് ആ വിഷയത്തിനകത്ത് ഖണ്ഡിക്കേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ സാറിനോടോ എൻ്റെ ഏതെങ്കിലും ക്ലാസ്സുകളിലോ ഏതെങ്കിലും സംവാദങ്ങളിലോ ഞാൻ ബോസിനെയും രൂത്തിനെ എടുത്തോണ്ട് വന്നിട്ടില്ല, ഞാൻ ഇസാക്കിനെ എടുത്തോണ്ട് വന്നിട്ടില്ല, റാഹേലിനെ എടുത്തോണ്ട് വന്നിട്ടില്ല. ഞാൻ എൻ്റെ വാദം വ്യക്തമായ പറഞ്ഞ്. ഇനിയും ഇന്ന് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെയോ ചർച്ച് ഓഫ് ഗോഡിൻ്റെയോ ഏതെങ്കിലും ദൈവസഭയുടെ വക്താക്കൾ മുൻപോട്ട് വന്നിട്ട് ഇവർ ഈ പറയുന്നതല്ല പ്രീ ട്രിബുലേഷൻ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ ക്രിസ്തു 6-ാം അധ്യായത്തിൽ വെളിപ്പെടുന്നു എന്ന് പറയുന്ന വസ്തുത ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതും അതിനു മുൻപ് 4-ാം അധ്യായത്തിൽ സഭയുടെ എടുക്കപ്പെടൽ എന്ന് പറഞ്ഞു ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രീ ട്രിബുലേഷൻ അല്ല ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ഏതെങ്കിലും പെന്തക്കോസ്റ്റ് നേതൃത്വം എന്ന് പറയട്ടെ? പറയത്തില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞ അതേ വസ്തുത തന്നെയാണ് പ്രീ ട്രിബുലേഷൻ എന്ന അർത്ഥതലങ്ങളിൽ തന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ ക്ലാസിക്കൽ പ്രീ എന്ന് പറയുന്ന പദം അത് ഈ കഴിഞ്ഞ ഇടയ ചർച്ചയിൽ കുറച്ചു കാലത്തെ ചർച്ചയിൽ അനിൽ കൊടുത്തോട്ടൻ സാറിന്റെ സംഭാവനയാണ് ഈ ക്ലാസിക്കൽ പ്രീ. എന്നിട്ട് ക്ലാസിക്കൽ മോഡേൺ മിഡ് ഈ വക പ്രീ ഇങ്ങനൊരു പ്രീ ഒന്നുമില്ല. ക്ലാസിക്കൽ പ്രീ എന്ന് പറഞ്ഞൊരു പ്രീ ഒരു പ്രത്യേക പഠിപ്പിക്കലോ ലേഖനമോ സമാഹാരമോ ഖണ്ഡനമോ കാണ്ഡമോ ഒന്നുമില്ല. പ്രീ ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വിശ്വാസമേ ഉള്ളൂ, അത് ഇത്രേ ഉള്ളൂ. എതിർ ക്രിസ്തു വരികയും മഹോപദ്രവം ആരംഭിക്കുകയും ചെയ്യുന്നതിന് മുൻപ് സഭ എടുക്കപ്പെടും. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഭാഷയിൽ പഠിപ്പിക്കുന്നത്. എവിടെയാ ഭാഷയിൽ പഠിപ്പിച്ചേ? ഞാൻ മഹോപദ്രവം എന്ത്, ആർക്ക്, എന്തുകൊണ്ട്, എന്തിന്, പർപ്പസ്, ഈ വസ്തുതകൾ മൈലപ്പുറ സംവാദത്തിൽ അവതരിപ്പിച്ചു. അത് 3 മണിക്കൂറിന്റെ പോയിന്റ്സ് ചാപ്റ്ററാണ് ഞാൻ 45 മിനിറ്റിൽ അവതരിപ്പിച്ചത്. ഈ 10 മിനിറ്റ് ഖണ്ഡനത്തിൽ എനിക്ക് അത് അവതരിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട്
മഹോപദ്രവം എന്ത്, ആർക്ക്, എന്തിന്, എന്തുകൊണ്ട് എന്നീ വസ്തുതകളൊക്കെ അവതരിപ്പിച്ചപ്പം ഞാൻ ആരിൽ നിന്ന് എന്നീ വസ്തുതകൾ അവതരിപ്പിച്ചപ്പം ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാണ് ഇസബേലുമായി കമ്മിറ്റ് ചെയ്ത് അഡൾട്ടറി ചെയ്യുന്ന ആളുകളുടെ കാര്യം പറഞ്ഞത്. അതുകൂടാതെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇസ്രായേലിനെന്ന് പറഞ്ഞു, അശൂരിനെന്ന് പറഞ്ഞു, ജാതികൾക്കെന്ന് പറഞ്ഞു, ദൈവത്തെ അനുസരിക്കാത്തവർക്ക്, ദൈവത്തെ അറിയാത്തവർക്ക്, നിഷേധിക്കുന്നവർക്ക്, ഈ വസ്തുക്കളെല്ലാം പറഞ്ഞു. അതെല്ലാം വിട്ടേച്ച് ഇസബേലിന്റെ കാര്യം മാത്രം എടുത്തുകൊണ്ട് വന്നത് അവസ്ഥാവാദം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് വേദത്തെ അവസ്ഥയായിപ്പോയി, യേശുനാമക്കാരുടെ കാര്യം പറഞ്ഞ പോലെ. അതൊന്ന്. ഇനിയും മറ്റൊരു കാര്യം, ദൈവാസനോട് പറഞ്ഞൊരു കാര്യം, എതിർ ക്രിസ്തു ഒരു സിസ്റ്റമാണെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഒരു ചോദ്യം കൂടി ചോദിച്ചു, എതിർ ക്രിസ്തു എന്താണെന്ന് ഇവർ പറയട്ടെ എന്ന്. മഹോദരം എന്താണെന്ന് പറയട്ടെ എന്ന് ചോദിച്ചു. മഹോദരം എന്താണെന്ന് പറഞ്ഞത് മൈലപ്പുറ സംവാദത്തിലെ ക്ലാസ് എടുത്ത് സാറ് നോക്കണം, 10 മിനിറ്റല്ലേ ഉള്ളൂ. അതിനകത്തുണ്ടത് മഹോദരം എന്തെന്ന് ഞാൻ വ്യക്തമായി 13 പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹോദരം എന്ത്. രണ്ടാമത്തെ കാര്യം, എതിർ ക്രിസ്തു ഞാൻ വ്യക്തമായി പറയാം, ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്ന ആളുകൾ ഇതിനെതിരെ പരിഹാസം എടുത്തുകൊണ്ട് വന്നപ്പം വ്യക്തമായി മറുപടി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ എഴുതിയിട്ടിട്ടുണ്ട്. മനുഷ്യനും ദൈവവുമായവൻ യേശുക്രിസ്തു, എന്നാൽ മനുഷ്യനും മൃഗവുമായവൻ എതിർ ക്രിസ്തു. ഇതൊരു വ്യക്തി തന്നെയാണ്, ഇത് വ്യക്തിയല്ല, ഒരു സിസ്റ്റമാണ് എന്ന് അനിൽ കൊടുത്തോട്ടം സാറ് പറയുന്നെങ്കിൽ എതിർ ക്രിസ്തുവിനെ ന്യായീകരിക്കുകയാണ്. ഇനി വേറെ തെളിവ് വേണം. അടുത്തത് അഭിലാഷ് മനക്കൻ അവിടെ വന്നിട്ട് പറഞ്ഞ അഗാധകൂപത്തിൽ നിന്ന് കയറി വരുന്നവനാണ് എതിർക്കും. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമെന്ന് വേദോത്സവം വ്യക്തമായി പറയുന്നു. ആ സമുദ്രം എന്ന് പറയുന്നത് ജനസാഗരത്തെ തന്നെ വ്യക്തമാക്കുന്നതെന്ന് ഇത് ചൊവ്വേ നേരെ വ്യാഖ്യാനിക്കുന്നവർക്കറിയാം. മനുഷ്യർക്കിടയിൽ നിന്ന് ഒരു മനുഷ്യനായി തന്നെ അപ്പോൾ തന്നെ ഈ മൃഗത്തിന്റെ സ്വഭാവത്തിൽ കയറി വരുന്ന ഒരുവനാണ് എതിർ ക്രിസ്തു. അതൊരു വ്യക്തി തന്നെയാണ്. അതിനെ വെറും സിസ്റ്റമാക്കി മാറ്റുന്നത് ന്യായീകരണത്തിന്റെ മറ്റൊരു തലമാണ്. കുതിരകളിലേക്ക് പോകുന്ന കാര്യം ലാർക്ക് എഴുതി, അവരെഴുതി, ഇവരെഴുതി. വേദപുസ്തകം പറയുന്നു, സാറ് ലാർക്കിന്റെ പരിഹസിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രദറൻ സിദ്ധാന്തത്തെ പരിഹസിച്ചോ ഏതെങ്കിലും വ്യാഖ്യാനം എഴുതിയ പുസ്തകത്തെ നോക്കിക്കൊണ്ടോ സാർ ഈ കുതിരകളെ, ഉദാഹരണത്തിന് ചുവന്ന കുതിര, അത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിരയ്ക്ക് കിട്ടുന്ന ഒരു സംഗതിയുണ്ട്. എന്താ അറിയോ? സമാധാനം എടുത്തു കളയേണ്ടതിന് വാൾ. അത് കമ്മ്യൂണിസത്തിന്റെ തത്വമാണെന്ന് സാറ് തുറന്നങ്ങ് പറ. അത് സാറ് തുറന്ന് പറയുമ്പോഴല്ലേ അതിന്റെ അനന്തരമായിട്ടുള്ള മറുപടി കിട്ടത്തുള്ളൂ. ഈ ഭൂമി നടന്നുകൊണ്ട് സാറിന്റെ വാദങ്ങൾ അനുസരിച്ച് എതിർ ക്രിസ്തു വന്നു, എതിർ ക്രിസ്തുവിന്റെ മുഖം നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ തീർത്തു പറയുന്നു, ദൈവസഭ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം എതിർ ക്രിസ്തുവിന് പ്രത്യക്ഷപ്പെടുവാൻ കഴിയത്തില്ല. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ദൈവസഭയ്ക്കില്ല. സാറ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇവിടെ യേശു ഇനി ഒറ്റ വരവേ ഉള്ളെന്ന്. സാറിന്റെ കയ്യിലോ പോസ്റ്റ് ട്രിപ്പ് ദുരുപദേശകരുടെ കയ്യിലോ വല്ല എഴുതി തന്നിട്ടുണ്ടോ? വാക്യമുണ്ടോ ഒറ്റ വരവേ ഉള്ളെന്ന്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2ാം വരവിന് അടയാളമുണ്ട്, പക്ഷെ ഉൽപ്രാവണത്തിന് അടയാളമില്ല. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ മറുപടി യേശു പറയുമ്പോൾ ലോകാവസാനത്തിനും യുഗാവസാനത്തിനും എന്ന ശരിക്കും അതിൻ്റെ അർത്ഥം അവസാനത്തിനും നിന്റെ വരവിനും എന്തടയാളമെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി യേശുക്രിസ്തു മഹോപദ്രവം അടക്കമുള്ള വസ്തുതകളെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത്. അതിൽ ദാനിയേൽ പ്രവാചകന്റെ പദമടക്കം ഖണ്ഡികയടക്കം എടുത്തുകൊണ്ട് മത്തായി സുവിശേഷം 24-15 മുതലുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഈ വസ്തുതകളെ നിരാകരിച്ചുകൊണ്ട് അവിടെ ഉൽപ്രാവണം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചേ അല്ല പറയുന്നത്. യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് അനേകം അടയാളങ്ങളുണ്ട്. വചനം ശരിയായ രീതിയിൽ പഠിക്കുന്ന ഒരാൾക്കറിയാം, ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതും സഭയുടെ ഉൽപ്രാവണവും 2 കാര്യങ്ങളാണ്. സഭയുടെ ഉൽപ്രാവണം യേശു ക്രിസ്തു ആകാശമേഘങ്ങളിൽ വരുമ്പോൾ എടുക്കപ്പെടുന്നതാണ്. അത് യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴമാണ് ഉൽപ്രാവണം. അത് ദൈവസഭയുടെ പ്രത്യാശയാണ്. അതിന് അടയാളം നോക്കിയിരുന്നു, കലണ്ടർ നോക്കിയിരുന്നു. അതിന് ഗ്രിഗോറിയൻ ആവട്ടെ ലൂണാർ ആവട്ടെ, ഏത് കലണ്ടർ നോക്കിയിരുന്നോ കണക്ക് കൂട്ടാനോ ആ അടയാളം കണ്ടുതാണ്ട് ഇപ്പം നമ്മുടെ ഉൽപ്രാവണം പറയാൻ പറ്റത്തില്ല. പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ അനുകൂലിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ചൊവ്വേ നേരെ പുസ്തകം വായിക്കാതെ നവപണ്ഡിതന്മാരായ കുറേ പേര് ദാണ്ടടയാളം അവിടെ ദാണ്ടടയാളം ഇവിടെ റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് പേരുണ്ട്. ഞങ്ങൾ അങ്ങനെ പറയത്തില്ല. ഞങ്ങൾ ഇങ്ങനെ പറയൂ, യേശുക്രിസ്തുവിന്റെ വരവെടുത്തിരിക്കുന്നു. അത് സഭയോടുള്ള ബന്ധത്തിൽ സഭ അനുനിമിഷം ഒരുങ്ങിയിരിക്കുക. ഇത് വ്യക്തമായി പറയാൻ കഴിഞ്ഞില്ല. പിന്നെ സുവിശേഷ യോഗം എന്തിനാ? സാർ പറഞ്ഞ് 20 കൊല്ലമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്ന, അടുത്ത കൊല്ലം IPCയുടെ ഒരു
വരും വേദികളിൽ ചില ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളിലെ കൺവെൻഷനുകളിൽ ഞാനും സാറ് ഒരു വേദി പ്രസംഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം തന്നെയല്ല, അടുത്തടുത്ത ദിവസങ്ങൾ ഒരേ സ്ഥലത്ത് പ്രസംഗിക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അവിടെ എൻ്റെ പ്രത്യാശവാചകം ശക്തിയോടെ പ്രസംഗിക്കും. യേശു ക്രിസ്തു സഭയെ ചേർക്കാൻ വരുന്നു, ഒരുങ്ങിക്കൊള്ളുക, സുവിശേഷം മതി. പക്ഷേ ഞാൻ സാറിനോട് ചോദിക്കട്ടെ, അവിടെ അടയാളം നോക്കി ഇന്ന അടയാളം നോക്കിയിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലാവധി ഗണിച്ചു കൊടുക്കാനോ ഒന്നും ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞ വസ്തുതകളെ എതിർ ക്രിസ്തുവിനെ ന്യായീകരിക്കുക എന്നുള്ള കാര്യം സാറ് തന്നെ ഇവിടെ ചെയ്തു കാണിച്ചു, ഇവിടെ സ്വന്തം വാക്കുകളിൽ. പിന്നെ കൃപായുഗം നിഷേധിക്കുക, യുഗാവസാനം, യുഗപരമായ പഠനങ്ങൾ തുടങ്ങിയ വസ്തുതകൾ ഞാൻ പറഞ്ഞത് സത്യമാണ്, സാർ അംഗീകരിച്ചും കഴിഞ്ഞു. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും തെളിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വീഡിയോസും മറ്റു കാര്യവും, സാർ അത് വേണ്ടാന്നും പറഞ്ഞു. അപ്പം എനിക്കിതിനകത്ത് പറയാനുള്ള കാര്യം ഇത്രയുമേ ഉള്ളൂ. ഞാൻ ആരോപിച്ച വിഷയങ്ങളിൽ ഭൂരിഭാഗം സാർ അംഗീകരിച്ചു, മറ്റുള്ളത് സാർ അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്നു. പക്ഷെ തത്വത്തിൽ അതിനെ സാർ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത്രയും ഈ വിഷയത്തിന് ഇനി സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഓക്കെ, ഹലോ. അങ്ങനെ പ്രിൻസ് ആശ്വസിക്കുന്നത് നല്ലതാണ്. ഞാനതെല്ലാം അംഗീകരിച്ചു. എങ്കിൽ പിന്നെ നമുക്ക് ഡിബേറ്റ് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. കാരണം ചോദ്യവും ഞാൻ, ഉത്തരവും ഞാൻ, മറുപടി ഞാൻ, കൺക്ലൂഷൻ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല അദ്ദേഹം സമ്മതിച്ചു, അദ്ദേഹം ഉദ്ദേശിച്ചതല്ല ഞാൻ സമ്മതിച്ചു. കൊള്ളാം. ഭൂരിപക്ഷം അംഗീകരിച്ചെന്ന് ആദ്യം പറഞ്ഞു, ഭൂരിപക്ഷം അംഗീകരിച്ചില്ലെന്നാണ് ഞാൻ പറഞ്ഞു. ആ പ്രബന്ധം പോലും നിലനിൽക്കുകയില്ല. കാരണം അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് ആ പറയുന്നത്. ഇത് പണ്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എഴുതി വെച്ച സാധനം പേപ്പർ, ഈ പേപ്പറിലല്ലേ മോഡറേറ്റേഴ്സ് പറയട്ടെ. ഇതൊന്നും ഇദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റില്ല. ഞാൻ ഇത് ക്രിസ്തുവിനെ ന്യായീകരിച്ചത്. ഈ ന്യായീകരിക്കാന്ന് അതിൻ്റെ അർത്ഥം ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ടിട്ട് അതിനെ നമ്മൾ ആ ആള് കുഴപ്പമില്ല, ചെയ്തത് നന്നായിരിക്കുന്നു എന്ന് പറയുക, അത് ഈ ന്യായീകരണം അല്ല. എനിക്ക് വേറെ അർത്ഥം മലയാളത്തിൽ അറിയത്തില്ല. ജസ്റ്റിഫൈ ചെയ്യുക, തെറ്റ് ചെയ്ത ആളുടെ തെറ്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതിനാണ്. കാരണം ഇവരെ അഭിപ്രായത്തിൽ എതിർ ക്രിസ്തു ഇതുവരെ വന്നിട്ടില്ല, വരാത്തവനെ ഞാൻ ന്യായീകരിച്ചു. അതെന്തോ കൃപയായിരിക്കും. ഇവരെ വന്നിട്ടുമില്ല, വരാത്ത ആളിനെ ഞാൻ ന്യായീകരിച്ചു. അടുത്ത കാര്യം, ഇത് പണ്ഡിതന്മാരുടെ കൃതി നോക്കിയല്ല പറയേണ്ടത്, ബൈബിളാണ്. ബൈബിൾ നോക്കി ഇത് എതിർ ക്രിസ്തു ആണെന്ന് പറഞ്ഞേ എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അടുത്തത് ഹർപ്പാസോ അല്ല റാപ്ചർ, അത് ലാറ്റിൻ വേർഡാണ്, ഇത് ഗ്രീക്ക് വേർഡാണ്. അതിന് തത്തുല്യമായി ഉൾപ്രാവണം എന്ന പദം പതിഞ്ഞു പോയതാണ് നമ്മുടെ സമൂഹത്തിൽ. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം ഉൾപ്രാവണം ഇല്ലെന്ന് നിരസിച്ചതല്ല, അദ്ദേഹം അത് പറയാൻ എനിക്കറിയാം. ഞാൻ അതുകൂടെ ഒന്ന് പേര് പറഞ്ഞു, ഈ ഒരു പദത്തെ പിടിക്കും. അതിന്റെ പ്രശ്നം അതാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നം ഒരാൾ പറയുന്നത് എന്താണെന്ന് ഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ഡിബേറ്റ് ചെയ്യാനേ പ്രയാസമാണ്. അതാണ് പണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. എന്താണ് ഒരു ഇൻട്രൊഡ്യൂസർ, ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ പറയുന്നത് എന്താണെന്ന് ഗ്രഹിക്കാതെയുള്ള പ്രതികരണത്തിന്റെ പ്രശ്നമാണിത്. ഇപ്പൊ വേണേൽ നാളെ മുതൽ പറയാം ഉൾപ്രാവണം ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെയല്ലത്. ഈ പദം വന്ന വഴികളൊക്കെ പഠിക്കണം. പിന്നെ ക്ലാസിക്കൽ പ്രീന്ന് ബൈബിളിലുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രസകരമായൊരു ചോദ്യം. അത് നിങ്ങൾ തന്നെ വിധിക്കും. ഞാൻ ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടത്? മോഡറേറ്റേഴ്സ് പറ. ക്ലാസിക്കൽ പ്രീന്നുണ്ടോ? ഒരു പ്രീന്നും ബൈബിളില്ല. ഇത് സിദ്ധാന്തങ്ങളാണ്, മനസ്സിലായില്ലേ? ക്ലാസിക്കൽ പ്രീന്ന് ഞാൻ ഉണ്ടാക്കിയതല്ല. ഹലോ. അപ്പോൾ മാന്യ സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ ഭൂരിപക്ഷവും ഞാൻ അംഗീകരിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭൂരിപക്ഷം അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്നാണ് ഇവിടെ തെളിഞ്ഞത്. കാരണം പിതാവിൻ്റെ ഭവനം ഒലിവുമലയിലാണെന്ന് ഞാൻ പറഞ്ഞായിട്ട് തെളിയിക്കാവോ? അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. വ്യാഖ്യാനിക്കരുത്. എനിക്കൊരാളുടെ വ്യാഖ്യാനം വേണ്ട. ഞാൻ പറഞ്ഞിരിക്കണം, ഈ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിരിക്കണം. അത് പറ്റുമോ? ഇതാണ് എൻ്റെ ചോദ്യം. അത് ആ ചോദ്യ സമയത്ത് നമുക്ക് ആയിക്കോട്ടെ. ഈ നാവ് കൊണ്ട് അൽക്കുടത്തോടം പറഞ്ഞ വീഡിയോ കാണിക്കാം. വേറെ ന്യായീകരിച്ച വീഡിയോ ഒന്നും എനിക്ക് കേൾക്കണ്ട, വ്യാഖ്യാനം എനിക്ക് കേൾക്കണ്ട. എനിക്ക് മലയാളം അറിയാവുന്ന ആളാണ്. ഞാൻ പറഞ്ഞത് കാണിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ദൈവപിതാവിൻ്റെ ഭവനം ഒലിമലയാണെന്ന് ഞാൻ പറഞ്ഞത് കാണിക്കാമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ് ഇവിടെ വെച്ച് അംഗീകരിച്ച് കേട്ടോ. അത് നിങ്ങൾ വ്യാഖ്യാനിച്ച് പോക്കൂല. ഞാൻ ഈ നാവ് കൊണ്ട് പറഞ്ഞിരിക്കണം. അല്ല, എൻ്റെ ഒരു വീഡിയോ കേട്ടിട്ട് ഇത് ഇങ്ങനല്ലേ, അത് അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനല്ലേ, ഇതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. അത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇത് ആരോപണമാണ്. ഇത്രയും വലിയ ബോഷ്ക്ക് പറഞ്ഞിട്ട് അതിൽ ഉറച്ചു നിൽക്കുക. ഇപ്പോഴും എങ്ങനെ ഈ ചർച്ച മുമ്പോട്ട് പോകും? വെറും വ്യാജത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നവർക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. വേറൊണ്ണം പറഞ്ഞു അത് ഇടുന്ന ആ ക്ലിപ്പും നമുക്കറിയാം സ്ഥിരം. അങ്ങനെയാണ് ഞാൻ ക്ലിപ്പ് എടുത്ത് കളഞ്ഞാൽ പോരെ. ആ ക്ലിപ്പ് ഞാനെന്താ കളയാൻ വെച്ചിരിക്കുന്നത്? എന്താ ഞാൻ പറഞ്ഞത്? ഉൾപ്രാവണം നടക്കുന്നു, റാപ്ചർ. ഇപ്പം ഞാൻ ഉൾപ്രാവണം എന്നൊരു വാക്ക് പറഞ്ഞു പോയി.
അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. മുമ്പേ പറഞ്ഞത് വീണ്ടും പറഞ്ഞു എന്നാവും. ആദ്യം ചെയ്യേണ്ടത് ഈ ഡിബേറ്റ് എന്താ, അതിൻ്റെ രീതിശാസ്ത്രം എന്താ, അതിൻ്റെ മാനദണ്ഡം എന്താ, ഡിബേറ്റർ എന്താ പറയുന്നത്, അത് ഗ്രഹിച്ചിട്ട് അതിനെ ആക്രമിക്കുക. ഫാലസികളെ ആക്രമിച്ചാൽ ഡിബേറ്റ് ആവില്ല. ആദ്യം കേൾക്ക്. സഭ എടുക്കപ്പെടുന്നു, സഭയോടുകൂടെ കർത്താവ് സഭയുമായി ഒലിമലയിലെത്തുന്നു. ഒലിമലയിലെത്തിയ ശേഷം ഹാർമഗിദോ യുദ്ധം, ആ സംഭവങ്ങൾക്കൊടുവിൽ 1000 ആണ്ട് വാഴ്ച, അതിനൊടുവിൽ കർത്താവ് നമുക്ക് ഗോഗുമാഗോഗ് യുദ്ധം, അതിനൊടുവിൽ നിത്യത. ആ നിത്യതയിൽ തന്നെ പുതുവാന ഭൂമി, പുതിയ യെരൂശലേം. ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെച്ചനുസരിച്ച് പിതാവിൻ്റെ ഭവനം ഒലിവുമലയിലാണെന്ന് ഇദ്ദേഹം വ്യാഖ്യാനിച്ചെടുക്കുകയാണ്. അതായത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അത് ഒലിവുമലയല്ല, പെട്ടെന്ന് യേശു അങ്ങോട്ട് കൊണ്ടുപോയി വ്യാഖ്യാനിക്കാനായിരിക്കുന്നത്. ഇതൊഴിച്ച് വേറെ ഏതെങ്കിലും പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ വെച്ച് ക്ഷമ. മറിച്ച് ഇത്തരം ചെയ്യുന്ന ആരോപിത കാര്യമാണ് താങ്കളുടെ നിലപാടെങ്കിൽ അത് ക്ഷമയൊന്നും പറയണ്ട. ഇത്തരം തെറ്റായ നടപടിക്രമങ്ങൾ നാളെ എങ്ങും ആവർത്തിക്കാതിരിക്കുക. അതാ ചെയ്യേണ്ടത്. എങ്കിൽ നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ബൈബിൾ പഠിക്കുക. അതാണ് ചെയ്യേണ്ടത്. വ്യാജ ആരോപണങ്ങൾ കൊണ്ടല്ല വാദം തെളിയിക്കേണ്ടത്. ഈ ആരോഗ്യം കഴിവൊക്കെ ശരിയായൊരു കാര്യത്തിന് ഉപയോഗിക്കുക. ഒരാൾ പറയുന്നതിനെതിരെ വെറുതെ ഒരാളോട് വിരോധം തോന്നിയിട്ട് എങ്ങനെ ആക്രമിക്കാം എന്ന ശൈലിയിലല്ല ഡിബേറ്റ് പോകേണ്ടത്. അത് പോട്ടെ. അടുത്തത് 70 ആഴ്ചവട്ടം തീർന്നു. നിങ്ങൾ ഈ സംഗതി തെളിയിച്ചിട്ട് പറ. അടുത്ത് നിങ്ങൾ കൃപായു കൊണ്ടെന്ന് ബൈബിളിൽ നിന്ന് കാണിക്കുക. എന്നോട് തന്നെ പറഞ്ഞല്ലോ പണ്ഡിതന്മാരെ പഠിക്കരുത്. നിങ്ങൾ ബൈബിളിൽ നിന്ന് കൃപായുഗം കാണിച്ചാൽ ഒരു യുഗം കാണിച്ചു തരാം, ഒറ്റ യുഗം. വേറെ ഒരു യുഗം കാണിച്ചു തരാം, ഒരു യുഗം. യുഗം എന്നൊരു പരാമർശമുണ്ട്, യുഗങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളത് പരാമർശമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വിധത്തിൽ സുശീല സാറിന് 12 യുഗം, അത് തന്നെ കേട്ടോണം. സുശീല സാറിന് 12 യുഗം, PN സക്കറിയായ്ക്ക് 7 യുഗം, ഹിന്ദുക്കൾക്ക് ഇഷ്ടം പോലെ യുഗമുണ്ട്. കലിയുഗം അവരുടെ, കലിയുഗം ഇപ്പോൾ അവരുടെ ഇഷ്ടം പോലെ യുഗമുണ്ട്. ഇതിൽ ഒരു യുഗം കാണിച്ചാൽ യുഗം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ബൈബിളിൽ അങ്ങനെ ഇല്ല, ഞങ്ങൾ പഠിക്കാനുണ്ടാക്കിയാന്ന് പറ. നിങ്ങൾ പഠിക്കാനുണ്ടാക്കിയ വഴിയെ ഞാൻ വന്നില്ലേ, അത് ദുരിതശാണ്. എങ്ങനെയാ നിങ്ങൾ പ്രീ ട്രിപ്പോ റിസർച്ച് സെൻ്ററോ എവിടെങ്ങാനും ഒരു മെതോളജി ഉണ്ടാക്കിയിട്ട് അത് വിശ്വസിക്കാത്തവൻ ദുരുദ്ദേശമാണോ? അങ്ങനെയാണെങ്കിൽ ഈ യുഗം വരുന്നതിന് മുമ്പ് ഇവിടെ പഠനം നടന്നിട്ടില്ലേ? ആ കൃതികളിവിടെ നിലനിന്നിട്ടില്ലേ? അഭിപ്രായങ്ങളിവിടെ നിലനിന്നിട്ടില്ലേ? യുഗം വിശ്വസിക്കാത്തവൻ ഇതാണോ? യുഗപരമായി ദൈവം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ യുഗത്തിൽ ഇത്ര വരെ എന്നുള്ള വാദം നിങ്ങൾ സ്ഥാപിക്കാൻ ബൈബിളിൽ നിന്ന് കൊണ്ടുപോവാ, വാക്യം കൊണ്ടുപോവാ. വാക്യമില്ല എന്നൊരു കാര്യമില്ല. നിങ്ങൾ തന്നെ ഇപ്പോൾ വിഷയത്തിലെത്തി. കാരണം എന്താ? പണ്ഡിതന്മാരൊന്നും വേണ്ട, നമുക്കിതിലേക്ക് പോവാം. ശരി, ഞാൻ ബൈബിൾ സെൻറ്റേഡായ ചർച്ചയ്ക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. പറയൂ, എവിടെയാണ് യുഗമുള്ളത്? പറയാമോ? യുഗങ്ങൾ കാണിക്കണം. 7 യുഗമോ 9 യുഗമോ 12 യുഗമോ, നിങ്ങളുടെ യുഗം എത്രാന്ന് കാണിച്ചു തരണം. അടുക്കും ചിട്ടയിട്ട് യുഗം കാണിച്ചു തരണം. ഒരു യുഗമെങ്കിലും ആ പേരിനാൽ കാണിച്ചു തരണം. ഇല്ലെങ്കിൽ പറയാം ഞങ്ങൾ ഇട്ടതാ, പഠന സൗകര്യാർത്ഥം ഞങ്ങൾ ഇട്ടതാ. എന്നിട്ട് ഞങ്ങളോട് പറയുക അത് നിങ്ങൾക്ക് വേറെ പേരിട്ട് വിളിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യണം പറ്റണം. നിങ്ങളുടെ പഠന മെത്തഡോളജി എല്ലാം മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിൽ അത് ദുരുപദേശമാകുമോ? എനിക്ക് ബൈബിളേ ഉള്ളൂ മാനദണ്ഡം. അതാണ് പ്രധാനം. വ്യാഖ്യാന ഗ്രന്ഥമൊക്കെ ഉണ്ട്, അതൊക്കെ 2, 3, 4 സാധനങ്ങളുള്ളതാണ്. അതിൽ ലേറ്റസ്റ്റ് കണ്ടെത്തൽ വരുമ്പോൾ അതും കളയും. കണ്ടെത്തൽ നിങ്ങളുടെയും വ്യാഖ്യാനം മാത്രമേ ഉള്ളൂ. 4-ന്റെ 1 എതിർ ക്രിസ്തു അപ്പുറത്ത് എഴുതി വെച്ചിട്ടില്ല. 4-ന്റെ 1 എതിർ ക്രിസ്തു വരുമെന്നല്ല, വെള്ളക്കുതിര വരുമെന്നേ ഉള്ളൂ. അപ്പോൾ റിട്ടേൺ വരുമൊന്നുമില്ല, ലോകശക്തികളൊന്നും വരുമെന്നില്ല. 4 ബിംബത്തിൻ്റെ 4 പാർട്സ് കാണിച്ചിട്ട് അവിടെയും കൃത്യം ഇങ്ങനെ വെച്ചിട്ടില്ല. ചെറിയ സൂചനകളുണ്ട്, ചെറിയ സൂചനകൾ. ആ സൂചനകളെ ആധാരമാക്കിയാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ ധരിച്ചു വെച്ചല്ല അതേപടി ചിന്തിച്ചാൽ അത് ഉപദേശം. ബാക്കി ഒരുവൻ വിപരീതമായിട്ടോ വ്യത്യസ്തമായോ പറഞ്ഞാൽ അത് കൾട്ട്. എന്തൊരു മാനദണ്ഡം? അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ കേന്ദ്രീകരിച്ച് ഈ ചിന്ത പറയാൻ സാധിക്കണം. അടുത്തൊരു കാര്യം, യുഗപര പഠനങ്ങളെ തള്ളിപ്പറഞ്ഞു. യുഗപര പഠനങ്ങളെ പണ്ടേ തള്ളിയ കേസാണ്. അതൊക്കെ നിങ്ങൾക്ക് പണ്ടേ തള്ളേണ്ടതാണ്. അതിനകത്ത് ഇത്രയും കുഴപ്പമുണ്ടാക്കി വെച്ചാൽ ബ്രദറുകാരുണ്ടെന്ന സാധനമാണ്. ഈ ബ്രദറൻ മുഖം ചുമക്കേണ്ട ഗതികേട് പെന്തിക്കോസ്തുകാരുണ്ടായി. അന്യഭാഷ പറയുന്ന ആള് മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട 3 തവള പറയുന്ന മൊഴികൾ അന്യഭാഷയാണെന്ന് പറഞ്ഞ വിവരദോഷത്തെ പിന്തുണയ്ക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായിരിക്കുന്നു. അത് നിങ്ങൾ തള്ളിക്കളാം. ആ സ്പിരിറ്റിൻ്റെ ഓപ്പറേഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിങ്ങനെ പറയാൻ തോന്നുന്നത്. യുഗമൊന്നുമല്ല പ്രധാനം. ദൈവം യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ. തൻ്റെ വാക്ക് മാറ്റാൻ അവന് കഴിയില്ല. ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോവും, അവൻ്റെ വാക്കിന് മാറ്റമില്ല. ഒരു നിലപാടിനും മാറ്റമില്ല, ഒരു പ്രവൃത്തിക്കും മാറ്റമില്ല. ന്യായപ്രമാണം പോലും നിവർത്തിക്കുക ചെയ്തത്. ന്യായപ്രമാണം ചോദിച്ചത് നിവർത്തിച്ചിട്ടാണ് ദൈവം നമുക്ക് പുതുനിയമം സ്ഥാപിച്ചു തന്നത്. അതുപോലും അങ്ങനെ ഒരു കാലഘട്ടമായിട്ട് പറയാനായിട്ട് ഒരു ലോക്കലിന് കൊടുത്ത നിയമമാണ്, യൂണിവേഴ്സൽ ഒന്നുമല്ല. അടുത്ത ഏത് ക്രിസ്തുവിനെ ന്യായീകരിച്ചു, അത് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത്. ഏത് ക്രിസ്തുവിനെ ന്യായീകരിച്ചു അത് പറഞ്ഞു തുടങ്ങിയല്ലോ. വെളിപ്പാട് 6 പറയുന്ന കുതിരകളെ ബ്രിട്ടനും കമ്മ്യൂണിസ്റ്റുമാക്കി. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. വേറൊരു കാര്യം കൂടി, എൻ്റെ ഈ അഭിപ്രായം ഇരുമ്പുലൊക്കെ ഒന്നുമല്ല. നല്ല ഫൈൻഡിങ്സ് വരുമ്പോൾ ഞാനത് മാറ്റും. പക്ഷേ എതിർ ക്രിസ്തുവാണ് എന്ന് തെളിയിക്കാൻ ബാധ്യതയുള്ളവർ ബൈബിളിൽ തെളിയിക്കണം. ബൈബിളിൽ നിന്നാണ് തെളിയിക്കേണ്ടത്. പിതാക്കന്മാർ 2 പറഞ്ഞിട്ട് തെളിവ് തരാം. ഇതുപോലെ തന്നെ
നിങ്ങൾ ഈ പിതാക്കന്മാരെ പഠിപ്പിക്കുന്നതല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഉൽപ്രാവണത്തിന് അടയാളമില്ല, സെക്കൻഡ് കമ്മിങ്ങിന് അടയാളം ഉണ്ട്. അങ്ങനെയാണോ? ഉൽപ്രാവണോ സെക്കൻഡ് കമ്മിങ് 2 തവണ നടക്കുന്നതാണോ? സെക്കൻഡ് കമ്മിങ്ങിനോട് അനുബന്ധിച്ച് കിടക്കേണ്ട ഉൽപ്രാവണം കണക്റ്റഡ് ആണത്. അതിന് ആ ഇൻസിഡൻറ്റിന് അടയാളമുണ്ടോ? അടയാളം ഉണ്ടത് ബൈബിളിൽ വ്യക്തമായിട്ട് കിടക്കുന്നു. ഇഷ്ടം പോലെ അടയാളങ്ങൾ നമ്മുടെ പൂർവികന്മാർ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും പ്രസംഗിക്കുന്നു. നിരവധി അടയാളങ്ങൾ യേശു താൻ പഠിപ്പിച്ച കാര്യമാണത്. മത്തായി 24, മാർക്കോസ് 13, ലൂക്കോസ് 21 യേശു തൻ്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരയണം. അടയാളം കൃത്യമായി പറഞ്ഞ യേശുവിൻ്റെ വാക്കിനെ നിഷേധിക്കുകയാണോ സത്യത്തിൽ ചെയ്യേണ്ടത്? നമുക്ക് ചർച്ചയെ കൊണ്ടുവരാം. യേശുവാണ് പറഞ്ഞത്. തെറ്റുപറ്റാത്തവൻ ഒരുവനെ ഉള്ളത് യേശുവാണ്. പൗലോസിന് പോലും തെറ്റുപറ്റിന് തെളിവുണ്ട്. തലമട്ടയടിച്ചുകൊണ്ടൊക്കെ പോയത്. ഇതൊക്കെ ഇവിടുന്ന് പറയുമ്പോൾ പേടിക്കണം. കാരണം ഇത്രയും വെട്ടിയെടുത്തിട്ട് ആഘോഷിക്കും പൗലോസിന് തെറ്റുപറ്റാത്ത എന്നൊക്കെ പറയുന്ന രീതി. ഇതുകൊണ്ടാണ് ഞാൻ ഡിബേറ്റുകൾക്ക് തയ്യാറാകാത്ത ചില ആളുകളോട്. കാരണം പറയുന്നതല്ല പുറത്തു വരുന്നത്. അവർക്കത് ഗ്രഹിക്കണ്ട. സത്യം എന്തെന്ന് ഗ്രഹിക്കണ്ട, നിലപാടെന്തെന്ന് ഗ്രഹിക്കണ്ട, പറയാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നും സൈമണിസ്റ്റുകൾ ചെയ്യുന്നത് എന്താ? സൈമണിസ്റ്റുകൾ ചെയ്യുന്നത് സംസ്കൃത പണ്ഡിതനാണെന്ന് തെളിയിക്കുക. അതല്ലാതെ വേറെന്താ അവർ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ടില്ല ഒരു സൈമണിസ്റ്റും. താങ്ക് യു. ഓക്കെ, ഒരു സൈമണിസ്റ്റും ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ദുരുപദേശങ്ങളും വേദവിരുദ്ധതയുമാണ്. ഇവർ തെളിവ് വരുന്നല്ല ഉള്ളൂർ പരിഹസിച്ച കാര്യമാണ്. ആ കാര്യം മനസ്സിലാക്കണം. ബ്രദർ ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആരെയാ? പോസ്റ്റിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരെയാ? ബ്രദറാണ്. മറുഭാഷാ നികഷം പോലെയുള്ള വിഷലിപ്ത കൃതികൾ എഴുതിയ ആളുകളെ, ആ മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന തവളകളുടെ ജൽപ്പനമാണ് അന്യഭാഷ എന്ന് പറഞ്ഞ ആത്മനിറവിനെ നിഷേധിക്കുന്ന പരിഹാസികളെ, വചനവിപരീത ഏറ്റവും ആധികാരികമായി പഠിപ്പിക്കുന്ന ആളുകളുടെ ചിലവിൽ അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ട് ഇപ്പുറത്തെ ഇത് മറ്റേ കൂടെ കാണണമല്ലോ, 2 വശം കാണണമല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഒരാൾ നമ്മോട് സഹകരിക്കുന്നതും ഒരാളെ പിന്തുണയ്ക്കുന്ന ഉപദേശം കൊണ്ടല്ല. ബ്രദറുകാരോട് ഞാനും സഹകരിക്കുന്ന ആളാണ്. പക്ഷേ ഇതിൻ്റെ അർത്ഥം പോസ്റ്റുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ അവർ 2 കമൻ്റ് ഇട്ടാലുടൻ ഞാൻ പോസ്റ്റ് ട്രിബ് ദുരുപദേശങ്ങളെ ന്യായീകരിച്ചു എന്നല്ല. അങ്ങനെയല്ലത്, മനസ്സിലാക്കണം. ഇത് വ്യക്തിവിദ്വേഷത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതിനകത്ത് കൂട്ടി ചർച്ച ചെയ്ത് കേൾക്കണോ? പോസ്റ്റ് ട്രിബിൻ്റെ കൂടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ചർച്ച ചെയ്താൽ ആദമ്യകാന്ഡം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടെ പോയി നിൽക്കുന്നു? പോസ്റ്റ് ട്രിബ് എന്താ? ഞാൻ എഴുതിയ ഒരു കവിത എന്താ? ആദമ്യകാന്ഡം. ഇത് വ്യക്തിവിദ്വേഷമല്ലാതെ പിന്നെന്താ? ഇതിനകത്തൊന്നും ആശയപരമായിട്ടുള്ള ഒരു സംഭവമില്ല. ഒരു കാര്യം കൂടെ ഒരു മിനിറ്റ് കൊണ്ടേ പറഞ്ഞേക്കാം. അതിനാ ഞാനൊരു കവിത പെരുന്നാളെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിശദീകരിച്ചാൽ ഇവർ ചോദിക്കേണ്ടത് എന്താ എഴുതിയെന്ന്. കുറ്റമാണ് ഞാൻ പറയുമ്പോൾ എനിക്കൊരു കാര്യമുണ്ട്. അതിനകത്ത് തെളിവില്ല, എഴുതില്ല. തെറ്റിപ്പോയത് സമ്മതിക്കും. അങ്ങനെയാ കവിതയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകളുടെ ആ സ്റ്റാൻഡേർഡൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസകരമാണ്. കവിത എന്താ, അതിൻ്റെ രീതിശാസ്ത്രം എന്താ, ഇതൊക്കെ കൂട്ടി പറയാൻ കാരണം അദ്ദേഹം ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ്. ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഇത് ഉപദേശപരമല്ല. അനിൽക്കൊടുത്തോട്ടോ എന്ന വ്യക്തിയോട് ചിലർക്കുള്ള പരിഹാസങ്ങൾ തീർക്കാൻ അവരൊരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുന്നു. സ്വാഭാവികമായിട്ട് ഒരുമിച്ച് കൂടുന്നു. ആ കൂടിയോരോ മുതൽ ലിസ്റ്റ് നമുക്കറിയാമല്ലോ. വ്യത്യസ്ത വിഷയങ്ങളിൽ എന്നോട് അഭിപ്രായ വ്യത്യാസമുള്ളവരെല്ലാം പ്രീ ട്രിബിൻ്റെ പുതിയ കാഴ്ചപ്പാടിൻ്റെ ബാനറിൽ ഒരുമിച്ച് കൂടുന്നു. അതിനെ സഹോദരൻ പ്രിൻസ് ലീഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അത് ബഷീറിൻ്റെ കഥയിലൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രമായിട്ട് ബഹുമാനപ്പെട്ട പ്രിൻസ് ചുരുങ്ങരുത്. എനിക്കതേ പറയാനുള്ളൂ. താങ്ക് യു. ബഹുമാനപ്പെട്ട പാസ്റ്റർ പ്രിൻസ് ആരോപിച്ച 3-ാമത്തെ പോയിന്റ്, പിതാവിൻ്റെ ഭവനം ഒലൂമലയിൽ എന്ന വിവരക്കേട് പറയുക. ഇതിനാസ്പദമായിട്ടുള്ള വസ്തുത എന്താണ്? ശ്രീ അനിൽക്കൊടുത്തോട്ടം അത്തരമൊരു പരാമർശം ഡയറക്റ്റായി പ്രത്യക്ഷത്തിൽ പറഞ്ഞുവെങ്കിൽ അതിനുള്ള ഖണ്ഡനം മറുപടിയാണ് താങ്കൾ. ഞാനിവിടെ ഈ ആരോപിച്ചു എന്ന് പറയുന്ന കാര്യം അദ്ദേഹം ചെയ്ത കാര്യമാണ്. അതിൻ്റെ കാരണം ഞങ്ങൾ ഉൽപ്രാവണത്തെ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ വാഗ്ദത്തം ചെയ്ത വാക്കുകളിൽ നിന്നാണ്. അവിടെ കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് അവിടെ ഇടമൊരുക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടമൊരുക്കുന്നത് പിതാവിൻ്റെ ഭവനത്തിലാണ്. അവിടെ ഇടമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വ്യാഖ്യാനം പറയരുത്.
ഡയറക്റ്റ് പറഞ്ഞതേ പറയാവൂ എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയല്ല ചെയ്യേണ്ടത്. സാറ് പറഞ്ഞു, ഇവിടെ പലതവണ പറഞ്ഞു, എടുക്കപ്പെടുന്നത് നേരെ ഒലിവുമലയിലേക്കാണ്. യേശുക്രിസ്തു പറയുന്നു, എടുക്കുന്നത് ഞാനിരിക്കുന്ന, അതായത് പിതാവിന്റെ ഭവനം നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുന്നതാണ്. സാറ് പറ, യേശു 14-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞ ഇടത്തോട്ടാണോ സഭയെ എടുക്കുന്നത്, അതോ സാറ് പറയുന്നത് പോലെ വേറെ വല്ലയിടത്തോട്ടുമാണ്? ഇത് രണ്ടും ഒന്നാണെങ്കിൽ അതിന്റെ അർത്ഥം അനിൽ കൊടുത്തോട്ടം പാസ് പറഞ്ഞ പിതാവിന്റെ ഭവനം എന്ന് പറയുന്ന വിഷയത്തെ ഒലിവുമല എന്ന് തന്നെയാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. അതിനകത്തുനിന്ന് ഉരുണ്ട് കളിച്ചിട്ട് ഞാൻ ഡയറക്റ്റ് പറഞ്ഞോ ഇൻഡയറക്റ്റ് പറഞ്ഞോ അതിന്റെ വീഡിയോ ഉണ്ടോ വോക്കൽ ഉണ്ടോ എന്നൊന്നും ചോദിക്കുന്നത് അർത്ഥമില്ല. വോക്കലുണ്ട്, സാറ് പറഞ്ഞു, ഇവിടെ തന്നെ ഇന്റർനെറ്റിന്റെ ചില പ്രതിസന്ധികളുകൊണ്ടാണ് ഇങ്ങനെ മുറിഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഒലിവുമലയിലേക്കുള്ള എടുക്കപ്പെടൽ അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചു വ്യക്തമായി പറഞ്ഞു. എടുക്കപ്പെടുന്നത് സഭ എടുത്തുകൊണ്ട് പോകുന്നത് ഒലിവുമലയിലേക്കാ. അത് കഴിഞ്ഞിട്ട് അർമഗദോൻ യുദ്ധം എല്ലാം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞേച്ച് പിന്നെ നിത്യത, അങ്ങനെ പുതുവാന ഭൂമി എന്നീ വസ്തുതകൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, വ്യക്തമായി പറയുന്നത്, യേശുക്രിസ്തു വന്ന് സഭയെ എടുക്കുന്നത് ഒലിവുമലയിലേക്കാണെന്നാണ്. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ പിതാവിന്റെ ഭവനത്തിൽ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുന്നു, ആ വാസസ്ഥലം ഒരുങ്ങിയാൽ നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. ഇത് വ്യക്തമായി പറയുമ്പം ഒന്നിൽ യേശു 14-ാം അധ്യായത്തിൽ പറഞ്ഞ അല്ല അനിൽ കൊടുത്തോട്ടം പാസ് പറയുന്നതെന്ന് പറയണം. അല്ല ഇത് രണ്ടും ഒന്നാണെന്ന് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം, അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം തീർത്തും പിതാവിന്റെ ഭവനം ഒലിവുമലയാണെന്ന ഒരു വ്യർത്ഥ ആശയമാണ്. അതെന്ന് ഡയറക്റ്റ് പറഞ്ഞു എന്ന് ചോദിക്കുന്നതിനകത്ത് എന്താ അർത്ഥമാവുള്ളൂ? ഒരു വസ്തുത പറയുമ്പോൾ ആ വസ്തുതയുടെ പരാമർശം ചിന്തിക്കരുത്, അതിന്റെ മറുവശം ചിന്തിക്കരുത്. കേൾക്കുന്നവരൊക്കെ അത് കേട്ടച്ച് പൊട്ടന്മാരായിരുന്നോണം എന്ന് ചിന്തിക്കാൻ തരവില്ല. അതുകൊണ്ട് അത് പറയരുത്. ഡയറക്റ്റ് പദം കൊണ്ടേ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉരുണ്ടുകളി മാത്രമാണ്. അതിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ. സാറ് വ്യക്തമായി ഇവിടെ തന്നെ പറഞ്ഞു, എടുക്കപ്പെടുന്നത് ഒലിവുമലയിലേക്കാണ്. അതുകൂടാതെ ഒലിവുമലയിലേക്ക് എടുക്കപ്പെട്ടെന്ന് പറഞ്ഞ പദങ്ങളുണ്ട്, വീഡിയോ തന്നെ ഉണ്ട്, സാറിന് അതറിയാം, സാറ് തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ തെളിവ് അതിന് വേണ്ട. പക്ഷെ വേദപുസ്തകത്തിൽ യേശു പറയുന്നു, നിങ്ങളെ ചേർക്കുന്നത് പിതാവിൻ്റെ ഭവനത്തിലാണ്. അപ്പം ആ പിതാവിൻ്റെ ഭവനം അങ്ങോട്ടാണ് കർത്താവ് നമ്മെ ചേർക്കുമെന്ന് വേദപുസ്തകം പറയുമ്പം യേശു പറഞ്ഞതല്ലാത്തൊരു കാര്യമാണ് പറയുന്നത് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയുന്നത്? പിന്നെ സാറ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അശുദ്ധാത്മാവും തവളയും ബ്രദറിനും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നു. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ. സാർ അത് 3-4 തവണ ഇവിടെ പറഞ്ഞു. ഏത് ആത്മാവിലാണ് സാറ് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇത്തരം പദങ്ങളൊന്നും സാറിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ സാറിന് ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് ഇത് സാറ് പറഞ്ഞവയാണെന്നും ഇതിന്റെ തെളിവുകളുണ്ടെന്നും ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ. ഇപ്പൊ പിതാവിന്റെ ഭവനം ഒലിവുമല എന്നുള്ള വിഷയത്തിനകത്തുള്ള കോൺസെപ്റ്റ് എന്താണ്, സാറ് പറഞ്ഞത് എന്താണ്, ബൈബിൾ എന്താ വ്യക്തമാക്കുന്നത്, യേശു എന്താ പറഞ്ഞേ, സഭ എന്താണ് മനസ്സിലാക്കുന്നത്, കേൾവിക്കാരൻ എന്താണ് മനസ്സിലാക്കുന്നത്, അത് അംഗീകരിക്കണം. അല്ലാതെ ഡയറക്റ്റ് പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് പറഞ്ഞത് തന്നെ അതിൻ്റെ അർത്ഥം. സാറ് പറയുന്നു എടുക്കപ്പെടുന്ന ഒലിവുമലയിലേക്കാണ്. അത് കഴിഞ്ഞ് ഒറ്റ വരവേ ഉള്ളൂ. ഇത് പോസ്റ്റ് ട്രിബുലേഷൻ്റെ അതേ കൾട്ടാ, ഇത് അതേ ദുരുപദേശമാണ്. അപ്പം ഇതിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ. സാർ വ്യക്തമായി പറഞ്ഞു എടുക്കപ്പെടുന്നത് ഒലിവുമലയിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് അർമഗദോൻ യുദ്ധവും അതിനിടയ്ക്ക് എതിർ ക്രിസ്തുവിൻ്റെ നാശവും അത് കഴിഞ്ഞ് പിന്നെ 1000 ആണ്ട് വാഴ്ചയും പുതുവാന ഭൂമിയും പിന്നെ നിത്യതയും ഒക്കെ സാർ. അപ്പം ഇതിന് വേറൊരു ആശയം കൂടെ. ദൈവസഭ കാത്തിരിക്കുന്ന കർത്താവ് വന്ന എന്ന് പറഞ്ഞാൽ ആകാശമേഘങ്ങളിൽ വന്ന് സഭ എടുക്കപ്പെടുമ്പം നമ്മൾ സ്വർഗത്തിൽ ചേരും എന്ന പ്രത്യാശയില്ല ദൈവസഭ കാത്തിരിക്കുന്നത്. പക്ഷെ സാറും പുതിയ കുറച്ച് നൂതന ആശയക്കാരും കാത്തിരിക്കുന്നത് കർത്താവ് വന്ന് പിന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്, ഇതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ പതുക്കെ 1000 കൊല്ലമൊക്കെ കഴിഞ്ഞേച്ച് അങ്ങ് കൊണ്ടുപോക്കോളാം, അപ്പം വീടൊക്കെ അവിടെ റെഡിയാക്കി ഇട്ടേക്കുക, പിന്നെ 1000 കൊല്ലം കഴിഞ്ഞ് പോകാം എന്ന് പറയുന്ന ഒരു അവസരവാദം, വ്യർത്ഥത, അതാണ് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ ആ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാനീ പറഞ്ഞത്. പ്രിൻസ് നിലമ്പൂരാണ് ആശയം ഉന്നയിച്ചത്. അപ്പോൾ യോഹന്നാൻ 14 അടിസ്ഥാനത്തിലാണ് ഉൽപ്രാപണം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം. ആ ഒരു ബേസിലാണ്
അദ്ദേഹം പറഞ്ഞത് സഭ എടുക്കപ്പെടുക എന്ന് പറയുന്നത് മേഘത്തിലോട്ട് എടുക്കപ്പെടും എന്നുള്ള ആശയം. അപ്പം യോഹന്നാൻ 14:1 ഉൽപ്രാപണം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം. അത് അവിടോട്ട് വന്ന് എതിരേറ്റ് ഒലിവുമലയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സാറിൻ്റെ നിലപാട്, വ്യാഖ്യാനം. അതുകൊണ്ടാണ് അദ്ദേഹം പിതാവിൻ്റെ ഭവനം ഒലിവുമല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രിൻസ് എത്തിയത്. അതെ, കറക്റ്റ് പറഞ്ഞു. അപ്പോൾ അത് വ്യക്തമായില്ലോ. 14:1 പറയുന്നത് എന്താ? പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അതാണ് സഭയെ ചേർക്കുക. ഉൽപ്രാപണം എന്ന വിഷയത്തിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനം അവിടെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ സാറ് ൻ്റെ വീക്ഷണത്തിൽ ആ ഭാഷ്യത്തിൽ സഭയെ അവിടെ മേഘത്തിൽ ചെന്ന് എതിരേറ്റുകൊണ്ട് കർത്താവുമായി ഒലിവുമലയിൽ വരുന്നു എന്നുള്ളതാണ്. അവിടെ വരുന്നു എന്നുള്ള, ഒലിവുമലയിൽ വരുന്നു എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പിതാവിൻ്റെ ഭവനം ഒലിവുമലയിലേക്ക് മാറ്റിയത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ 2 വൈരുദ്ധ്യങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നു. 1 പിതാവിൻ്റെ ഭവനം, 2 ഒലിവുമല. ഇതാണ്. ഓക്കെ, ആ ക്ലാരിറ്റിയാണ് ആവശ്യം അല്ലേ? ക്ലാരിറ്റിയാണ് ആവശ്യം. യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദത്തവും സാറ് പറഞ്ഞ ഒലിവുമലയും ഒന്ന് തന്നെയാണെങ്കിൽ അതിന്റെ അർത്ഥം പിതാവിന്റെ ഭവനം ഒലിവുമലയാണ്. ഓക്കെ, അല്ല അങ്ങനൊന്നും അല്ല, അങ്ങനല്ല. പ്ലീസ് ഗീവ് മീ ചാൻസ്, ഗീവ് മീ മൈ ചാൻസ്. അതായത് ഇപ്പോൾ പ്രീ ട്രിബ് ഭക്ഷ അദ്ദേഹം കൊണ്ടുവന്ന ആളാണ്, എൻ്റെ സുഹൃത്തൂടെ കേട്ടോ, ഇവിടെ പറഞ്ഞേക്കാം, നമ്മുടെ എല്ലാം സുഹൃത്താണ്. അപ്പോൾ അവരെ അദ്ദേഹത്തിൻ്റെ നിഗമനത്തെ വ്യക്തമാക്കി. ഞാനിത് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞെങ്ങനെയാണെന്ന് കേൾക്ക്. ആ സാറ് വ്യക്തമായിട്ട് പറഞ്ഞു, കർത്താവ് നമ്മളെ ചേർക്കാൻ മേഘങ്ങളിൽ, നാം കർത്താവിനോട് ചേർന്ന് മേഘങ്ങളിലേക്ക് എതിരേൽക്കാൻ. എതിരേറ്റ കർത്താവിനെ എതിരേൽക്കുക എന്ന ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വീകരിച്ച് നമ്മൾ ഒലിവുമലയിലെത്തുന്നു. അവിടെ നിൽക്കുകയല്ല, ഒലിവുമലയിലെത്തിയിട്ട് ഇവിടെ ഒത്തിരി ഘട്ടങ്ങൾ പിന്നെ കിടക്കുന്നു. ഇതിന് ശേഷമാണ് പിതാവിൻ്റെ ഭവനത്തിലെത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്നനുസരിച്ച് വീണ്ടും ക്ലാസിക്കൽ പ്രിയെന്നും പോയി. എന്താണെന്ന് എനിക്കറിയാം, എല്ലാ പ്രിയെന്നും പോയി. കാരണം ഇദ്ദേഹം പറഞ്ഞ സാറ് പറയുന്നു അതിന് ശേഷം 1000 ആണ്ടുണ്ട്, ഞാൻ പറയുന്നു 1000 ആണ്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ പിതാവിൻ്റെ ഭവനത്തിലെ നിത്യവാസം, അതെല്ലാം കഴിഞ്ഞ് തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞാൽ പുതിയ യെരൂശലേം, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിനകത്തൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ, എൻ്റെ ഈ ഓർമ്മയിൽ നിന്ന് പോകും. അതായത് നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നു, കർത്താവ് മേഘങ്ങളിൽ വരുന്നു. ഈ പ്രശ്നം ഉണ്ടായതിന് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു വിഷയത്തിൽ അന്ന് ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, മണിപ്പന്തൽ വിഷയമൊക്കെ എൻ്റെ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ. അന്ന് മണിപ്പന്തൽ പുനഃസ്ഥാപിക്കാൻ ഈ പറയപ്പെട്ടവരെല്ലാം കമൻറ്റിട്ട് 1000-ൽ പരം കമൻറ്റാവുന്നത്. മണിപ്പന്തൽ അവിടെ അങ്ങനെ ഒരു വാസമൊന്നുമില്ല. അങ്ങനെ മധ്യാകാശത്തിലൊരു വാഴ്ച ഇല്ല എന്ന് സ്ഥാപിക്കാൻ ആണ് ഞാനിത് പറഞ്ഞു ഇത്രയും സംഭവിക്കുന്നത്. മനസ്സിലായിക്കണോ? അതുവരെ ഇവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത് എന്താ? അവരൊരു മണിപ്പന്തലുണ്ട്. ആ മണിപ്പന്തൽ ഞാൻ മാത്രമല്ല, ബിജു വിൽപ്പി സാറുടെ കൂടിയാണ് വിളിച്ചത്. അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞു പാട്ടിൽ വന്ന ഒരു സംഭവമാണ്. ഇതെല്ലാം പറഞ്ഞു. വേറൊരു കാര്യമുണ്ട്, ആ കാലഘട്ടത്തിലെ പാട്ടുകൾ മുഴുവൻ ഉപദേശമാണ്. നല്ല വിവരമുള്ളവരുടെ പാട്ടാണ്, ഇപ്പോഴത്തെ പോലുള്ള പാട്ടല്ല. ആ പാട്ടിലെല്ലാം ഉപദേശമാണ്. യേശുനായക പാപ ശാപനാശക നിൻവരവിൻ ലക്ഷ്യങ്ങൾ ഞങ്ങൾ എങ്ങും കാണുന്നേ, ജാതിയോട് പോരിന് ആയുധങ്ങളാൽ വചനങ്ങൾ അവർ പാട്ടാക്കുമായിരുന്നു. അന്തിമ ദുർഘട സമയം ഇത്, അധർമ്മമൂർത്തി വരും മുമ്പ്, പ്രിയുണ്ടെന്നും അധർമ്മമൂർത്തി വരും മുമ്പ് എടുക്കപ്പെടുന്ന ഉപദേശമാണ് പറഞ്ഞത്. മാത്രമല്ല മണിപ്പന്തലിലൂടെ സ്ഥാപിച്ച വിഷയമല്ലേ. മണിപ്പന്തലുണ്ട്. ഇനി അടുത്തത് മധ്യാകാശ വാഴ്ച. മധ്യാകാശ വാഴ്ച എന്നൊരു പദം കാണിക്കോ? അവർ തള്ളിക്കളഞ്ഞു. നന്ന്. അതിന് ഞാൻ കാരണക്കാരനായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, വലിയ സന്തോഷമുണ്ട്. ഈ ചർച്ചകളിൽ ഏറ്റവും വലിയ ഗുണം ഈ മണിപ്പന്തലും പൊളിഞ്ഞു, മധ്യാകാശ വാഴ്ച തീർന്നു. അല്ലേ, ഞാൻ എൻ്റെ ക്ലാരിഫിക്കേഷൻ പറയട്ടെ, ഞാൻ ഇടയ്ക്ക് ഇടപെട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞത് അതെ, ഓക്കെ മോഡറേറ്റ് പറയുമ്പോൾ ഞാൻ ഇരിക്കും, ഞാൻ ഇടയ്ക്കിടവില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ
പറഞ്ഞു വന്നത് ഈ ഇടയ്ക്ക് കയറില്ല, എനിക്ക് മുറിഞ്ഞു പോകും കാര്യങ്ങൾ. മധ്യാകാശ വാഴ്ച പൊളിഞ്ഞപ്പോൾ ഇവർക്ക് പിടിച്ചിരിക്കാൻ വേറൊരു സംഭവമില്ല. അപ്പോഴേക്ക് പെട്ടെന്ന് പിതാവിൻ്റെ ഭവനം അനീഷ് കൊല്ലംകോട് കൊണ്ടുവന്നൊരു വാദമാണ്. എൻ്റെ സ്നേഹിതനാണ്, അതൊക്കെ എനിക്കറിയാം. അതായത് ഇതുകൊണ്ടാണ് ആളുകൾ കളിയാക്കുന്നത് മധ്യാകാശ വാഴ്ച വിട്ടിട്ട് നമുക്ക് 14:1 കയറാം എന്നൊരു ചിന്ത അദ്ദേഹമാണ് മുമ്പോട്ട് വെക്കുന്നത്. അതിൽ കൊണ്ടുവന്നിട്ട് റാപ്ചറും 14:1 കണക്ട് ചെയ്യാനേ പാടില്ല. 14:1 എപ്പോഴാണ് ഉള്ളത്? 14:1 അങ്ങ് പ്രതിഫല വിഹിതത്തിൻ്റെ കൂടെ അവിടെ കിട്ടുന്നതാണ്. പിതാവിൻ്റെ ഭവനത്തിലെ വാസസ്ഥലം അത് പുതിയ യെരൂശലേമല്ലേ? പുതിയ യെരൂശലേം അല്ലെന്നല്ലെങ്കിൽ നിങ്ങൾ പറയണം. പിതാവിൻ്റെ ഭവനത്തിൽ സഭയ്ക്ക് ഒരുക്കിയ വാസസ്ഥലം പുതിയ യെരൂശലേം. അല്ലെങ്കിൽ പറ റാപ്ചർ അങ്ങോട്ട് കഴിയുകയും പുതിയ യെരൂശലേമിൽ താമസിക്കും. അങ്ങനെയാണോ? പുതിയ യെരൂശലേം അല്ലാത്തൊരു വാസസ്ഥലം ബൈബിളിൽ നിന്ന് കാണിച്ചു തരണം. അല്ലെങ്കിൽ അവിടെയാണ് അനേക വാസസ്ഥലങ്ങൾ. അതിൻ്റെ ഉയരവും നീളവും വീതിയെല്ലാം കണക്കൂട്ടിയിട്ട് എസക്കിയേൽ സാറിനെ പോലുള്ള ആളുകൾ, അദ്ദേഹം പ്രീ ട്രിപ്പാ, അവരെ പോലുള്ള ആളുകൾ അതിൻ്റെ വസിക്കുന്ന ഇടങ്ങളും ഒക്കെ ശരിക്കും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണോ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പോകുന്നത്? എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അവിടെയാണോ പോകുന്നത്? അല്ല, അവരങ്ങനെ വിശദീകരിക്കട്ടെ. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതുവരെ പ്രീ ട്രിപ്പ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് നേരെ എടുക്കപ്പെടുന്നു മധ്യാകാശ വാഴ്ച. മധ്യാകാശ വാഴ്ച 7 കൊല്ലം. 7 കൊല്ലം. അപ്പോൾ ഈ മധ്യാകാശമായിരുന്നോ പിതാവിൻ്റെ വാസസ്ഥലം? അല്ലെ സാറെങ്കിലും പറ, അങ്ങനെ പഠിപ്പിച്ചവരുണ്ടോ പിതാക്കന്മാരിൽ? പെന്തുക്കോസുകാരുണ്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ എന്തിനാ കളഞ്ഞേ? നിക്കക്കളില്ലാതെ നിങ്ങൾ തന്നെ മണിപ്പന്തൽ തീർത്തു. ഇല്ല, ഞാൻ തകർത്ത മണിപ്പന്തലിന് നിങ്ങൾ ആശീർവാദം പറഞ്ഞു. നീയോ മണിപ്പന്തലെ പോയിക്കൊള്ളുക, കാലാവസാനത്തെങ്കിൽ ഓഹരി മേടിക്കാൻ വരുമോ നിങ്ങളാ പറഞ്ഞത്, ഞാനല്ല. ഞാനാ തകർത്തത്. എനിക്ക് അഭിമാനമാണുള്ളത്. കാരണം മണിപ്പന്തലിടുന്ന എതിർ ക്രിസ്തുവാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ മണിപ്പന്തലെടുത്ത് ക്രിസ്തീയമാക്കി മാറ്റി അർത്ഥം പഠിക്കാതെ ഉപയോഗിച്ചിട്ട് ഇരുന്ന ആളുകളുണ്ട്. അത് തിരുത്തണ്ടേ? തിരുത്തപ്പെടേണ്ടതാണത്. അത് തിരുത്തി. അതിന് പകരം പിതാവിൻ്റെ ഭവനം ഒലിവുമലയിലാണെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. മനസ്സിലായില്ലേ? നമ്മൾ ചോദിച്ചിട്ട് ഡയറക്റ്റ് പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോയിന്റ് നമ്പർ 4 എന്ന് പറഞ്ഞിട്ടിരിക്കുക. അതിൽ കൊടുത്തോട്ടോ ഇങ്ങനെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യാഖ്യാനമാണ്. നിങ്ങൾ മാത്രം വ്യാഖ്യാനിച്ച കാര്യമാണ്. ഒരു പേഴ്സണിൻ്റെ വിഷലിപ്തമായൊരു കാഴ്ചപ്പാട് കൊണ്ട് ഉണ്ടാക്കിയൊരു വ്യാഖ്യാനമാണ്. ഞാൻ ഉത്തരവാദിയല്ല. ഞാനങ്ങനെ ഇന്നും പഠിപ്പിച്ചിട്ടില്ല, നാളെയും പഠിപ്പിച്ചു. ബാക്കി ഈ പറഞ്ഞ് ഞാൻ പഠിപ്പിക്കും. റാപ്ചർ, സെക്കൻഡ് കമ്മിങ്, യേശുവിനെ എതിരേൽക്കാൻ മേഘങ്ങൾ എടുക്കപ്പെടും. എതിരറ്റ് കാന്തയുടെ വാസസ്ഥലമാകുന്ന ഭൂമിയിലേക്ക് നമ്മൾ വരും, ഒലിവുമലയിൽ വരും. അല്ലെങ്കിൽ വേറൊരു പ്രശ്നം ഇവിടെ അവശേഷിക്കുന്നത്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ പോയി. അവിടെ എന്നേക്കും ഇരിക്കേണ്ടതിനാ, എന്നും വസിക്കേണ്ട ഇടമാണ്. 1000 ആണ്ട് വാഴ്ച ഇല്ലെന്ന് പറയേണ്ടി വരും. അതൊക്കെ പറഞ്ഞു വെച്ചിപ്പോൾ ഇവിടെ അതിവിടെ ക്ലിപ്പിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എന്തെല്ലാം അപകടം ചെയ്ത് പിന്നെ അറിയത്തുള്ളൂ. മോഡറേറ്റർ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പറ. സാറ് പറയുന്നു 1000 ആണ്ട് വാഴ്ചയുണ്ട്. കർമ്മ ഞാൻ പറയുന്നല്ല, വേർഡ് ഓഫ് ഗോഡ് സെയ്സ്. ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്നതാണ് പിതാവിൻ്റെ ഭവനത്തിലെ വാസം. അത് ജൂബിഷ് മാരേജുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ് നേരെ പോകുന്നത് കാന്തൻ്റെ വീട്ടിലോട്ടല്ല. ആ കൺസെപ്റ്റ് എല്ലാം വെച്ചാൽ പറയുന്നത്. നാളും നാഴി അറിയാത്ത വിഷയമൊക്കെ പറയുന്ന ആ കൺസെപ്റ്റൂടെ വെച്ചിട്ടാണ് നേരെ കാന്തയുടെ വീട്ടിലാണ് കാന്തനുമായിട്ട് വരുന്നത്. അങ്ങനെ ഒലിവുമലയിൽ വരും. ഒലിവുമല 2ആയി പിളരും. അവിടുന്ന് അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? അങ്ങ് പോയിട്ട് പിന്നെ ഇത് കർത്താവിൻ്റെ കൂടെ ഉണ്ടല്ലോ, സഭ കൂടെ ഉണ്ടല്ലോ, ഉത്തമഗീതത്തിലൊക്കെ പരാമർശം ഉണ്ടല്ലോ. വിശ്വസിക്കുന്നെങ്കിൽ അവിടെ എല്ലാം പരാമർശം ഉണ്ടല്ലോ. മരുഭൂമിയിൽ നിന്ന് പ്രിയൻ്റെ മേൽ ചാരി വരുന്നത് ഇവൾ ആരാണ്? ഇതൊക്കെ ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഇതിന് സംഭവിക്കേണ്ട പിന്നെ എപ്പോഴാണ്? 1000 ആണ്ട് വാഴ്ച സഭയില്ലെന്ന് പറയേണ്ടി വരികയില്ലേ? പിതാവിൻ്റെ ഭവനത്തിൽ, അതുകൊണ്ട് സഭയില്ല. അങ്ങനെയാണോ? നിങ്ങളങ്ങനെ പറയുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എനിക്കത് താല്പര്യമില്ല. നിങ്ങൾ പറയാത്തത് നിങ്ങളുടെ വായിൽ ആരോപിക്കുന്ന എൻ്റെ മര്യാദയല്ല. പക്ഷേ അബദ്ധമാണെങ്കിൽ നിങ്ങൾ ഇന്നത് പറഞ്ഞിട്ടുണ്ട്. അത് തിരുത്തുകയാണ് വേണ്ടത്. 1000 ആണ്ട് വാഴ്ച സഭയുണ്ട്. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ഗോഗുമാഗവും യുദ്ധമുണ്ട്. അത് കഴിഞ്ഞ് സഭയ്ക്ക് പ്രതിഫല വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രതിഫലം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിതാവിൻ്റെ ഭവനത്തിലെ വാസം. റാങ്ക് അനുസരിച്ച്, നിലയനുസരിച്ച്, പ്രവൃത്തിക്കനുസരിച്ച്, കർത്താവിനുള്ള സ്നേഹത്തെ ആധാരമാക്കിക്കൊണ്ട്. ഇതല്ലേ ബൈബിൾ പറയുന്ന സൗണ്ട് ഡോക്ട്രിൻ. അല്ല, ഒലിവുമലയിൽ വസിക്കുന്നു എന്ന് പറയുന്നത് ഒരാളെക്കുറിച്ച് നിങ്ങൾ ഊഹിച്ച ഒരു കാര്യമാണ് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ. ശരി, എനിക്ക് അതിനകത്തിനെയും നീട്ടാൻ ആഗ്രഹമില്ല. മോഡറേറ്റേഴ്സിൻ്റെ കമൻറ്റ് പറഞ്ഞത് ഇതിൻ്റെ അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. സോറി. ഏതായാലും ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുക. അനിൽക്കൊടുത്തോട്ടം സാർ പറയുന്നത് ഇത്രയും നേരം ഇവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കല്ല പോകുന്നത്, ഒലിവുമലയിലേക്കാണ്. അദ്ദേഹം ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു, സഭ എടുക്കപ്പെട്ടാൽ സ്വർഗത്തിലേക്കല്ല പോകുന്നത്, ഒലിവുമലയിലേക്കാണെന്ന് അദ്ദേഹം പറയുന്നു. ലെറ്റ് മീ കംപ്ലീറ്റ്. പിന്നെ അദ്ദേഹം മധ്യാകാശ വാഴ്ചയും മണിപ്പന്തലും ഒക്കെ എടുത്തുകൊണ്ട് വന്നു.
ഈ മണിപ്പന്തൽ എന്ന് പറയുന്നത് ഒരു ഗാനത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടി വന്നപ്പോഴേക്കും അധർമ്മമൂർത്തി വരും മുമ്പ് എന്നുള്ള പദവും വന്നു. പിതാക്കന്മാർ ഉപദേശപരമായി പറയുന്നതായിരുന്നു അന്നത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞേച്ച്. കർത്താവിന്റെ രണ്ടാം വരവിന് അടയാളങ്ങൾ ഉണ്ടെന്ന് ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഞങ്ങൾ തീർത്തു പറയുന്നു, എൻ്റെ സ്റ്റേറ്റ്മെന്റ് പറയുക, സഭയുടെ ഉൽപ്രാപണവും ഭൂമിയിലേക്കുള്ള കർത്താവിന്റെ രണ്ടാമത്തെ വരവും രണ്ട് സംഭവമാണ്. അതിനൊരു ഡൗട്ട് ഞങ്ങൾക്കില്ല, സംശയമില്ല. ഇത് തന്നെയാ പെന്തക്കോസ് ദൈവദത്ത ശാസ്ത്രം. ഇതിനകത്ത് കെ എബ്രഹാം അപ്പച്ചനോ ടി എൻ സക്രിയ സാറോ ടി ജി ഉമ്മച്ചൻ പാസോ ഇങ്ങനെയുള്ള ആളുകളൊന്നും ഒരു വ്യർത്ഥ ആശയവും പറഞ്ഞിട്ടില്ല. അവരെല്ലാം ആത്മാർത്ഥമായി അതിനെ അടിവരയിട്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയിൽ അത് വിശ്വാസ പ്രമാണങ്ങൾ ചേർത്തിട്ടുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പദത്തിലേക്ക് വരാം. വാക്യം യേശു പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്കിടമൊരുക്കുന്നത് സ്വർഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ. രണ്ട്, ഞാൻ ഇരിക്കുന്ന ഇടത്ത്. കർത്താവ് ഇരിക്കുന്ന ഇടം ഭൂമിയല്ല, കർത്താവ് ഇരിക്കുന്ന ഇടം സ്വർഗമാണ്. സ്വർഗം എൻ്റെ സിംഹാസനം, ഞാൻ ഇരിക്കുന്ന ഇടത്ത്. സാർ ഇവിടെ വേറൊരു വ്യക്തത പറഞ്ഞു. ജൂയിഷ് മാരേജുമായിട്ട് അതിന്റെ കോൺസെപ്റ്റുമായിട്ട് ബന്ധിച്ച് പറഞ്ഞു കാന്തയുടെ വീട്ടിലോട്ട് കൊണ്ടിരുന്നു. എനിക്ക് മനസ്സിലാണ്ട് വയ്ക്കുക, ദൈവസഭയുടെ വീട് ഏതാ? ഭൂമിയാണ്. സാറ് രക്ഷിക്കപ്പെട്ട നാൾ മുതൽ സാറിന്റെ പൗരത്വം ഭൂമിയാണോ? രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവവൈതലിന്റെയും പൗരത്വം സ്വർഗത്തിലാണ്. വീട് സ്വർഗീയ ഭവനമാണ്, പിതാവിന്റെ ഭവനമാണ്. ആ ഭവനത്തിലേക്ക് പ്രാണപ്രിയൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ളതാണ് ദൈവസഭയുടെ പ്രത്യാശ. അതിന് വിരുദ്ധമായി അനിൽ കൊടുത്തോട്ടം പാസ് ഇവിടെ അല്പം മുമ്പ് പറഞ്ഞതാണ് കാന്തയുടെ വീട്ടിലോട്ട് കൊണ്ടിരുന്നത്. കാന്തയ്ക്ക് ഇവിടെ വീടുണ്ടോ? ഏതാ വീട്? എവിടെയാ കാന്തയുടെ വീട്? ദൈവവചനമനുസരിച്ചോ ദൈവസഭ കാത്തിരിക്കുന്നത് സ്വർഗത്തിൽ നമ്മെ ചേർക്കാൻ, പിതാവിന്റെ ഭവനത്തിൽ കർത്താവ് ഇരിക്കുന്നിടത്ത്. ഇപ്പം ഒരു കാര്യം വ്യക്തമായി, സാറ് തീർത്ത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഉൽപ്രാവണം നടന്നാൽ ഉടനൊന്നും സഭ സ്വർഗത്തിൽ പോകത്തില്ല. ഒലിവുമലയിൽ പോവും, യുദ്ധവും കാര്യം. ഞങ്ങൾ അങ്ങനല്ല പറയുന്നത്. ഞങ്ങൾ പറയുന്നത് എടുക്കപ്പെട്ടാൽ സ്വർഗത്തിൽ കാന്തനോടുകൂടെ. മധ്യാകാശ വാഴ്ചയൊക്കെ സാറിന്റെ പരിഹാസത്തിന്റെ ഒരു ഭാഗമാണ്, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനൊക്കെ മറുപടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയേണ്ടി വന്നാൽ പറയും. മധ്യാകാശം എന്ന് പറഞ്ഞാൽ ഞാൻ സാറിനോട് ചോദിക്കട്ടെ, സാറിന് മധ്യാകാശത്തിന്റെ അളവ് അറിയാവോ? ഏകദേശം 2200 കിലോമീറ്റർ നീളമുള്ള പുതിയ ആകാശവും പുതിയ യെരൂശലേമിന്റെ 2200 ഏകദേശം. ആ ഏകദേശം ഞാൻ പറഞ്ഞേ, ഇതിന്റെ ആ നീളവും വീതിയും വെച്ച് നോക്കുമ്പം ഇത് ഭൂമിയിൽ തന്നെ കൊണ്ടുവന്ന് സ്ഥാപിച്ചെന്നിരിക്കട്ടെ സാറിന്റെ കണക്കിന്. ഇത് ഇത്രയും ഈ കണ്ട 1200 നാഴിക എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 1200 നാഴിക, 2200 എന്നുള്ളതിനകത്ത് എന്റെ കണക്കുകൾ തെറ്റുണ്ട്, കുഴപ്പമില്ല. 1200 നാഴിക. ഈ 1200 നാഴിക ദൂരം ഇത്രയും ഹൈറ്റ് ഉള്ള പുതിയ യെരൂശലേം എന്ന് പറയുന്ന ബിൽഡിംഗ് ഇത് നമ്മുടെ അവകാശമായി നിൽക്കുകയാണെങ്കിൽ, ഇന്നത്തെ നമ്മുടെ ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചൂണ്ടിക്കാണിക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും 10, 15, 50 കിലോമീറ്ററിന് അകത്തുള്ളതല്ലേ ഉള്ളൂ. ഇത് അവിടുന്ന് അങ്ങോട്ട് കിടക്കുകയല്ലേ. പിന്നെ 1200 നാഴിക എന്ന് പറയുന്ന ഒരു വലിയ കണക്ക്. സാറിന്റെ കയ്യിൽ മധ്യാകാശം ഇന്നത് വരെയാണെന്ന് സാറിന്റെ കണക്കുണ്ടോ? ഇല്ലെന്ന് പറയാൻ. സാർ എന്ത് വെച്ചാൽ ഈ മധ്യാകാശത്തെ പഴിക്കുന്നത്? നമ്മുടെ ഭക്തന്മാരായ പിതാക്കന്മാർ അവരുടെ പ്രത്യാശയിൽ എഴുതിയ പാട്ടിന്റെ വരികളെ എടുത്തു വെച്ചുകൊണ്ട് സ്വർഗീയവാസത്തെ പരിഹസിക്കേണ്ട കാര്യമുണ്ട്? ഒന്ന്, ഞങ്ങൾ പ്രീ ട്രിപ്പിന്റെ ഒരു ഘട്ടത്തിലും പറയുന്നില്ല, ഒരു കാവ്യത്തിലും ഇതിനകത്ത് എന്താ പറയുന്നത്, ഒരു ആധികാരിക രേഖയിലും പറയുന്നില്ല മധ്യാകാശത്തില്ല സ്വർഗമെന്ന്. ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നാണ് പറയുന്നത്. സ്വർഗത്തിന്റെ അതിരെവിടാ, വരമ്പെവിടാ, ആണി എവിടാ, കുറ്റി എവിടാ, മൂലക്കല്ല് എവിടാന്ന് ആ ദൈവത്തിനെ അറിയത്തുള്ളൂ, ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല. സാർ ഇല്ലാത്ത കാര്യം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുത്. പിന്നെ സ്വർഗത്തിൽ ചേർക്കുമെന്നുള്ളത് തന്നെ ഞങ്ങളുടെ പ്രത്യാശ. സാറിന് ആ പ്രത്യാശയില്ല, ഞങ്ങളെന്ത് ചെയ്യാനാ? അതിന് അപവാദം പറയരുത്. സാറ് പറയുന്ന അനുസരിച്ച് കർത്താവ് വന്ന് സഭയെ ചേർത്താൽ ഉടനൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. ഞങ്ങൾ അങ്ങനല്ല പറയുന്നത്. ഞങ്ങൾ പറയുന്നത് കർത്താവ് വന്ന് ഞങ്ങളെ ചേർത്താൽ സ്വർഗത്തിൽ പോകും, ഞങ്ങൾക്ക് അവിടെ പ്രതിഫലം ലഭിക്കും. എന്നാൽ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ അവരുടെ വാഗ്ദത്തങ്ങൾ അനേകം പ്രവാചകന്മാരിലൂടെ പറഞ്ഞതിന്റെ പൂർത്തീകരണം
മത്തായി സുവിശേഷം 24 അധ്യായത്തിന്റെ 31 പറഞ്ഞിരിക്കുന്ന എപ്പി സുനാഗോ എന്ന് പറയുന്ന പദം തന്നെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിരിക്കുന്ന കൂട്ടിച്ചേർക്കൽ, അതിനുവേണ്ടി ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വരുമ്പോൾ കാന്തനോടുകൂടെ മണവാട്ടിയും കാണും. ഇതാ ഞങ്ങളുടെ വിശ്വാസം. അതിന് വെളിപ്പാട് പുസ്തകം ഞങ്ങൾക്ക് മതിയായ തെളിവ് തരുന്നുണ്ട്. ഞങ്ങൾക്ക് അത് മതി. ഇതിനെല്ലാം ഡയറക്റ്റ് കുത്തി അങ്ങനെയാണെങ്കിൽ സാറ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സെബാസ്റ്റ്യൻ പുന്നക്കൽ പോലെയുള്ള ദുരുപദേശകരെ, അതിലെനിക്ക് സാറിനോട് അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. സാർ തൃത്വമുണ്ടെന്ന് അടിവരയിട്ട് തെളിയിച്ചു. ഇന്ന് ഇച്ചിരി തെറ്റിപ്പോയെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അർത്ഥത്തിൽ നെഗറ്റീവായിട്ട് എടുക്കല്ല. സാറിന്റെ കാര്യമല്ല പറയുന്നത്, തെറ്റരുത്, അതാ പറഞ്ഞത്. പീഡിയക്കലിന്റെ കാര്യം പറഞ്ഞേ. ഇദ്ദേഹവും തൃത്വം നന്നായി സമർത്ഥിച്ച് തെളിയിച്ചൊരു വ്യക്തിയാ ആര് പീഡിയക്കൽ. പുള്ളി കുറച്ച് കാലം നിന്നു, പക്ഷെ പിന്നീട് അദ്ദേഹം ഗ്ലോറിയസ് ഗോസ്പലിലേക്ക് പോയി. നമ്മൾ അദ്ദേഹത്തെ കൈവിട്ടു. ഈ ഗതി മറ്റാർക്കും വരരുത് എന്റെ ആഗ്രഹം. തൃത്വമൊക്കെ തെളിയിച്ചു. എവിടെ ഓരൊറ്റ വാക്യം തൃത്വം എന്ന പദം ഉണ്ടായിട്ടാണോ സാർ തെളിയിച്ചത്? അല്ല, തത്വത്തിലാണ് സാർ തെളിയിച്ചത്. ഞങ്ങളും അത് തന്നെ പറയുന്നത്. തത്വത്തിൽ പറയുന്നു സഭ സ്വർഗത്തിലെടുക്കപ്പെടും. നാം കാത്തിരിക്കുന്ന അതിനാണ്. ഒലിമലയിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും. യഹൂദനോടുള്ള ബന്ധത്തിൽ കർത്താവ് വരുമ്പോൾ കർത്താവിനോട് കൂടെ കാന്ത കാണും, വിശുദ്ധന്മാർ കാണും, ദൂതന്മാർ കാണും. എല്ലാം ദൂതനാണെന്ന് പറഞ്ഞ് അടിച്ചു കളയരുത്. അതുകൊണ്ട് ആത്മാർത്ഥമായി പറയട്ടെ, യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ച വാക്യം അനുസരിച്ച് ദൈവസഭയുടെ പ്രത്യാശ സ്വർഗത്തിൽ എടുക്കപ്പെടുമെന്നാണ്. എന്നിട്ട് കർത്താവ് വന്നു കഴിഞ്ഞു, അവിടെ വീടുണ്ട്, വീട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ ആകെ മെനക്കെട്ട് വീട് കാണാൻ ഇനി 1000 കൊല്ലം കൂടെ കാത്തിരിക്കേണ്ട ഗതികേട് സഭയ്ക്കില്ല. ഇപ്പോൾ ഒരു മിനിറ്റ്, ആശയഖണ്ഡനത്തിന് നന്ദി. 2 പദപ്രയോഗങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന്, രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ എന്നുള്ള പ്രയോഗം. അല്ല, അത് സാർ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ എന്നുള്ള പ്രയോഗം, അത് ഞാൻ പറയട്ടെ. 2, പ്രത്യാശയുണ്ടെങ്കിൽ എന്നുള്ള, നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ കർത്താവിൻ്റെ പറയട്ടെ. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു വാക്കിനെ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ എന്നുള്ളത് ആ ഒരു വാക്ക് ഇവിടെ അശുദ്ധാത്മാവും തവളയും ഇതെല്ലാം എടുത്തു വെച്ചോണ്ട് പിന്നെ അവരെ ചുമക്കുന്നു, ഇതെല്ലാം പറഞ്ഞതാ. ഒരു സെക്കൻഡ്. ഇത് പ്രീക്കാരെ പോലെയുള്ളവരെ ചുമക്കുന്നുവെന്നും അവരുടെ ഭാഷാ രീതികൾ ഇങ്ങനെയാണെന്നും മോശമാണെന്നും ഉള്ള ആരോപണം ആദ്യം ഉപയോഗിച്ചത് പാസ്റ്റർ പ്രിൻസ് ആണ്. വീഡിയോ ഇവിടെ ഉണ്ട്. സോറി, പോസ്റ്റുകാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞത് അങ്ങനെയാണ്. സോ അതിനെ ബന്ധിച്ച് ബ്രദറുകാരോട് കൂടി സംബന്ധിച്ച കാര്യത്തിലാണ് അവരുടെ വ്യാഖ്യാന പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചു. താങ്കൾ അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. താങ്കൾ അതേസമയം പോസ്റ്റുകാരെ അവരോട്ട് സമ്പർക്കം ഉണ്ടെന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതിനെന്താ ഞാൻ ചോദിക്കുന്നത്? ദേവദാസൻ ബിജുപാസ്റ്റോട് പറഞ്ഞത് രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, ഞാൻ പറഞ്ഞെന്താ, രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അവരുടെ പ്രത്യാശയും രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പറയാനുള്ളതും കാത്തിരിപ്പും സ്വർഗമാണ്. കർത്താവ് വരുമ്പോൾ സ്വർഗത്തിൽ ചേർക്കും എന്നുള്ളതാണ്. ആ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. തത്വമാണ് അവിടെ എടുക്കേണ്ടത്. അല്ലാതെ ആ പദം മാത്രം എടുത്തോണ്ട് രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ എന്ന് പറഞ്ഞ് സാറിനെ ആക്ഷേപിച്ചെന്നല്ല പറയേണ്ടത്. ഇത് കേട്ടിരിക്കുന്നവർക്ക് അനിൽ പാസ്റ്ററുടെ നേരെ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ അത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ചോദ്യത്തിന് ഓക്കെ. ഇവിടെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ ഒരു ചോദ്യത്തോടെയാണ് അടുത്ത ഇതിലേക്ക് കിടക്കുന്നത്. ചോദ്യത്തിന് ഒരു 3 മിനിറ്റ് വരെ. 3 മിനിറ്റ് മതി, 2 മിനിറ്റോ. ചോദ്യം നീട്ടിപ്പോവില്ല. അതായത് നമ്മുടെ ചോദ്യം ഈ വെളിപ്പാട് പുസ്തകത്തിൽ 1 Thessaloniki 2:2 വാക്യമാണ് നമുക്ക് സുപരിചിതമായ വാക്യം. അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമം, കർത്താവിൻ്റെ 2ാം വരവ്, അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമവും സംബന്ധിച്ച് വാക്യം വായിച്ച് കൽപ്പിക്കുന്നതായിരിക്കും യുക്തം. 2 Thessaloniki chapter 2 verse 2 onwards. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാളടുത്തിരിക്കുന്നു. നിങ്ങൾ സംസാരിക്കല്ല, അവിടെ ഇത് തെറ്റിപ്പോകും, അതുകൊണ്ടാണ്. അടുത്തിരിക്കുന്നു എന്ന് വച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിലുള്ളകയും ഞെട്ടിപ്പോകരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശോഗ്യനും അധർമ്മമൂർത്തിയുമായും വെളിപ്പെടുകയും വേണം. ഞാൻ വാക്യം മാത്രമേ തന്നുള്ളൂ.
ഇതിൽ പോസ്റ്റ് എന്നൊരു വിഷയത്തിലേക്ക് വലിച്ചെടുക്കുക. ഞാൻ വാക്യമാണ് തന്നിരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുന്നമേ അല്ലെങ്കിൽ ആദ്യം എന്ന പദം വ്യാകരണ പിശകോ പരിഭാഷ പിശകാണെന്ന് താങ്കൾക്കൊരു അഭിപ്രായമുള്ളതായിട്ട് അറിയുന്നു. അത് പരിഭാഷ പിശകാണോ ആണെങ്കിൽ ഓതറൈസ് ആയുള്ള ആ ട്രാൻസ്ലേഷൻ എന്താണ്, ആ ട്രാൻസ്ലേഷനെ നിങ്ങൾ അവലംബിച്ച ശൈലി എന്താണ്, ഏത് വൈയാകരണൻ്റെ ഹെൽപ്പാണ് നിങ്ങൾ തേടിയത് ഭാഷയാകുമ്പോൾ, അല്ലെങ്കിൽ ഏത് ഡിക്ഷണറിയാണ് അവലംബം, അല്ലെങ്കിൽ ഏറ്റവും യുക്തമായ പരിഭാഷയുള്ള ബൈബിൾ ഏതാണ്? സാർ, ഈ മുന്നമേ എന്ന് പറയുന്ന പദം എടുത്തുകൊണ്ടാണ് ഞാൻ എന്തോ തെറ്റ് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് സാർ കഴിഞ്ഞ ദിവസം ലൈവിലും ഇപ്പോഴും ചോദിച്ചിരിക്കുന്ന മുന്നമേ എന്ന് പറയുന്ന പദം. എന്നാൽ ഞാൻ പറഞ്ഞത് മുന്നമേ എന്ന് പറയുന്ന വാക്ക് തെറ്റാണെന്നല്ല. അങ്ങനൊരു പദം ഞാൻ എവിടെയെങ്കിലും പറഞ്ഞാൽ സാറിന് കാണിക്കാമെങ്കിൽ കാണിക്കണം. ഞാൻ പറഞ്ഞത് എന്തിൻ്റെ മുന്നമേ എന്നുള്ള വസ്തുത ആ തർജ്ജമയിൽ മലയാളത്തിൽ വന്നില്ല. ആ എന്തിൻ്റെ മുന്നമേ എന്നുള്ളതിന് മനസ്സിലാക്കാൻ ഞാൻ ആ വാക്യങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇവിടുന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പം കർത്താവിന്റെ വരവും സഭയുടെ ഉൽപ്രാവണവും സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2-ാമത്തെ വാക്യം, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. 3-ാമത്തെ വാക്യം, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗനും അധർമ്മമൂർത്തിയാൻ വെളിപ്പെടുകയും വേണം. ഇവിടെ ഈ ആദ്യമേ എന്നുള്ളതാണ് മുന്നമേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇംഗ്ലീഷിൽ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുക. മലയാളത്തിലെ തെറ്റ് ഞാൻ എന്താണ് തെറ്റെന്ന് പറയുന്നുള്ളതാണ്. വേർഷൻ ഏതാ? Now we beseech you, brethren, by the coming of our Lord Jesus Christ, and by your gathering together unto him. 2-ാമത്തെ വാക്ക്, that you be not soon shaken in mind, or be troubled, neither by spirit, nor by word, nor by letter as from us, as that day of Christ is at hand. അപ്പോൾ ഡേ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് 2-ാമത്തെ വാക്യത്തിലുണ്ട്, ഇംഗ്ലീഷിൽ അതുണ്ട്. ഇനി 3-ാമത്തെ വാക്യം, let no man deceive you by any means, for that day shall not come. That day shall not come. ആ ഡേ എന്ന് പറയുന്ന പദം പ്രയോഗം മലയാളം തർജ്ജമയിൽ വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുന്നു മലയാളം പറഞ്ഞത്, ഇംഗ്ലീഷിൽ പറയുന്നത് ആ ദിവസത്തിന് മുൻപ് എന്ന വസ്തുത അത് മലയാളം തർജ്ജമയിൽ വന്നിട്ടില്ല. ഒരു പ്രധാന വാക്ക് തന്നെ നഷ്ടപ്പെട്ടു. ഇനിയും ഡേ ഓഫ് ലോർഡ് എന്താന്നുള്ളതിന്റെ വിശദീകരണം ഞാൻ ഒരു 70 വാക്യം എൻ്റെ അക്കൗണ്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. ആമോസ് 5:18, 5:20, യോവേൽ 2:15 ഇതൊക്കെ തുടങ്ങി നിരവധി വാക്യങ്ങളിൽ അവിടെ വ്യക്തമായി പറയുന്നത് ഡേ ഓഫ് ലോർഡ് ദൈവസഭയ്ക്ക് വേണ്ടിയുള്ളതല്ല. ബോസ്റ്റർബുകാർ തെറ്റിപ്പോന്ന അവിടെയാണ്. അത് വിശദീകരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ എന്ന് പറയുന്ന പദം എന്തിന്റെ മുൻപേ എന്നുള്ളതിന്, ഡേ ഓഫ് ലോർഡിന്റെ മുമ്പേ എന്നുള്ള പദത്തിന് അത് മലയാളത്തിൽ തർജ്ജമ വന്നിട്ടില്ല എന്നാ പറയുന്നത്. അല്ലാതെ ആദ്യമേ എന്ന പദം ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും ഗ്രീക്കിലോ ഹീബ്രുവിലോ എങ്ങനെ വെള്ളം എഴുതിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആദ്യമേ എന്ന് പറയുന്ന പദത്തിൽ കുഴപ്പമില്ല. പക്ഷെ എന്തിന്റെ ആദ്യമേ, ഡേ ഓഫ് ലോർഡ്, യഹോവയുടെ ദിവസം എന്ന് പറയുന്ന ആ വിഷയം മലയാളം തർജ്ജമയിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഓക്കെ, അത് എൻ്റെ പ്രതികരണം പറയാമല്ലോ. ഇംഗ്ലീഷിലും അദ്ദേഹം പറഞ്ഞ പോലല്ല അതിൻ്റെ വ്യാഖ്യാനം വരുന്നത്. ഒരുപക്ഷെ ഭാഷയിലുള്ള ശ്രദ്ധിക്കാനുണ്ട്, അപര്യാപ്തം എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അറിവിനെ ചോദ്യം ചെയ്യാൻ ഞാനുള്ളതല്ല. ഇംഗ്ലീഷിൽ പറയുന്ന KJV ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ലെറ്റ് നോ മാൻ deceive you by any means, for that day shall not come. ഇതിവിടെ കോമയുണ്ട്, അത് ശ്രദ്ധിക്കണം. ആ ദിവസം വന്നിട്ടില്ല. ആ കൂടെ എന്തൊക്കെയാ? നമ്മുടെ കർത്താവിൻ്റെ വരവ്, അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ചുള്ള that day shall not come. There come, except there come a falling away first, and that man of sin be revealed, the person of perdition. അത് കണ്ടിന്യൂ ചെയ്യാണ്. ഈ പറഞ്ഞതിലേക്ക് നമുക്ക് നോക്കാം. സാറ് പറഞ്ഞ പോലെയാണോ അദ്ദേഹം പറഞ്ഞ പോലെയാണോ എന്നുള്ളത് പാർസ് ചെയ്തെടുത്താൽ അതിൽ കിടക്കുന്ന എൻ എന്നൊരു പദമാണ്.
ആ ഏൻ എന്ന പദത്തെ മാച്ചൻ എന്ന ഗ്രീക്ക് പണ്ഡിതൻ വിശദീകരിക്കുന്നത് അതിൻ്റെ യാൻ ഇസാൻ ഇതിലാണ് പാർഷ്യൻ ഫോർമേഷൻ. അത് ഒത്തിരി പറഞ്ഞു പോയാൽ നമുക്ക് മുഷിയും. എങ്കിലും ഞാൻ അത് 2-3 വീടുകൾ കൂടി ഒന്ന് കാണിച്ചു തരാം. 1 തെസ്സലോനിയൻസ് 2:2 ഓക്കെ. That ye be not soon shaken in mind or be troubled, neither by spirit, nor by word, nor by a letter, as men from us, as that the day of Christ is at hand. Day of Christ is at hand. Then, അടുത്ത ഇതിലേക്ക് കിടക്കുമ്പോൾ അറ്റ് ഹാൻഡ് ദാസ് വന്നിരിക്കുന്നു. അതിനു മുന്നമേ ആദ്യം പറഞ്ഞ 2 പോയിന്റല്ലേ അവഗണിക്കേണ്ടി വരും. 2 പോയിന്റ്. അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമം, അവൻ്റെ വരവ്, അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമം, അത് അവഗണിച്ചെങ്കിലേ ഈ പറഞ്ഞതിന് പറ്റത്തുള്ളൂ. അത് അവഗണിച്ചാൽ താഴെ പറഞ്ഞ് നിലനിൽക്കും. താഴെ പറഞ്ഞ് നിലനിൽക്കുകയാണെങ്കിൽ മോളത്തെ പോകും. അതാണ് വ്യാകരണ നിയമം അനുസരിച്ച് ഗുരുതരമായൊരു തെറ്റാണ്. കാരണം ആ തെറ്റ് അദ്ദേഹത്തിൻ്റെ മാത്രമാണ്, വേറെ ഒരു സ്കോളേഴ്സും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ വാക്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം കാണുന്നേ ഇല്ല. എന്നാൽ അവിടെ കാണേണ്ടത് ആ ദിവസം അതിനു മുന്നമേ അധർമ്മമൂർത്തി വെളിപ്പെടണം എന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു വ്യാകരണ നിയമം അനുസരിച്ച് തെറ്റാണ്. പാർസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഒരു വാക്യം കൂടെ എടുക്കാം. അതിൻ്റെ അടുത്ത വാക്യം കൂടെ, അല്ലെങ്കിൽ തൊട്ടടുത്ത വാക്യം പരിശോധിച്ചില്ല എന്ന് വരണ്ടല്ലോ. 2-3 കൂടി നോക്കാം. Let no man deceive you by any means, for that the day shall not come. They shall not come. ആ ഡേ വരില്ല. ഏത് ഡേയാ വരാത്തത്? ആ ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാൻ, ഡേ ഓഫ് ദ ലോഡ് എന്ന് പറയുന്ന സംഭവമാണോ അല്ലെങ്കിൽ മറ്റൊന്നാണോ? അത് മുകളിൽ പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കായ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമം. കായ് എന്ന് പറഞ്ഞാൽ കൺജക്ഷനാണ്. 2 പദങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ്. ആൻഡാണ് ഇംഗ്ലീഷിൽ. അതവിടെ വന്നിട്ടുണ്ട്. ആ 2 കാര്യങ്ങളെല്ലാം അവഗണിക്കേണ്ടി വരും. അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമവും ഇത് പറഞ്ഞിട്ടാണ്. മാത്രമല്ല തെസ്സലോനിയൻസിൻ്റെ ലേഖനം കൂടി പഠിച്ചാൽ നിങ്ങൾ പറയുന്ന ആ വ്യാഖ്യാനം നിലനിൽക്കുന്നില്ല. ഉണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. 6-ാം വാക്യം കൊണ്ട് തീരുകയാണോ ആ ഒരു കോണ്ടസ്റ്റ്? 6-ാം വാക്യം കൊണ്ട് തീരുകയാണോ? 7-ാം വാക്യം ഉണ്ടോ? എങ്ങനെ വെള്ളുമ്പോൾ അതുകൂടെ പറഞ്ഞിട്ട് അല്ല, ഈ വ്യാഖ്യാനം തീർത്തിട്ട് അങ്ങോട്ട് പോവാം. ഈ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് തീർത്തിട്ട് അങ്ങോട്ട് പോവാം. താങ്ക് യു. കാരണം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് എൻ്റെ വീക്ഷണത്തിൽ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് പ്രിൻസാണ്. വേറെ ആരും പറഞ്ഞിട്ട് എനിക്കറിയില്ല. സ്കോളേഴ്സ് ആരും പറഞ്ഞിട്ടില്ല. സാറ് ഡേ ഓഫ് ലോഡ് എന്ന് പറയുന്ന വിഷയം ഞാൻ ചൂണ്ടിക്കാണിച്ചത് 3-ാം വാക്യത്തിൽ ആ വാക്കില്ല എന്നുള്ള വസ്തുതയാണ് ചൂണ്ടിക്കാണിച്ചത്. ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം ആദ്യമേ എന്ന് പറയുന്ന പദം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് അവർ. അപ്പം അങ്ങനെ പറഞ്ഞിട്ടില്ല. ആദ്യമേ എന്നുള്ളത് ഏത് വസ്തുതയുടെ ആദ്യമേ എന്നുള്ളതിൻ്റെ മറുപടിയാണ് ആദ്യം പറഞ്ഞത്. ഇനി സാറ് ചോദിച്ച ചോദ്യത്തെ സാറ് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലെ കർത്താവിൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും കർത്താവിൻ്റെ പ്രത്യക്ഷതയും കൂടി ഇതിനോട് ചേർത്ത് 2-ാമത് ചോദിച്ചേക്കുക. അതിൻ്റെ മറുപടി ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. പൗലോസിന്റെ ആഗ്രഹമാണ് പറയുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. തെസ്സലോനിക്കരോട് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലുള്ള ലേഖനത്താലോ വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ഇവർ പറയുന്ന പൗലോസോടെ വ്യക്തമായി പറയുന്നത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഞെട്ടരുത്, പേടിക്കരുത്, ഇളകിപ്പോകരുത്. ഈ കർത്താവിന്റെ നാളാണ് തങ്ങളുടെ ഹോപ്പ് എന്ന് പോസ്റ്റ് ട്രിബുകാർക്കോ അനിൽ കൊടുത്തോട്ടം സാറിനോ പറയാൻ പറ്റുമെങ്കിൽ പിന്നെ കർത്താവിന്റെ നാൾ എന്താണെന്ന് വിശദീകരിച്ചാൽ മതി. പക്ഷേ പൗലോസ് പറയുക കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നതെന്ന് വെച്ച് നിങ്ങൾ ഞെട്ടിപ്പോകരുത്. എന്തിനാ? അത് ഉൽപ്രാവണമാണെങ്കിൽ, അത് തങ്ങളുടെ പ്രത്യാശയാണെങ്കിൽ സഭ ഞെട്ടുന്നത് എന്തിനാ? പോസ്റ്റുകാർ ഞെട്ടുന്നത് എന്തിനാ? അനിൽ കൊടുത്തോട്ടെ സാറ് ഞെട്ടരുത് അവരെ പൗലോസ് പ്രത്യേകം പറയുന്നത്. പൗലോസ് പറയുന്നത് കർത്താവിന്റെ നാളിൽ നിങ്ങളുടെ ഉൽപ്രാവണം എന്ന രീതിയിലല്ല. പൗലോസ് മോഡറേറ്റർ സാർ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു, 6-ാമത്തെ വാക്യത്തിൽ തീരുകയാണോ? ആ അധ്യായം കോൺസെപ്റ്റ് ഇതെടുക്കണം. അവിടെയാണ് തടുക്കുന്നവൻ പരിശുദ്ധാത്മാവ് അല്ല എന്നൊക്കെ വാദിച്ച് ദൂതനയിലും കുറച്ചു കാലം അത് നിയമമായിരുന്നു, നിയമത്തിലും ഒക്കെ കൊണ്ട് ദുരുപദേശകർ കെട്ടേണ്ടി വരുന്നത്.
പൗലോസ് ഈ അധ്യായത്തിൽ പറയുന്ന വസ്തുത, ഒന്ന്, കർത്താവിന്റെ വരവും നിങ്ങളുടെ ഉൽപ്രാവണവും സംബന്ധിച്ച് നിങ്ങളോട് ഉള്ള അപേക്ഷ. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നത് പറഞ്ഞ് നിങ്ങൾ ഞെട്ടിപ്പോവുകയും പേടിക്കുകയും അരുത്. കർത്താവിന്റെ നാൾ അധർമ്മമൂർത്തി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നാൾ വരണമെങ്കിൽ അതിന് മുൻപ് അധർമ്മമൂർത്തി വരണം. അങ്ങനെയാണ് അവിടെ ട്രാൻസ്ലേഷൻ. അതിന്റെ അർത്ഥം അങ്ങനെയാ, വ്യാഖ്യാനം അങ്ങനെയാ. അത് അങ്ങനെ അല്ല എന്ന് സാറിന് പറയാമെങ്കിൽ പൊതുജനം ആ വാക്യം വായിച്ച് മനസ്സിലാക്കട്ടെ. അവിടെ 3-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് കർത്താവിന്റെ നാൾ വരണമെങ്കിൽ അതിന് മുൻപ് അധർമ്മമൂർത്തി വരണം. ഉൽപ്രാവണം സംഭവിക്കണമെങ്കിൽ അതിനു മുമ്പ് അധർമ്മമൂർത്തി വരണം എന്നൊരു അർത്ഥമേ അവിടെ ഇല്ല. അവിടെ ഉള്ളത് കർത്താവിന്റെ നാൾ വരണമെങ്കിൽ അതിനു മുമ്പ് അധർമ്മമൂർത്തി വരണം. ഇനി കർത്താവിന്റെ നാൾ എന്താണ്? ആ വസ്തുത പരിശോധിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, യഹോവയുടെ ദിവസം വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അത് വെളിച്ചമല്ല ഇരുട്ടത്രേ എന്നിങ്ങനെ നിരവധി വസ്തുതകളിൽ യഹോവയുടെ ദിവസത്തെക്കുറിച്ച് 70-ലധികം വാക്യങ്ങൾ ഡയറക്റ്റായി പറയുന്നുണ്ട്. ഇത് ഹോപ്പ്ഫുൾ അല്ല. സഭയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ നാളിൽ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രതിഫലം ലഭിക്കുന്നിടത്ത് സഭ എത്തിയെന്ന, അതിന്റെ അർത്ഥം ഉൽപ്രാവണം സംഭവിച്ചു എന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് കർത്താവിന്റെ നാൾ എന്ന് പറയുന്ന വിഷയം അവിടെ പറയുന്നത് അധർമ്മം. ഇനി ഇതിന്റെ കോൺസെപ്റ്റ്, ഈ മുഴുവൻ അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കർത്താവിന്റെ വരവും നിങ്ങളുടെ ഉൽപ്രാവണം സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കർത്താവിന്റെ നാൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പഠിപ്പിക്കൽ കേട്ട് നിങ്ങൾ ഞെട്ടരുത്. കർത്താവിന്റെ നാൾ വരണമെങ്കിൽ അധർമ്മമൂർത്തി വരണം. അധർമ്മമൂർത്തി വരണമെങ്കിൽ തടുക്കുന്നവൻ മാറി നിൽക്കണം. തടുക്കുന്നവൻ മാറുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, കാര്യസ്ഥൻ എന്ത് ചെയ്യണം? ആ തടുക്കുന്ന ഇവനെ അനുവദിക്കണം വരാൻ. സഭ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അത് അനുവദിക്കുകയില്ല. ഈ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, സഭയുടെ ഉൽപ്രാപണം സംഭവിച്ച ശേഷം അധർമ്മമൂർത്തി വരും. അക്ഷരാർത്ഥത്തിൽ വിശ്വാസത്യാഗത്തിന്റെ സകല കാര്യങ്ങളും തെളിവാകി വരും. മുഴുവൻ എല്ലാ അർത്ഥത്തിലും തെളിവായി വരും. അടുത്തത്, അതിനുശേഷം നേരത്തെ നമ്മൾ ഈ കുതിരകളിലേക്ക് സംഭവം പറഞ്ഞതുപോലെ തന്നെ 1, 2, 3, 4, 5 മുദ്രകളുടെ ഭേദനത്തോടെ അതിനുശേഷം 6-ാം മുദ്രയിൽ അവിടെ വ്യക്തമായൊരു കാര്യം പറയുന്നുണ്ട്. കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നല്ലോ. കുഞ്ഞാടിന്റെ ദിവസം ആരംഭിക്കുക. അപ്പം മഹോപദ്രവത്തെ ഡേ ഓഫ് ലോഡ് എന്ന് ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൻ്റെയും ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ അർത്ഥം, ഞങ്ങൾ ആ ദിവസവുമായി ബന്ധമില്ലാത്തവരാണെന്നും അതിന് മുൻപ് ഉൽപ്രാപണം സംഭവിക്കുന്നവരാണെന്നും ആ ഡേ ഓഫ് ലോഡ് ഞങ്ങൾക്കൊരു ഹോപ്പ് അല്ലെന്നും ഡേ ഓഫ് ലോഡ് ഞങ്ങൾ കാത്തിരിക്കുന്നില്ലെന്നും ഡേ ഓഫ് ലോഡ് വരണമെങ്കിൽ അതിന് മുമ്പ് അധർമ്മമൂർത്തി വരണമെന്നും അധർമ്മമൂർത്തി വരുന്നത് ഹോപ്പ്ഫുൾ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണം എന്ന് പറയുന്ന പ്രത്യാശ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ബാധകമല്ലെന്നും അതിന് മുൻപ് സഭ എടുക്കപ്പെടുമെന്ന തികഞ്ഞ അർത്ഥത്തിൽ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇതിലെ അപര്യാപ്തത 2 കാര്യമാണ്. ഒന്നിനകത്ത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം പല വേർഷൻ ഉണ്ട്. എൻ്റെ ഒരു 28 വേർഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് മലയാളത്തിലുള്ളത് കൊണ്ട്. അതിലൊന്നും ഈ പറയപ്പെട്ട ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഇല്ല. ഇതൊന്നുകൂടെ നിങ്ങൾ പരിശോധിക്കണം. 2, ഞാൻ ഡേ ഓഫ് ദ ലോഡ് എപ്പോഴാണെന്നുള്ളതൊന്നും എൻ്റെ ചോദ്യമല്ല. എൻ്റെ ചോദ്യം റിലേറ്റഡ് ടു ട്രാൻസ്ലേഷനാണ്. അത് മാത്രമാണ്. നമുക്ക് ഡേ ഓഫ് ദ ലോഡ് ചർച്ച ചെയ്യാം, അതിന് പ്രശ്നമില്ല. എൻ്റെ ചോദ്യം, ഈ ട്രാൻസ്ലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് താങ്കൾ സ്ഥാപിച്ച് പറയുന്നു. അപ്പോൾ ചോദ്യം, ആ ട്രാൻസ്ലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നതിന് ആധികാരികമായി എടുത്ത ഡിക്ഷണറി ഏതാണ്, അല്ലെങ്കിൽ നിഗമനമാണോ ഈ പറയപ്പെട്ട കാര്യമാണ്. കാരണം അങ്ങനെ വരുന്നില്ല. അത് ശരിക്കും വളരെ ട്രൂത്ത് തെളിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും, ഇതാണ് ടോപ്പിക്ക്, ഹെഡിങ്. സംബന്ധിച്ച് മോളി പറഞ്ഞു കഴിഞ്ഞു, ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞു. അത് സംബന്ധിച്ച് പറയുക, ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ അതായത് ഇത് 2 മോളി പറഞ്ഞിട്ട് ഇതുമായി ബന്ധമില്ലാത്തൊരു കാര്യം താഴെ പറഞ്ഞു തുടങ്ങാന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുന്നത് 2 കാര്യങ്ങൾ. സംബന്ധിച്ചു എന്ന് പറയുന്ന 1-ാം വാക്യം, അതെ, അതിനോട്ട് ബന്ധമില്ലാത്ത കർത്താവിന്റെ നാളിനെ എടുത്ത് സംസാരിക്കുന്ന കാര്യമുണ്ട്. അതായത് കർത്താവിന്റെ നാൾ ഇവിടെ ഇത് തങ്ങളിൽ കണക്ഷൻ ഇല്ലെങ്കിൽ ഇത് ആ ടോപ്പിക്ക് താഴെ വരുന്നില്ല, ഒരു കാരണവശാലും വരുന്നില്ല. കാരണം മൂളി പറയാൻ ഞാൻ പറയാൻ പോകുന്നത് ദണ്ട് ഇന്ന വിഷയമാണ്. അതായത് നമ്മൾ പറയാണ് കെമിസ്ട്രിയും ഫിസിക്സും ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. അതേക്കുറിച്ച് പറഞ്ഞാൽ ആദ്യത്തെ ക്ലാസ് കെമിസ്ട്രിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ആയിരിക്കും എന്നാണ് പറയേണ്ടത്. അതല്ലാതെ കെമിസ്ട്രി ഫിസിക്സും എന്ന് പറഞ്ഞിട്ട് ഞാൻ അതേക്കുറിച്ച് ഉള്ള അതിൻ്റെ ഹിസ്റ്ററിയാണ് പറയാൻ പോകുന്നത് പറഞ്ഞാൽ എങ്ങനെ നോക്കും, ഒക്കത്തില്ല. ഇത് വ്യാകരണപരമായി നിലനിൽക്കുന്ന ഒരു വാദമല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റേ നിലനിൽക്കത്തില്ല. ഒരുപക്ഷെ ഒരു വാദം തെളിയിക്കാൻ വേണ്ടിയിട്ട്
നമ്മളിങ്ങനെ കറങ്ങിപ്പോകുന്നതിൽ വരുന്നൊരു പ്രശ്നമാണ്. ബൈബിൾ നിഷ്പക്ഷ ബുദ്ധിയോടെ പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ആളുകൾ പെട്ടെന്ന് ഈ മൂലഭാഷയിലോട്ട് കയറിപ്പോകുന്നൊരു സന്ദർഭം ഓർക്കണം. ഒരു കാര്യം കൂടെ തെറ്റിദ്ധരിക്കല്ലേ, ഞങ്ങളൊക്കെ കുറേ കൂടെ ഇത് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക, കൂടുതൽ സമയമെടുക്കും ഈ ഗ്രീക്ക് ഹീബ്രും പഠിക്കാൻ, കഴിവത്തരം ബൈബിൾ വായിക്കും. അങ്ങനെയുള്ള ഘട്ടത്തിൽ കുറേ കൂടെ ഏകാഗ്രത വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ആളുകൾ പെട്ടെന്ന് ഞങ്ങളുടെ മുമ്പിൽ തന്നെ വന്നേച്ച് പറയും നമുക്ക് മൂലഭാഷയിലേക്ക് പോകാം. ഞാൻ മൂലഭാഷ പണ്ഡിതനൊന്നുമല്ല, അത്യാവശ്യം വായിക്കും എഴുതത്തൊക്കെ ഉള്ളൂ. വന്നിട്ട് പോകുന്ന എപ്പോഴാണെന്നറിയോ, പരിങ്ങൽ വരുമ്പോഴാണ് നേരെ മൂലഭാഷയിൽ പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് വലിയ കുറ്റത്തിലേക്ക് ചെന്ന് വിടും. അതിന് ഞാൻ അത്യാവശ്യം വൈൻ്റെ ഡിക്ഷണറി, വൈൻ WY എന്ന് പറഞ്ഞ ആൾ ഇതിനകത്ത് വലിയൊരു സ്കോളറാണ്. അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറി കൂടെ കൊണ്ടാണ് ഈ പദങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ളത്. സാറിനൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന സ്കോളേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഈ പറഞ്ഞ വിധത്തിലൊരു വ്യാഖ്യാനത്തിൻ്റെ കൺസ്ട്രക്ഷൻ ശരിയാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഭാഷയുടെ അവസാന വിധി പറയേണ്ടത് ബൈബിൾ വ്യാഖ്യാതാക്കളല്ല, ഭാഷാ പണ്ഡിതന്മാരാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മലയാളം ബൈബിൾ പോലും ഹിന്ദുക്കളായ ഭാഷാ പണ്ഡിതന്മാരുടെ സഹായത്തോടെ പരിഭാഷപ്പെടുത്തിയാണ്. ഏത് ഭാഷാ പണ്ഡിതൻ്റെ പഠനമനുസരിച്ചാണ് ഇത് ഒത്തുവരുന്നത്. കാരണം മുകളിൽ 2 ടോപ്പിക്ക് പറയാം. ഇനി സഹോദരന്മാർ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമം എന്ന് പറഞ്ഞിട്ട് പറയാം. അത് മഹോദരവത്തിൻ്റെ മുമ്പ് എന്നാണോ എന്ന് പറയാമെങ്കിൽ മഹോദരത്തെക്കുറിച്ച് പറ. നിങ്ങൾ പറഞ്ഞ പോലെ ഉൾപ്രാവണവും മറ്റേ സെക്കൻഡ് കമ്മിങ് 2 കാര്യമാണെന്ന് പറഞ്ഞ പോലെ അതിലും അകലമുണ്ട് ഈ പറഞ്ഞ കാര്യത്തിന്. പുനരാഗമനത്തിനും റാപ്ചറിനും അടുത്ത ബന്ധമുണ്ട്. 2 കാര്യം തന്നെ അടുത്ത ബന്ധമുണ്ട്. ഒന്ന് ഇവിടുന്ന്, ഒന്ന് അവിടുന്ന്. പക്ഷേ അടുത്ത കാര്യം ഒരു പോയിന്റിലാണ് കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ ഇവ തങ്ങളിൽ പ്രീ ട്രിപ്പ് വാദമനുസരിച്ച് ഒരിക്കലും യോജിക്കില്ല. കാരണം കർത്താവിൻ്റെ വരവും അവൻ്റെ അടുക്കുള്ള നമ്മുടെ സമാഗമവും അതും ഇതുവരെ വാദമനുസരിച്ച് മഹോദരവും എന്നൊരു കേസേ അവിടെ വരുന്നില്ല. ആ സാധനം ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്നതാണ് ഡേ ഓഫ് ദ ലോഡ്. ഡേ ഓഫ് ദ ലോഡൊക്കെ ഞാൻ സംസാരിക്കുന്ന 70 പോയിന്റും ഒക്കെ കടന്നോട്ടെ. പക്ഷേ ഇവിടെ ഡേ ഓഫ് ദ ലോഡ് അല്ല. കാരണം ഈ പറയപ്പെട്ടതാണെങ്കിൽ മോളി പറഞ്ഞ കൺസെഷനോട് പൊരുത്തപ്പെടില്ല. അപ്പോൾ താഴെ മുറിക്കുക, മോളി പറഞ്ഞ് ശരിയാവില്ല, മോളി പറഞ്ഞാൽ താഴെ പറഞ്ഞ് ശരിയാകത്തില്ല. ഇതാണ് ഞാൻ വിശദമാക്കാൻ പറഞ്ഞത്. പറയാം. സാറ് പറഞ്ഞത് എങ്ങോട്ടാ പോകുന്നത് സാറിന് തന്നെ അറിയത്തില്ലെന്ന് തോന്നുന്നു. സാറ് പറയുക, സഭയുടെ ഉൾപ്രാവണവും കർത്താവിൻ്റെ വരവും സംബന്ധിച്ച് ഈ അധ്യായത്തിൽ പറയുന്നിടത്ത് മഹോദരം എന്ന് പറയുന്ന കാര്യമേ പറയാനൊക്കത്തില്ലെന്നാണ് സാറ് പറയുന്നത്. പക്ഷെ അവിടെ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടും. അപ്പൊ ഈ അധർമ്മമൂർത്തി വെളിപ്പെട്ടാൽ പിന്നെ മഹോദരം എന്ന് പറയുന്ന കാര്യമേ പറയാൻ പറ്റത്തില്ലെന്ന് സാറ് പറഞ്ഞാൽ അതിനകത്ത് എന്താ അർത്ഥമാവുള്ളത്? അവിടെ വ്യക്തമായി 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം വ്യക്തമായി പറയുന്നു അധർമ്മമൂർത്തി വെളിപ്പെടുന്ന കാര്യം, എതിർ ക്രിസ്തു വെളിപ്പെടുന്ന കാര്യം. ഇനിയും അധർമ്മമൂർത്തി എതിർ ക്രിസ്തു അല്ല എന്നൊരു വ്യാഖ്യാനം സാറിനുണ്ടെങ്കിൽ ഞാൻ എന്തോ ചെയ്യാൻ നോക്കും. കാരണം അതിന് മറുപടി സാറ് തന്നെ പറയട്ടെ. 2-ാമത്തെ കാര്യം, സാറ് ഡിക്ഷണറിയുടെ കാര്യം ചോദിച്ചു. ഞാനിവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ച് എൻ്റെ കയ്യിൽ ഡിക്ഷണറി ഞാൻ കൊണ്ടുവന്നിട്ടില്ല സാറ്. ഡേ ഓഫ് ലോഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം ഉൽപ്രാവണമാണെന്ന് ഒറ്റ ഡിക്ഷണറി സാറിൻ്റെ കയ്യിലുണ്ടെങ്കിൽ സാർ അതും കാണിക്കുന്നതല്ലേ എളുപ്പം. സാറിൻ്റെ കയ്യിൽ കുറേ ഡിക്ഷണറി ഒക്കെ ഉള്ളതല്ലേ. സാറ് ഡേ ഓഫ് ലോഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിന്റെ അർത്ഥം റാപ്ചർ, ഉൽപ്രാവണം എന്നാണെങ്കിൽ സാർ അതിന് മറുപടി പറ. ഞങ്ങൾ മനസ്സിലാക്കുന്നത്, എനിക്ക് ഡിക്ഷണറി വേണ്ട, ഞാൻ ഇവിടെ ഓപ്പൺ ആയിട്ട് പറയുക, പ്രിൻസിന്റെ എൻ്റെ സാറിന്റെ ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെതായിട്ട് അങ്ങ് പറയുക. ഡേ ഓഫ് ലോഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം യഹോവയുടെ ദിവസം എന്നാണ്. അതിന് ഉൽപ്രാവണം എന്നൊരർത്ഥം സാറിനുണ്ടെങ്കിൽ സാർ പറയത് ഡിക്ഷണറി എന്നാണ്. 1. 2, അവിടെ പറയുന്ന 1-ാം വാക്യത്തിൽ പറയുന്ന കാര്യം ഉൽപ്രാവണവും പ്രത്യക്ഷതയും സംബന്ധിച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് അപേക്ഷയുള്ളത്. 2-ാമത്തെ വാക്യം ഏതെങ്കിലും ലേഖനത്താലോ വല്ല ആത്മാവിനാലോ വചനത്താലോ എഴുതിയ വസ്തുത കേട്ട് നിങ്ങൾ ഞെട്ടിപ്പോവുകയും ഇളകുകയും അരുത്. 3-ാമത്തെ കർത്താവിന്റെ ദിവസം അടുത്തു എന്ന് വെച്ചുള്ള എഴുത്തുകൾ സംബന്ധിച്ച്. 3-ാമത്തെ വാക്യം ആ ദിവസം വരണമെങ്കിൽ അതിനു മുൻപ് അധർമ്മമൂർത്തി വരണം. ആ അധർമ്മമൂർത്തി വരണമെങ്കിൽ അതിനു മുമ്പ് സഭ എടുക്കപ്പെടണം. സാറ് പറ അധർമ്മമൂർത്തി സഭ ഉള്ളപ്പോഴേ വരും എന്നൊരു കോൺസെപ്റ്റാണ് സാറിനുള്ളതെങ്കിൽ സാറിന്റെ വ്യാഖ്യാനം ശരിയാ. ഇല്ലെങ്കിൽ സാർ ഏത് ഡിക്ഷണറി എടുത്തെന്ന് പറഞ്ഞാലും ശരി, ഇതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. സാറ് ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെ ഒരു ലോജിക്കലോ ബിബ്ലിക്കൽ ബേസോ ഇല്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. 1-ാമത്തെ കാര്യം 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 അതിന്റെ 10-ാമത്തെ വാക്യം വരെ 11-ാമത്തെ വാക്യം വരെയുള്ള വാക്യം വ്യക്തമായി വായിച്ചാൽ, ഇരുന്നൊന്ന് വായിച്ചാൽ അതിന്റെ കോണ്ടസ്റ്റ് എന്താ, കോൺസെപ്റ്റ് എന്താ വളരെ വ്യക്തമായി മനസ്സിലാവും. അവിടെ വ്യക്തമായി പറയുന്നത് സഭയുടെ ഉൽപ്രാവണം സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യക്ഷതയും ഉൽപ്രാവണം സംബന്ധിച്ച് പറയാനുള്ളത്, ഡേ ഓഫ് ലോഡ് അടുത്തിരിക്കുന്നു എന്ന് വെച്ചുള്ള ലേഖനങ്ങളും എഴുത്തുകളും വല്ല ആത്മാവിനാൽ എഴുതിയ എഴുത്തുകളാൽ നിങ്ങൾ ഞെട്ടിപ്പോകരുത്. കർത്താവിന്റെ ഉൽപ്രാവണം സംബന്ധിച്ച് സഭ ഞെട്ടേണ്ട കാര്യമില്ല. ഡേ ഓഫ് ലോഡ് കേട്ട് നിങ്ങൾ ഞെട്ടരുത്. കാരണം
ഡേ ഓഫ് ലോഡ് വരണമെങ്കിൽ അധർമ്മമൂർത്തി വരണം. അധർമ്മമൂർത്തി വരണമെങ്കിൽ തടുക്കുന്നവൻ മാറണം. ആ തടുക്കുന്നവൻ ആരാ? പരിശുദ്ധാത്മാവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവെന്ന് സഭയുടെ കാര്യസ്ഥൻ. സഭയുടെ കാര്യസ്ഥനായി പരിശുദ്ധാത്മാവ് നിൽക്കുന്നിടത്തോളം, പരിശുദ്ധാത്മാവ് പിന്നെ ഉണ്ടോ ഇല്ലയോ, സർവ്വവ്യാപിയാണോ, സർവ്വശക്തമാണോ, സർവ്വജ്ഞാനിയാണോ എന്നുള്ളത് അടുത്തത്. പക്ഷെ സഭയുടെ കാര്യസ്ഥനായി, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതലുള്ള വസ്തുത പറഞ്ഞത്, കാര്യസ്ഥനായി ഇവിടെ പരിശുദ്ധാത്മാവ് നിൽക്കുമ്പോൾ അധർമ്മമൂർത്തിക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയത്തില്ല. തടുക്കുന്നവൻ അനുവദിക്കത്തില്ല, തടുക്കുന്നത് അനുവദിക്കത്തില്ല. അതുകൊണ്ട് തടുക്കുന്നവൻ അനുവദിച്ച് അധർമ്മമൂർത്തി വരുന്നതിന് മുൻപ് സഭ എടുക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അധർമ്മമൂർത്തി വന്നു കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന ഡേ ഓഫ് ലോഡ്, യഹോവയുടെ ദിവസം, അതിനെക്കുറിച്ച് ഞെട്ടേണ്ട കാര്യമില്ല. ഇതാണ് അതിൻ്റെ കോണ്ടസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് വിരുദ്ധമായ ഒരു ആശയമുണ്ടെങ്കിൽ സാർ അതിവിടെ വ്യക്തമാക്കട്ടെ. ദൈവവചനം നമ്മളെ ഓൺലൈൻ മീഡിയകളിലൂടെയും വിവിധ അധ്യാപന രീതികളിലും മേഖലകളിലൊക്കെ നിൽക്കുന്ന നമ്മുടെ അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ കേൾക്കട്ടെ. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഇവിടെ വ്യക്തമായി, വളരെ വ്യക്തതയോടെ, എനിക്ക് ഒരുപക്ഷെ ഭാഷാശുദ്ധി ഇതിൽ കൂടുതൽ എനിക്ക് വരുത്താൻ കഴിയത്തില്ലായിരിക്കും. എനിക്ക് അറിയാവുന്ന ഭാഷയിൽ വളരെ വ്യക്തതയോടെ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്. സാറിന് അതിന് മറ്റൊരർത്ഥമുണ്ടേ സാറ് പറഞ്ഞു. ഒരു സാറ് ക്ലാരിഫൈ ചെയ്തൊരു വിഷയമാണ്, അത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറയും, 2-ാം അധ്യായം 1-ാം വാക്യം, ഇനി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം സംബന്ധിച്ച്, ഈ സംബന്ധിച്ചു എന്ന വിഷയത്തെ പിന്നെ പരാമർശിക്കുന്നേ ഇല്ലെന്ന് പറഞ്ഞാൽ ആ വാക്യഘടന മുഴുവനും പോവുകയാണ്. എന്തിനെ സംബന്ധിച്ചാണ് പിന്നെ പോൾ പറയുന്നത്? ഈ അല്ല, അത് ഞാൻ ക്ലാരിഫിക്കേഷൻ അത് ചോദിക്കുക. അപ്പം അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നു. ഇതിനെ സംബന്ധിച്ചു എന്നൊരു വാക്യം പറഞ്ഞിട്ട് അതുമായിട്ട് യാതൊരു വിഷയമായിട്ട് സംബന്ധമില്ലാത്തൊരു വേറൊരു വിഷയം പറയുക. അതായത് വേണ്ട, എതിർ ഡിബേറ്റർ തൻ്റെ പതിവ് ശൈലി ഇപ്പോഴും ഉപയോഗിച്ചു. അതായത് ഉൾപ്രാവണം സമം എന്തെന്ന് ദൈവബുദ്ധലോടാണെന്ന് ഞാൻ പറഞ്ഞു. ഇതെങ്ങനെ ഇത്രയും വലിയ വെളിപ്പാട് എങ്ങനെ കിട്ടുന്നറിയത്തില്ല. നിങ്ങൾക്ക് അറിയാൻ അങ്ങനെ തോന്നിയോ ഞാൻ അങ്ങനെ പറഞ്ഞായിട്ട്? ഇങ്ങനെയൊക്കെ ഉള്ള ദുശീലങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റിയൊരു സമയം കൂടെ ആയത്. എനിക്ക് ഇപ്പം ഇൻ്റർഫിയർ ചെയ്യരുത് പ്ലീസ്, സംസാരിക്കല്ലേ. അതായത് ഒരാൾ പറയുന്നത് കേൾക്ക് ദയവായിട്ട്. ഞാൻ എപ്പോഴാണ് പറഞ്ഞത് ഉൾപ്രാവണം സമം എന്തോ ഡേ ഓഫ് ദ ലോഡ്? എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മളെന്തോ ഇങ്ങനെ? ഞാൻ ചോദിച്ച സിമ്പിളൊരു ചോദ്യമാണ്. നിങ്ങളുടെ ട്രാൻസ്ലേഷൻ, നിങ്ങൾ പറഞ്ഞ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് പുനഃസ്ഥാപിച്ച ട്രാൻസ്ലേഷന് നിലനിൽപ്പില്ല. ഇതാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കോണ്ടസ്റ്റ് എനിക്ക് കേൾക്കണ്ട. കോണ്ടസ്റ്റ് പറഞ്ഞു വരുന്നിട്ട് ഞാൻ എങ്ങോട്ടാ ജനത്തെ കൊണ്ടുപോകുന്നത്, എന്താ പഠിപ്പിക്കുന്നൊക്കെ ഉള്ള എന്നോട് ചോദ്യം ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞോളാം, ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ ആൻഡ് യു. ഇതെൻ്റെ ചോദ്യമാണ്, അങ്ങോട്ടുള്ള ചോദ്യം. ആ ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞ ട്രാൻസ്ലേഷൻ നിലനിൽക്കുന്നില്ല, അത് ട്രാൻസ്ലേഷൻ ശരിയാണെന്നാണ് പറഞ്ഞു തരേണ്ടത് കോണ്ടസ്റ്റ് അനുസരിച്ച്. നിങ്ങൾ പ്രീ ട്രിബിൻ്റെ വാദത്തിന് വേണ്ടി പറയുന്ന കാര്യമല്ല എനിക്ക് കേൾക്കണ്ടേ. എനിക്ക് നിങ്ങൾ ബൈബിളിൻ്റെ ഒരു ട്രാൻസ്ലേഷനിലെ മിസ്റ്റേക്ക് കാണിച്ചു പൊതുവിൽ കാണിക്കുന്നു. ആ വാദം നിലനിൽക്കുന്നില്ല. കാരണം രണ്ടിൻ്റെ മുകളിൽ പറയുന്ന ടോപ്പിക്കാണ് ഒന്നാമത്തെ കാര്യം. ഭാഷാപരമായിട്ട് നിലനിൽക്കില്ല, ഐഡിയോളജിക്കലി നിലനിൽക്കുകയില്ല. അവിടെ പോള് പറഞ്ഞോ തേള് പറഞ്ഞോ എന്നൊന്നും എനിക്ക് വിഷയമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കില്ല. ഞാൻ ഭാഷാൻ്റെ ഒരു ശൈലി കൊണ്ട് പറഞ്ഞു പോയതാ. കാരണം അത് ആര് പറഞ്ഞോ എന്നൊന്നുമല്ല എൻ്റെ ചോദ്യം. ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യാശയോ വിശ്വാസമോ ഒന്നുമല്ല എൻ്റെ ചോദ്യം. ദിസ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എൻ്റെ ചോദ്യം, ഇനി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച്, കൺസേണിങ് അബൌട്ട് ദ സെക്കൻഡ് കമ്മിങ് ആൻഡ് ദ റീഗാദറിങ് ഓഫ് ദി ചേർച്ച്, ഇത് സംബന്ധിച്ച് 1, 2, 3 ഇങ്ങനെ പോവാ. അല്ല അവിടെ അധർമ്മത്തിൻ്റെ മർമ്മം വരരുതെന്നോ അവിടെ തൊട്ട് താഴെ തടുക്കുന്നവൻ വഴി നിൽക്കുന്ന കാര്യം ഒന്നും എൻ്റെ ചർച്ചയല്ല. അത് നമുക്ക് ചർച്ച ചെയ്തോ, കാര്യം കുഴപ്പമില്ല. എന്നോട് ചോദ്യമായിട്ട് ചോദിക്കാം, ആ തടുക്കുന്നവൻ ആരാണെന്ന് ചോദിക്കാം, ഇതിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇതിനടുത്ത് ഈ കർത്താവിൻ്റെ ഞെട്ടിപ്പോകല്. കാരണം നിങ്ങൾ പഠിച്ചു വെച്ച ആ പാറ്റേൺ അനുസരിച്ചിട്ട് തെളിയിക്കാൻ നോക്കുക. അങ്ങനെയല്ല വേണ്ടത്. ഈ ടോപ്പിക് അനുസരിച്ച് നിങ്ങളുടെ പാറ്റേൺ ചിന്തിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു സ്റ്റൈലിൽ കൂടെ ചിന്തിച്ചാൽ ഇത് ശരിയാകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആളോട് പറഞ്ഞാൽ അത് കൺവിൻസ്ഡ് ആവും. ഇത് നിങ്ങൾ സംസാരിക്കുന്നത് അത് വിശ്വസിക്കാത്ത ഒരാളോടാണെന്ന് ഓർക്കുക. നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ ആ വാക്ക് ധാരാളം മതി. പക്ഷേ എന്നോട് ഇങ്ങോട്ട് തിരിച്ചു പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസമല്ല എനിക്കറിയേണ്ടത്. നിങ്ങൾ ഒരു ഗുരുതര ആരോപണം ഇതിനെതിരെ ഉന്നയിച്ചിരിക്കുന്നു. എന്താണ്? ഇവിടെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. ആ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ് ഞാൻ ചോദിച്ചത്. അതിന് മാത്രമാണ് ഞാൻ ഡിക്ഷണറി എടുക്കാനായിട്ട് പറഞ്ഞത്. ഭാഷയ്ക്കായിട്ട് ആധാരമായിട്ടാണ് ഡിക്ഷണറി എടുക്കാൻ പറഞ്ഞത്, അല്ല വിശ്വാസത്തിന് ആധാരമായിട്ടല്ല. രാമലിംഗപ്പിള്ളയുടെ ഡിക്ഷണറി അല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം, മനസ്സിലായില്ലേ? വെബ്സ്റ്ററുടെ ഡിക്ഷണറി അല്ല. പക്ഷേ ഭാഷയ്ക്ക് ആധാരം അതാണ്. ഒരു ചെറിയ കാര്യം കൂടെ പറയാം. എൻ്റെ മോനെ അടുത്ത കാലത്ത് ഇങ്ങനെ എന്നോട് പറഞ്ഞു ഗോതമ്പ്. ഞാൻ പറഞ്ഞു മോനെ ഗോതമ്പ് സമ്മതിക്കില്ല, ഗോതമ്പ്. അവസാനം പറഞ്ഞു ഞാൻ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം.
ഞാൻ പറഞ്ഞു മോനെ, ഭാഷയ്ക്ക് ആധാരം ബൈബിളല്ല, അത് ഡിക്ഷണറിയാണ്. ഭാഷയ്ക്ക് ആധാരം, വിശ്വാസത്തിന് ആധാരം ഡിക്ഷണറി അല്ല, അത് ബൈബിളാണ്. ഇതിൻ്റെ വിഷയത്തിലല്ല ചോദിച്ചല്ല. എൻ്റെ കയ്യിൽ ഒത്തിരി ഡിക്ഷണറി ഉള്ളതോ ഒന്നും ഓർത്തല്ല പറഞ്ഞത്. ഇപ്പോൾ ഡിക്ഷണറി ഒത്തിരി ഉണ്ടാകുമെന്ന് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്താൽ പോരെ, ആർക്കും സാധിക്കും. ഞാൻ ചോദിച്ചത് ഒരു ട്രാൻസ്ലേഷൻ ഇറർ പരിഹരിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത ആ മെത്തഡോളജിയാണ് ചോദിച്ചത്. അല്ലെങ്കിൽ ആ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഇത് രണ്ട് കാര്യത്തിൽ ചർച്ച നിൽക്കണം. എൻ്റെ ചോദ്യം അല്ലെങ്കിൽ വീണ്ടും അവശേഷിക്കും. എൻ്റെ ചോദ്യം മുകളിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഇരു സഹോദരന്മാരെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, ദ സെക്കൻഡ് കമ്മിങ് ആൻഡ് ദ റീഗാദറിംഗ് ഓഫ് ദി ചേർച്ച്, ഇത് രണ്ടും കൂടെ നിൽക്കുമ്പോൾ 1 by 1 താഴെ അധർമ്മമൂർത്തിയുണ്ട്, മഹാവീടനമുണ്ട്. ഐ ഡോണ്ട് ഹാവ് എ കംപ്ലൈൻറ്റ്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ പറഞ്ഞു വരുന്നതനുസരിച്ച് ഇത് ഡേ ഓഫ് ദ ലോഡിൻ്റെ മുന്നമയാണ് എന്ന് പറയാൻ ട്രാൻസ്ലേഷൻ്റെ മെത്തഡോളജിയാണ് ചോദിച്ചത്. അത് മാത്രം ഒന്ന് വ്യക്തമാക്കിത്താം. ഇത്രയും സങ്കീർണമായി പോയ ഒന്നും പിടികിട്ടൂല. ഇത് മനസ്സിലാക്കാൻ സാധാരണ ഒരു ബേസ് ലെവലിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് സിമ്പിളായി മനസ്സിലാക്കാം. കാരണം ഞാൻ ആ വാക്യം ഇവിടെ വായിച്ചു കേൾപ്പിച്ചു. ഒന്നുകൂടെ വായിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഡോണ്ട് ലെറ്റ് എനിവൺ ഡിസീവ് യു ഇൻ എനി വേ, ഫോർ ദാറ്റ് ഡേ വിൽ നോട്ട് കം until the rebellion occurs and the man of lawlessness is revealed. ഞാൻ എന്തിനാ അങ്ങനെ ഓരോ വാക്ക് നിർത്തി പറഞ്ഞെന്നറിയാമോ? ഇത് കേട്ടിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ പറ, ഡേ ഓഫ് ലോഡ് വരണമെങ്കിൽ അതിന് മുൻപ് അധർമ്മമൂർത്തി വരണം എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. ഇതിന്റെ അർത്ഥം ഒരിക്കലും ഡേ ഓഫ് ലോഡ് വരണമെങ്കിൽ അതിനു മുൻപ്, അല്ലെങ്കിൽ ഉൽപ്രാവണം സംബന്ധിച്ച വിഷയം സംബന്ധിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന് 1-ാം അധ്യായം 1-ാം വാക്യത്തിലോട്ട് പോകുമ്പോൾ സംബന്ധിച്ചുള്ള കാര്യം പറയുന്നത്, നിങ്ങൾ എടുക്കപ്പെടുന്ന കാര്യമോ, അതായത് കർത്താവിലുള്ള നിങ്ങളുടെ സമാഗമനം സംബന്ധിച്ചോ പ്രത്യക്ഷത സംബന്ധിച്ചോ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ലേഖനങ്ങൾ ഞങ്ങളുടേതെന്ന പേരിൽ വലിയ ആത്മാവിൽ എഴുതപ്പെട്ടത് ഒക്കെ വെച്ച് ഡേ ഓഫ് ലോഡ് അടുത്തിരിക്കുന്നു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ, എഴുത്തുകൾ, ലേഖനങ്ങൾ, പ്രസ്താവനകൾ, വാദങ്ങൾ, ദുരുപദേശങ്ങൾ കേട്ട് ഞെട്ടരുത്. 3-ാമത്തെ വാക്യം, that day will not come before rebellion occurs എന്ന് പറഞ്ഞാൽ അധർമ്മമൂർത്തി വരുന്നതിന് മുൻപ് ആ ദിവസം വരികയില്ല. അതായത് അർത്ഥം. അല്ലാതെ ഉൽപ്രാവണത്തിന് മുൻപ് അധർമ്മമൂർത്തി വരും എന്നല്ല. ഞാൻ ആ വാക്യം ഓരോ ഈച്ച് വേർഡ് നിർത്തിയാ വായിച്ചത്. ഈ വാക്യത്തിന് അങ്ങനെ അല്ല അർത്ഥമെന്ന് അനിൽ കൊടുത്തോട്ടം സാറ് പറയുന്നെങ്കിൽ ആ വാക്ക് സാർ ഒന്ന് വായിച്ചേച്ച് മലയാളത്തിലൊന്ന് തർജ്ജമ ചെയ്ത് കാണിച്ചു. അതെ, എൻ്റെ തർജ്ജമ വേണ്ടല്ലോ. ഞാൻ ഇംഗ്ലീഷ് സ്കോളറല്ല. ഒരു സാമാന്യ അറിവിൽ കൂടുതൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. സാമാന്യ അറിവിൽ കൂടുതൽ എനിക്ക് നല്ലപോലെ അറിയാവുന്ന ഭാഷ മലയാളമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ തന്നെ ഒത്തിരി തെറ്റുണ്ടെന്നാണ് കവിത വന്ന ശേഷം ആൾക്കാർ പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മളെത്ര ശൂന്യനാണ്. അതാ സത്യം. പക്ഷേ ഈ പരിഭാഷ എന്നൊരു സാഹസികം ചെയ്യുമ്പോൾ അത് സൂക്ഷിക്കണം. കാരണം ബൈബിളിൻ്റെ വേറെ ടെക്സ്റ്റുകൾ കിടക്കുകയാണ്. ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്ന, ഞാൻ ഇതിൻ്റെ സ്വന്തമല്ല, ഡാനി മാൻ്റെ 2 സ്കോളേഴ്സിൻ്റെയാണ്, ഈ ഗ്രീക്ക് പണ്ഡിതന്മാരുടെ പരിഭാഷ സംബന്ധിച്ചല്ല, അതെ വ്യാഖ്യാനമല്ല, പരിഭാഷ. അതിനനുസരിച്ച് ഇതേ പ്രയോഗം പൗലോസ് നടത്തിയ വേറെ ഉണ്ട്. എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നെല്ലാം പറഞ്ഞിട്ട് ആ ദിവസത്തിൽ കർത്താവ് എനിക്ക് തരും. അത് ഡേ ഓഫ് ദ ലോഡിലാണോ? ഈ പ്രതിഫലം വിധിക്കുന്ന ആ ദിവസം എന്നൊരിടത്തൊരു പ്രയോഗം നടത്തിയിട്ട് പറഞ്ഞാൽ, അങ്ങനെ ആർട്ടിക്കിൾ വന്നാൽ ആ മനുഷ്യൻ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരികയാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഗ്രീക്കിലില്ല, ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നാൽ വ്യാഖ്യാന നിയമം അനുസരിച്ച് തൊട്ട് പിന്നിൽ വന്നതിനാണ് അതിൻ്റെ കാര്യം. വരണ്ട കൈയുള്ളൊരു മനുഷ്യനെ അവനവിടെ കണ്ടു, ആ മനുഷ്യൻ എന്ന് പറയുക. ആ മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ തൊട്ട് പിന്നിൽ ആ മനുഷ്യൻ്റെ പേര് പറയണം. അങ്ങനെയാണ്. യേശുവിനെ ചൂണ്ടിക്കാട്ടി പീലാത്തോസ് പറഞ്ഞു, ആ മനുഷ്യൻ ഇതാ. അപ്പോൾ യേശു ആ പരാമർശത്തെയാണ് ആ എന്ന് പറയുന്നത്. അല്ല, ഇത് കാണുന്നിടത്തെല്ലാം ഡേ ഓഫ് ദ ലോഡ് എന്ന് ആരോപിച്ചു പോകണമെങ്കിൽ മുകളിൽ വേണമായിരുന്നു ഡേ ഓഫ് ദ ലോഡ് പറയേണ്ടത്. ആകയാൽ ഡേ ഓഫ് ദ ലോഡ് സംബന്ധിച്ച് നിങ്ങൾ ഞെട്ടരുത്. അത് സംബന്ധിച്ച് ഞാൻ പറയാമെന്നല്ല പറയുന്നത്.
കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ദിവസം അതെങ്ങനെയാണ് വ്യാഖ്യാനപരമായിട്ട് നിലനിൽക്കുന്നത്? അതെങ്ങനെയാണ് ട്രാൻസ്ലേഷൻ പരമായിട്ട്, വ്യാഖ്യാനമല്ല, ട്രാൻസ്ലേഷൻ പരമായിട്ട് നിലനിൽക്കുന്നത്? കാരണം ഇവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു, ആ ദിവസം. അത് ഞാൻ വേണേൽ വീണ്ടും എടുത്ത് കാണിക്കാം. നിങ്ങൾ ഏത് ഡിക്ഷണറി അവലംബിക്കാം, ഒരു പ്രശ്നവുമില്ല. അതങ്ങനെയല്ല. അതുകൊണ്ട് ആ പരിഭാഷ തിരുത്തണം, അതാണ് വേണ്ടത്. ആ പരിഭാഷാശ്രമം തെറ്റാണ്. തന്നല്ല വേറെ ഒരു പരിഭാഷയിലും നിങ്ങൾ വെറുതെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ലോകത്തൊരു പരിഭാഷകനും ഈ തെറ്റ് കണ്ടുപിടിക്കുന്നില്ല, എവിടെയെങ്കിലും ഒരു തെറ്റ്. കാരണം ഇതേപോലെ ശ്രമിക്കണം. ഇതേപോലെ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ വന്നാണ് ഈ അപ്പോസ്റ്റസിയ സംഭവിക്കണം. അപ്പോസ്റ്റസിയയ്ക്ക് വീണ്ടും നിലപാട് മാറ്റിയിട്ടുണ്ട്. അത് വീണ്ടും വിശ്വാസത്യാഗമെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിബേറ്റ് നമ്മൾ അങ്ങനെയല്ല ചർച്ച ചെയ്തത്. ഇപ്പോൾ കേൾക്കുന്നത് അപ്പോസ്റ്റസിയ എന്ന് പറയുന്നത് വിശ്വാസത്യാഗം തന്നെയാണ് എന്നതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പല ട്രാൻസ്ലേഷൻ തന്നെ എടുക്കുമ്പോൾ ഒരു കാര്യം കൊടുത്തോളാം. ഈ ട്രാൻസ്ലേഷൻ കമ്പാരിസൺ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ആപ്പുണ്ട്, അത് ഒന്ന് നോക്കാം. ഇദ്ദേഹം വായിച്ചല്ലോ, ഇംഗ്ലീഷിലെ സാധാരണ ജ്ഞാനം. ലെറ്റ് മാൻ ഡിസീവ് ബൈ ഇത് KJV ആണ്. ഇനി നമുക്ക് ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് NIV എടുക്കാം. ഡോണ്ട് ലെറ്റ് എനിവൺ ഡിസീവ് യു ഇൻ എനി വേ ഫോർ ദാറ്റ് ദേ വിൽ നോട്ട് കം അണ്ടിൽ ദ റിബില്യൻ ഒക്വേഴ്സ്. ദ മാൻ ഓഫ് ലോലെസ്നെസ് ഈസ് റിവീൽ ആൻഡ് ദ മാൻ ഡൂം ടു ഡിസ്ട്രക്ഷൻ. ആ ദിവസം എന്ന് പറയുന്നത് ഒരു കാര്യം ഇടയ്ക്കൊന്ന് തുടങ്ങാം, ആ ദിവസം. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതായത് എന്ന് പറഞ്ഞ് തുടങ്ങാമെങ്കിൽ എൻ്റെ അടുത്ത് നമ്മൾ മുമ്പ് എന്തോ പറഞ്ഞെന്നുള്ള, മുമ്പ് പറഞ്ഞതാണ് താഴെ ആന്ന് പറഞ്ഞ് പറയുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിളിന് അവിടെ പ്രസക്തിയുള്ളൂ, ഡെഫിനിറ്റ് ആർട്ടിക്കിളിന് അവിടെ പ്രസക്തിയുള്ളൂ. തൊട്ടുമോളിൽ പറയാത്തത് ചേർത്ത് എങ്ങനെ പറ്റും? അത് വ്യാകരണ നിയമം അനുസരിച്ച് തെറ്റാണ്. ഒരു കാര്യം കൂടെ, ഇത് പറഞ്ഞപ്പോഴാണ് ഈ യഹോവ സാക്ഷികളുടെ ബൈബിളിൽ ഒത്തിരി കൃത്രിമമുണ്ട്, ഗ്രീക്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ്. അങ്ങനെ അത് നിലനിൽക്കത്തില്ല. യോഹന്നാൻ 1:1 ഈ തെറ്റുണ്ട്. കാരണം അവിടെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, അതിന് വചനം ഒരു ദൈവമായിരുന്നു. ആണ് യേശുവിനെ വേറെ ആളാക്കാൻ വേണ്ടി ഒരു ദൈവമായിരുന്നു. കണ്ടാൽ വലിയ പ്രശ്നമില്ല. കാരണം ഇൻറ്റൻഷണലി വരുത്തിയ മിസ്റ്റേക്കാണ്. അപ്പം നമ്മുടെ ഒരു വാദം നിലനിൽക്കാൻ ബൈബിളിലേക്ക് ഇൻറ്റൻഷണലി ഒരു മിസ്റ്റേക്ക് തിരികെ കയറ്റുകയാണ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ വാദം നിലനിൽക്കാൻ ബൈബിൾ തിരുത്തേണ്ടതുണ്ടോ? അവിടെ വന്നിരിക്കുന്നു, ആ ഗുരുതര കുറ്റത്തിൽ വന്നിരിക്കുന്നു. ഇത് തിരുത്താൻ പാടില്ലാത്ത കാര്യമാണ്. ഇത് തിരുത്താതെ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ വഴിയുണ്ടോ എന്നാണ് ശ്രമിക്കേണ്ടത്. അതാണ് വേണ്ടത്. ഈ ട്രാൻസ്ലേഷൻ ഇപ്പോൾ ഇത് ASV D എല്ലാം കിടക്കുന്നു, പുതിയ ട്രാൻസ്ലേഷൻ ഇതെല്ലാം കിടക്കുന്നു, ഗ്രീക്കിലെ പല വേർഷൻസ് കിടക്കുന്നു. ഇവിടെ ഒന്നും കിട്ടാത്ത ഒരു ട്രാൻസ്ലേഷൻ ബഹുമാനപ്പെട്ട ഡിബേറ്റർ ഇവിടെ അവതരിപ്പിച്ചു പറയുന്നു. അപ്പോൾ അത് നിലനിൽക്കത്തില്ല. അതിൻ്റെ കാരണങ്ങളാണ് ഈ പറഞ്ഞത്. അല്ലെങ്കിൽ ആ ട്രാൻസ്ലേഷൻ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുകയോ അത് പിൻവലിക്കുകയോ ചെയ്യണം. ഞാൻ എൻ്റെ ട്രാൻസ്ലേഷൻ പിൻവലിക്കുന്നതിന് മുൻപ് ഇവിടെ വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കാൻ മോഡറേറ്റേഴ്സിനോട് അനുവാദം ചോദിക്കുക. സാർ ഇപ്പോൾ വായിച്ച ട്രാൻസ്ലേഷൻ ഏതാ? NIV. അതൊന്ന് വായിക്കാവോ പ്ലീസ്? സാർ ഒന്ന് വായിക്കാവോ? ഏത് വാക്യം പറഞ്ഞു? 2 ദിവസം 2-3. Don't let anyone deceive you in any way, for that they will not come before until the rebellion occurs. അത് തന്നെ ഞാനിവിടെ വായിച്ചു. ആ വാക്യത്തിന്റെ അർത്ഥം മലയാളത്തിൽ നമ്മുടെ ബൈബിൾ സൊസൈറ്റി അധ്യായ ട്രാൻസ്ലേഷനിൽ ഇല്ല. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഏത് ഈ പറഞ്ഞിരിക്കുന്ന അതിനകത്ത് സാർ വ്യക്തമായി ഇവിടെ വായിച്ചു, എല്ലാവരും കേൾക്കെ വായിച്ചു. ദ ഡേ വിൽ നോട്ട് കം ബിഫോർ റെബല്യൻ ഒക്കേഴ്സ്. ആ ഡേ എന്ന് പറയുന്നത് ഡേ, ദാറ്റ് ഡേ, ആ ദിവസം എന്ന് പറയുന്ന ഏത് ദിവസം? 2-ാം വാക്യത്തിൽ പറഞ്ഞ ഡേ ഓഫ് ക്രൈസ്റ്റ്. അത് സാർ എനിക്ക് സാറിന്റെ കയ്യിരിക്കുന്ന ബൈബിൾ സൊസൈറ്റി ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാവും. അതാണ് ഞാൻ തർജ്ജമ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ 3-4 തവണ ഓരോ ഖണ്ഡനത്തിലും അതായത് സിംപിളി ഒരു തർജ്ജമ മിസ്റ്റേക്ക് എനിക്ക് എണ്ണിക്കല്ലോ. ഒരു തർജ്ജമ മിസ്റ്റേക്ക് ആണെങ്കിൽ നോ പ്രോബ്ലം. ഇതുവഴി ഡോക്ടർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അത് പറഞ്ഞുതരാം. അതായത് ഈ തർജ്ജമ മിസ്റ്റേക്ക് കൊണ്ട് വെളിയില്ലെന്നല്ല, ഏത് പരിഭാഷയിലും ഉണ്ട് തർജ്ജമ മിസ്റ്റേക്ക്. കാരണം ഒരു വലിയ ഒത്തിരി പദസമ്പത്തുള്ള ഭാഷകളാണ് മലയാളവും ഇംഗ്ലീഷും ഒക്കെ. അതിലേക്ക് പദസമ്പത്ത് കുറഞ്ഞ ഹീബ്രുവും ഗ്രീക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമാണ്. 2 ലക്ഷം വാക്കേ ഉള്ളൂ ഗ്രീക്കിലാകെ, ഹീബ്രു 10,000 വാക്കേ ഉള്ളൂ. അത് വെച്ചാണ് നമ്മൾ ഇങ്ങനെ ഒത്തിരി വാക്കിലേക്ക് മാറുമ്പോൾ മൂലഭാഷയുടെ വ്യത്യാസം വരും. അത് ചൂണ്ടിക്കാണിക്കുന്നതാണ്. മലയാളത്തിൽ വരാം. പക്ഷെ നമ്മുടെ ചോദ്യം ഇതര ലാംഗ്വേജിൽ എടുത്ത് കഴിയും. ദാറ്റ് ഡേ എന്ന് പറയുന്നത് ഡേ ഓഫ് ദ ലോഡ് ആണെന്ന് നിങ്ങൾ പറയുമ്പോൾ മുകളിൽ പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കുന്നില്ല. കാരണം ആ ദിവസം ഞാൻ തെളിവ് കാണിച്ചത് ആ ദിവസത്തിൽ എനിക്ക് പ്രതിഫലം തരുമെന്ന്. ആ ദിവസത്തിൽ അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പം ഞാൻ അതിന്റെ മറുപടി പറയാം. ഓക്കെ. ദാറ്റ് ഡേ എന്ന് 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഡേ ഓഫ് ലോഡാ അല്ലെന്ന് പറയാമോ? 2-ാം വാക്യത്തിൽ പറഞ്ഞു. അത് മലയാളത്തിലും ഉണ്ട്, കർത്താവിന്റെ ദിവസം. അത് 3-ാം വാക്യത്തിൽ ഇല്ലെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലല്ല, അത് പറഞ്ഞേ
2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദാറ്റ് ഡേ വിൽ നോട്ട് കം ബിഫോർ റെബല്യൻ ഒക്കേഴ്സ് എന്ന് പറയുന്ന ദാറ്റ് ഡേ ഈസ് മെൻഷൻഡ് ദേർ ഇൻ വേഴ്സ് 2. That's only രണ്ടാം വാക്യത്തിൽ ഇല്ലെന്ന് പറ സാർ. ഡേ ഓഫ് ക്രൈസ്റ്റ് അത് പറയാം, അതും കൂടെ കൂട്ടി പറഞ്ഞേ, അതുകൂടെ ചേർത്താ പറഞ്ഞത്. അതായത് ഈ ഡേ എന്ന് കാണുന്നിടത്തെല്ലാം നമുക്ക് ഈ അതെല്ലാം വെഞ്ചൻസ് ഓഫ് ഗോഡ് ആണെന്നുള്ള നിലയിൽ പറയുന്നത് കൊണ്ടാണ് ഈ വരുന്നത്. കാരണം ഈ ഡേ എന്ന് എവിടെല്ലാം വേറെ ഉപയോഗിച്ചിട്ടുണ്ട്, ഏതെല്ലാം ഇതിൽ ഹെമറയാണ് ഗ്രീക്ക് വേർഡ്. അപ്പോൾ ഇത് ഏതെല്ലാം വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഹെമറ തൗ ഈ ദൈവത്തിൻ്റെ ദിവസമുണ്ട്, കർത്താവിൻ്റെ ദിവസം എന്നുള്ള പരാമർശമുണ്ട്. യോമാണ് ഹീബ്രുവിൽ. ഇത് ഏതെല്ലാം രീതിയിൽ ഹീബ്രുവിലെ യോമ് ഇപ്പുറത്ത് ഹെമറ ആകുമ്പോഴത്തേക്ക് അർത്ഥത്തിന് അപ്പം തന്നെ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. ഒന്ന് സെമിറ്റിക് ആണ്, ഒന്ന് ഇൻഡോ യൂറോപ്യൻ ആണ്, രണ്ടിലേക്ക് മാറുകയാണ്. അപ്പം തന്നെ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ഒരു ഡോഗ്മയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അതാ പ്രശ്നം. അപ്പോൾ ഇംഗ്ലീഷ് തന്നെ എടുത്തോ, ഇംഗ്ലീഷിലെ ആ വേർഷൻ തന്നെ എടുത്തു. അവിടെ വെച്ചിട്ട് നമ്മുടെ ചോദ്യം ഇതുള്ളൂ, ഈ മലയാളം ട്രാൻസ്ലേഷനകത്ത് പറയുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ഇംഗ്ലീഷിലേക്ക് തന്നെ പോകാം. ലെറ്റ് നോ മേൻ ഡീസീവ്, അത് ആദ്യ വാക്യം മുതൽ പോകാം. അവിടെ കിടക്കുന്നത് അനുസരിച്ച് ഈ 2 കാര്യങ്ങൾ. ഒന്ന് റീഗാദറിങ്, ഫസ്റ്റ് വൺ അപ്പിയറൻസ് ഓഫ് ഗോഡ്, പ്രത്യക്ഷത. രണ്ടാമത്തെ എന്താ, അവനെടുക്കുള്ള നമ്മുടെ ഗാദറിങ്. ഈ ദിവസമല്ലേ, ആ വരുന്ന ടൈമല്ലേ, ആ ദിവസമല്ലേ, ആ ദിവസം എന്നാണ് താഴോട്ട് എല്ലാം പറയുന്നത്. ഡേ ഓഫ് ദ ലോഡ് എന്ന് വേറെ ഒത്തിരി ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു കാര്യമുണ്ട്, ഇനി ഞാൻ വേറെ തരാം, അത് ഇതിനകത്ത് കിടപ്പുണ്ട്. ഡേ ഓഫ് ദ ലോഡ് എന്ന് കാണുന്നത് എല്ലാം വെഞ്ചൻസ് ഓഫ് ഗോഡ് ആണോ? അല്ലല്ലോ. അങ്ങനെ ഉണ്ട്. ഇത് പറയാം, 3-ാം നാൾ ഗലീലയിലെ കാനാവില, 3-ാം നാളിന് ഇതേ ഡേ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതേ കാര്യം എമറയ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ഡേ എന്ന് കണ്ടാൽ ഉടനെ അതിനെ ഡേ ഓഫ് ദ ലോഡ് ആക്കിയിട്ട് 70 പോയിന്റും കയ്യിലുണ്ട്. അതിനകത്തൊന്നും തർക്കമില്ല. പക്ഷെ മുകളിൽ പറയുന്ന കൺസെപ്ഷനുമായിട്ട് ഈ കാര്യം യോജിക്കില്ല, ഇതേ പറയുന്നുള്ളൂ. ശരി. 1-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവിന്റെ പ്രത്യക്ഷതയും നിങ്ങളുടെ ഉൽപ്രാവണം സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2-ാം വാക്യത്തിൽ പറയുന്നത് ഡേ ഓഫ് ലോഡ്, കർത്താവിന്റെ ദിവസം വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വല്ല എഴുത്തോ വ്യാഖ്യാനമോ വല്ല ആത്മാവിനാൽ എഴുതിയോ വെച്ച് എന്ത് ചെയ്യരുത്, ഞെട്ടിപ്പോകരുത്. 1-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവിന്റെ വരവും ഉൽപ്രാവണവും സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവിന്റെ നാൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകരുത്. 3-ാം വാക്യം പറയുന്നത് ആ നാൾ അധർമ്മമൂർത്തി വരുന്നതിന് മുൻപ് വരികയില്ല എന്നാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ സംബന്ധിച്ചു എന്നുള്ള കാര്യത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, അത് സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. പിന്നെ സാറ് ഈ ആ നാൾ എന്നുള്ളതിന് ചൂണ്ടിക്കാണിച്ചിട്ട് 3-ാം നാള് അത് തന്നെയാണ് പറഞ്ഞു. സാറേ, ആ നാൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ പറയുന്ന ആ നാൾ ഡേ ഓഫ് ലോഡ് ആണെന്ന് അതിന്റെ 2-ാം വാക്യത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചാൽ, ഞാൻ കോണ്ടസ്റ്റ് വിട്ടുപോയല്ല സംസാരിക്കുന്നത്, ഞാൻ കോണ്ടസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത്. സാർ പക്ഷെ അതിനെ ആ നാൾ എന്ന് പറയുന്നത് 3-ാം നാളിൽ കൊണ്ടുപോയി. എന്തർത്ഥത്തില്ല? അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ കാര്യം, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻസ് എല്ലാം പോസ്റ്റർബുകാരായിരുന്നു. കാരണം അറിയോ, അവർക്ക് ഡേ ഓഫ് ദ ലോഡിനെ പേടിച്ചിരിക്കാന്ന് പറയേണ്ടി വരും. കാരണം എന്താ അറിയോ, ഇദ്ദേഹം പറയുന്നതനുസരിച്ച് പറഞ്ഞിട്ട് അതൊക്കെ വ്യക്തമാക്കി തരാം. ഇദ്ദേഹം പറയുന്നതനുസരിച്ചാണ്, ശ്രദ്ധിച്ചോണം. ഇനി സഹോദരന്മാരെ, ഇവിടെ അപ്പം അങ്ങനെയാണ് ഫസ്റ്റത്തെ പോസ്റ്റ്രിബ് വാദികൾ ഫസ്റ്റ് തെസ്സലോനിയൻസ് ആണ് ഈ പറയുന്നതനുസരിച്ച്. കാരണം എന്താ, ഡേ ഓഫ് ദ ലോഡ് വരുന്ന ഓർത്ത് നിങ്ങൾ പേടിക്കരുത്, താഴ്ത്തിക്കുക. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയ ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകയും ഞെട്ടിപ്പോകുകയും അരുത്. നോക്കണം, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും, നാശോഗുനും അധർമ്മൂർത്തിയായും വെളിപ്പെടണം. അപ്പം ഇവരൊക്കെ വരുന്നു എന്ന് ഓർത്ത് തെസ്സലോനിക്ക സഭ പേടിച്ചിരുന്നപ്പോൾ തിരുത്താൻ എഴുതിയെന്നൊരു ധ്വനിയാണ് അതിൽ നിന്ന് വരുന്നത്. ഞാനത് കൂടുതൽ പറഞ്ഞു, ഇത് തിരിച്ചാ പറഞ്ഞതെങ്കിൽ പ്രിൻസിപ്പൽ ഒരു തിയോളജി എൻ്റെ പേരിൽ ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറ് പറഞ്ഞത് അവർ തെസ്സലോനിക്കയിൽ പോസ്റ്റർ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഇപ്പൊ സാറ് എനിക്ക് മനസ്സിലായി അങ്ങനെ പറയേണ്ടി വരുമെന്നാ പറഞ്ഞു. നിങ്ങൾ എനിക്ക് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ആ ദിവസം സംബന്ധിച്ച് നിങ്ങൾ ഞെട്ടിപ്പോകരുത്. കാരണം അധർമ്മമൂർത്തി വരുന്നതിന് മുൻപ് ആ ദിവസം വരത്തില്ല. പ്രീ ട്രിബ് പറയുന്നത് അധർമ്മമൂർത്തി വരുന്നതിന് മുമ്പ്, എതിർ ക്രിസ്തു വരുന്നതിന് മുൻപ് സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. ഞാൻ പറയുന്ന അനുസരിച്ച് തെസ്സലോനിക്കരോട് പൗലോസ് പറയുന്നത് യഥാർത്ഥ പ്രീ ട്രിബുലേഷൻ വിശ്വാസത്തിന്റെ ഉപദേശത്തിന്റെ കറതീർന്ന പൊരുളാ പൗലോസ് പറയുന്നത്. സാറ് ചുമ്മാ അതിനകത്തെ വാക്കും അർത്ഥവും ഒന്നും അറിയാതെ വെറുതെ ഒരു വാക്കിനെയും അതിന്റെ കോൺസെപ്റ്റിനെയും മറിച്ച് കളഞ്ഞേച്ച് പോസ്റ്റർ ബാന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ആക്ഷേപം പറയരുത്. അവിടെ ഞാൻ ഇത്രയും നേരം ഞാൻ ഇതുവരെ ഈ വീഡിയോയിൽ
പറഞ്ഞ ഓരോ വാക്കും നിങ്ങൾ എടുത്തു നോക്ക്. ഞാൻ വ്യക്തമായി പറഞ്ഞു, കർത്താവിന്റെ വരവും ഉൽപ്രാപണവും സംബന്ധിച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവിന്റെ നാളടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും എഴുതിയ എഴുത്തോ ലേഖനമോ വെച്ച് നിങ്ങൾ ഞെട്ടിപ്പോകരുത്, ഇളകരുത്. കാരണം അധർമ്മമൂർത്തി വരുന്നതിന് വന്നു കഴിഞ്ഞിട്ടേ ആ ദിവസം വരികയുള്ളൂ. അതാണ് പറഞ്ഞത്, ദാറ്റ് ഡേ വിൽ നോട്ട് കം ബിഫോർ റെബല്യൻ ഒക്കേഴ്സ് എന്നോട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അധർമ്മമൂർത്തി വന്നു കഴിഞ്ഞ് മാത്രമേ ആ ദിവസം വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന അധർമ്മമൂർത്തിക്ക് മുമ്പ് സഭ എടുക്കപ്പെടുമെന്ന് പറയുന്ന ഞങ്ങളെ പോസ്റ്റർ പാക്കുന്ന ആ വാദം ഏത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്, ഏത് വ്യാകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? സാറ് തന്നെ ഇവിടെ സോഴ്സായി വായിച്ച് കേൾപ്പിച്ച വാക്യം രണ്ടാമത് ഞാൻ എടുത്ത് വായിപ്പിച്ചപ്പം വ്യക്തമായി കിടക്കുകയാണ് ഡേ ഓഫ് ലോഡ് അവിടെ. അപ്പൊ സാർ ആ നാൾ മൂന്നാം നാളുമായിട്ട് കണക്ട് ചെയ്തു. സാർ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞു, ഡേ ഓഫ് ലോഡ് വിൽ നോട്ട് കം ബിഫോർ റെബല്യൻ ഒക്കേഴ്സ്. ഇറ്റ് ഇസ് വെരി ക്ലിയർലി മെൻഷൻഡ് ദെയർ. ഞങ്ങൾ പറയുന്നത് സഭയുടെ ഉൽപ്രാപണം ആ അധർമ്മമൂർത്തി വരുന്നതിന് മുൻപ് സംഭവിക്കും. ഒരു കാര്യം പറയാം, ഞാനൊരിക്കലും അധർമ്മമൂർത്തി വരുന്ന കാര്യമോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ട്രാൻസ്ലേഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിങ്ങളുടെ. അതാണ് പ്രശ്നം. അത് അതിലേക്ക് വരുന്നില്ല. അതായത് ഞാൻ ഇദ്ദേഹം പോസ്റ്റ് ആക്കി എന്നല്ല പറഞ്ഞത്. തെസ്സലോനിക്കരെ നമ്മുടെ ആ ഒലിവ് മലയിൽ പിതാവിൻ്റെ ഭവനം വെച്ച പോലെ വേണേ ഒന്ന് വെക്കാനൊരു വകുപ്പുണ്ട്. പക്ഷേ എൻ്റെ സ്റ്റാൻഡേർഡ് അതായതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാണ്. അതുകൊണ്ടാണ്, അതായത് ഒലിവുമലയിൽ പിതാവിന് ഭവനം ഉണ്ടെന്ന് പറയാൻ ഇങ്ങനെ വഴങ്ങിത്തിരിഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്ന അതേ ഒരു വ്യായാമം ചെയ്താൽ ഇവിടെ നിങ്ങളെ പോസിറ്റീവ് ആക്കാനൊരു വകുപ്പ് കിടപ്പുണ്ട്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന് നിൽക്കി പറയട്ടെ. അല്ല, അങ്ങനെ നീയെങ്കിലും പോകാതിരിക്കാൻ ഇതൊരു നല്ല അഡ്വൈസാണ്, നല്ലൊരു സമയം ഇത്തരം ദുശീലങ്ങൾ തിരുത്താൻ. അതൊരു ഭാഗം പറയട്ടെ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞൊന്നും ഞാൻ പറയത്തില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. വകുപ്പുണ്ടെന്നേ പറഞ്ഞുള്ളൂ അവിടെ. അത് അവിടെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്രയുള്ളൂ. ഞാൻ ട്രാൻസ്ലേഷനെ കുറിച്ചാണ് പറയുന്നത്. അല്ല, ഞാൻ ഇതിന് മുമ്പ് അധർമ്മമൂർത്തി വരികയെന്നോ വന്നെന്നോ ഈ ഡേ ഓഫ് ദ ലോഡോ ഒന്നുമല്ല പറഞ്ഞു. ഞാൻ തെളിവെടുത്തു പോയത് അങ്ങോട്ട്. അതായത് ഈ യോമെന്ന് ഉപയോഗിച്ചതോ എമറാന്ന് ഉപയോഗിച്ചതോ ഇതേ അർത്ഥത്തിൽ കാണുന്നിടത്തല്ല ഒരർത്ഥമല്ല. ഡേ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നതിനല്ല എല്ലായിടത്തും കാണുന്നത് വെഞ്ചൻസ് ഓഫ് ഗോഡ് അല്ല, റാത്ത് ഓഫ് ഗോഡ് അല്ല. പല അർത്ഥമുണ്ട്. കാരണം ഇതിവിടെ നിലനിൽക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് വിരുദ്ധമാകും ഇദ്ദേഹം പറഞ്ഞ ട്രാൻസ്ലേഷൻ. അപ്പോഴാണ് ഈ ട്രാൻസ്ലേഷനിൽ നിങ്ങൾക്ക് ഭവിച്ചതെന്ത്, ആ ട്രാൻസ്ലേഷൻ നിങ്ങൾ അവലംബമാക്കിയ മെത്തഡോളജി എന്ത്, അത് നിങ്ങളുടെ ഉപദേശമാണെങ്കിൽ ഓക്കെ, അത് നിലനിൽക്കും. ഉപദേശത്തിനനുസരിച്ച് ട്രാൻസ്ലേഷനിൽ ഒരു വ്യതിയാനം വരുത്തിയെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ഇനി അതല്ല, ഇതിന് ഇങ്ങനെ തന്നെ ഉള്ളത് കൊണ്ടാണ് ഈ ടെസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ ഉപദേശമാണ് ശരിയെന്ന് പറഞ്ഞെങ്കിൽ അത് ഓക്കെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സംബന്ധിച്ച് ഇപ്പം നമ്മുടെ പ്രിൻസ് പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹം ഉദ്ദേശിച്ചത് ഭാഷ്യം പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇനി ടൈം കൊടുത്താലും അത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിന് ഇനിയും പ്രസക്തിയില്ല. ഓക്കെ, അതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചോദ്യം ഇനിയും ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് പ്രേക്ഷകർക്ക് അവരിരുന്ന് മുഷിയല്ലേ, ഓരോ ചോദ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക്. ഈ ചോദ്യം ചോദിക്കുന്നവർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ചോദിക്കരുത്. ചോദ്യമേ ചോദ്യം അവരുടെ ഉള്ളിൽ എന്തെങ്കിലും രാഷ്ട്രീയം കാണും, അത് സ്ഥാപിക്കാനല്ല. നമുക്കാകാം 2 മിനിറ്റ് ഒരു ചോദ്യം ചോദിക്കുക. ചോദ്യം മാത്രം ചോദിക്കുക. ഉത്തരം 3 മിനിറ്റിനുള്ളിൽ പ്രിയപ്പെട്ടവർ പറയും. ചോദിക്കുന്നവരെ സ്വയം പരിചയപ്പെടുത്തി ചോദിക്കുക. എൻ്റെ പേര് സജി ജേക്കബ് എന്നാണ്. ഞാൻ കോട്ടയത്ത് അടുത്ത് കളത്തിപ്പിടിയിൽ ഏജിയിലെ പാസ്റ്റർ. അപ്പോൾ ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം നേരത്തെ ചർച്ച ചെയ്ത് പോയതാണെങ്കിലും ഒരു വിശദീകരണത്തിനും കൂടിയായിട്ട് ഞാൻ ചോദിക്കും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഇത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്ന സ്വർഗീയ യെരൂശലേമിലേക്കാണോ നാം പോകുന്നത്, അതോ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടത് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളും. അപ്പോൾ സ്വർഗീയ യെരൂശലേം എന്ന് പറയുന്നതൊന്നും ഈ പാർക്കുവാനായിട്ട് ദൈവം കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് വേണ്ടി സ്ഥാപിച്ചു എന്ന് പറയുന്ന വീടും രണ്ടും രണ്ടാണോ?
ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ആരോടാ ചോദ്യം? അത് പ്രിൻസ് പാസ്റ്ററോട് എൻ്റെ ചോദ്യം. കർത്താവ് തെസ്സലോനിക്ക ലേഖനത്തിൽ ദൈവദാസൻ വായിച്ചത് അല്ലെങ്കിൽ ഇവിടെ ഉന്നയിച്ചതുപോലെ തെസ്സലോനിക്ക ലേഖനത്തിൽ നാം കാണുന്ന പോലെ കർത്താവ് തൻ ഗംഭീരനാഥത്തും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും കൂടി വരുമ്പോൾ നമ്മുടെ എടുക്കപ്പെടൽ നാം കർത്താവിനോടുകൂടെ സ്വർഗത്തിലേക്ക് തന്നെയാണ് എടുക്കപ്പെടുന്നത്. നാം അവിടെ മുതൽ സ്വർഗീയന്മാരാണ്. എടുക്കപ്പെടൽ മുതൽ നമ്മളിപ്പോഴും നമുക്ക് സ്വർഗീയത അവകാശപ്പെടാം, പക്ഷെ നമ്മിൽ ഇപ്പോൾ മർത്യത ഉണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ദേഹം രക്ഷിക്കപ്പെടും. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ രൂപാന്തരം സംഭവിക്കുമ്പോൾ നാം ക്രിസ്തുവിനോട് കൂടെ എടുക്കപ്പെടും. ഞാൻ മനസ്സിലാക്കുന്ന ഭാവികാല ശാസ്ത്രം സംബന്ധിച്ച് ദൈവവചനം അടിസ്ഥാനപ്പെടുത്തിയുള്ളത് ഇങ്ങനെയാണ്. നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. വേദപണ്ഡിത അഭിപ്രായങ്ങളിൽ ഭീമാസിംഹാസനം എന്ന് തന്നെ വിളിക്കപ്പെടും. നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ന്യായാസനം. നാം അവിടെ എടുക്കപ്പെടുകയും നാം ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കുകയും ചെയ്യും. എന്നാൽ അതിനുശേഷം 7 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വർഷത്തെ പീരീഡ് നാം വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ആ 7 വർഷത്തിന് ശേഷം കർത്താവിനോട് കൂടെ നാം ഈ ഭൂമിയിലേക്ക് അപ്പോൾ യഹൂദൻ്റെ ഉദ്ധാരണം സംബന്ധിച്ച് ഇറങ്ങി വരികയും നാം കർത്താവിനോട് കൂടെ എല്ലായ്പ്പോഴും ആയിരിക്കും. എന്നാൽ ഈ 1000 ആണ്ട് അതിനുശേഷം സംഭവിക്കുന്ന 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഈ ഭൂമിയിലേക്ക് എന്ന് പറഞ്ഞാൽ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്ന ട്രാൻസ്ഫോംഡ് അവിടേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയാണ് പുതിയ ജെറുസലേമിൻ്റേത്. എന്നാൽ അതിൻ്റെ ഒരു നിഴൽ ചിത്രം തന്നെയാണ് 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ കാണുന്നത്. മൾട്ടിപ്പിൾ ഫുൾഫിൽമെൻ്റ് എന്നൊക്കെ പറയാവുന്നതിൻ്റെ ഒരു അർത്ഥമാണ് 1000 ആണ്ട് വാഴ്ചയിൽ ഞാൻ കാണുന്നത്. അതിൻ്റെ മറുപടിയാണ് പറയുന്നത്. എനിക്ക് സാറിൻ്റെ മറുപടി പറയാൻ പറ്റത്തില്ല, ഞങ്ങൾക്കുള്ള മറുപടിയെ പറയാൻ പറ്റത്തുള്ളൂ. ഒരു മിനിറ്റ്. അപ്പോൾ ആ ഇറങ്ങി വരുന്ന പുതിയ ജെറുസലേം എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. നാം എടുക്കപ്പെടുന്നത് ആ സ്വർഗത്തിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുക്കപ്പെടുന്നത് സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് പുതിയ ജെറുസലേം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് സ്വർഗത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്, പുതിയ ജെറുസലേം മാത്രമാണ് സ്വർഗം എന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് പുതിയ ജെറുസലേം എന്ന് പറയുന്നത്. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ചോദ്യം ചോദിച്ചതിൻ്റെ ഉത്തരമാണ് പറഞ്ഞത്. അച്ഛൻ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം കിട്ടില്ല, ഇതാണ് വിഷയം. ഓക്കെ, ഇപ്പം ബാറ്ററി ലോ ആയതുകൊണ്ട് ആഫ്റ്റർ ദ ബ്രേക്ക് കണ്ടിന്യൂ ചെയ്യും.